2022 മുഴുവൻ കറണ്ട് അഫേഴ്സും ഒറ്റ വീഡിയോയിൽ 2022 ജൂലൈ മാസം വരെയുള്ള കംപ്ലീറ്റ് കറണ്ട് അഫേഴ്സാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. കുറച്ച് ലെങ്തുള്ള വീഡിയോ ആണ്, പക്ഷേ കുറച്ച് സമയമെടുത്ത് നിങ്ങൾ ഇതൊന്ന് മുഴുവൻ കേട്ട് പഠിക്കുകയാണെങ്കിൽ ഇനി വരാൻ പോകുന്ന ഏത് മത്സര പരീക്ഷയാണെങ്കിലും, അതിപ്പോൾ ദേവസ്വം ബോർഡാണെങ്കിലും PSC പരീക്ഷയാണെങ്കിലും 2022 നിന്ന് ചോദിക്കുന്ന കറണ്ട് അഫേഴ്സിൽ നിങ്ങൾക്ക് എന്തായാലും വലിയൊരു ശതമാനം മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. പിന്നെ ലെങ്തുള്ള വീഡിയോ ആയതുകൊണ്ട് മുഴുവൻ സമയം ഫോണിൽ ഇങ്ങനെ നോക്കി കണ്ടു പഠിക്കണം എന്നൊന്നും ഞാൻ പറയത്തില്ല. നിങ്ങൾ മുറിയിലാണ് ഇരിക്കുന്നതെങ്കിൽ മുറിക്കടയൊക്കെ നടന്നോ, ഫോൺ ഓണാക്കി വെച്ച് നടന്നോ, അതുപോലെ പുറത്താണെങ്കിൽ പുറത്തുകൂടെ നടന്നോ ഒന്ന് കേട്ട് പഠിക്കാൻ ശ്രമിക്കുക. എന്തെങ്കിലും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയ്ക്കാണെങ്കിലും കേട്ട് അങ്ങ് പഠിച്ചു പോകുകയാണെങ്കിൽ നമ്മൾ പോലും അറിയാതെ നമ്മുടെ മനസ്സിലേക്ക് അതങ്ങ് സെറ്റായി പോകുള്ളൂ. ഞാൻ പറയുന്ന കൂട്ടത്തിൽ തന്നെ ഓരോ പോയിന്റും മനസ്സിൽ പറഞ്ഞങ്ങ് പഠിച്ചു വെക്കണം. ഓക്കെ, ഈ കറണ്ട് അഫേഴ്സ് എന്ന് പറയുന്നത് കുറേ മാസങ്ങളെടുത്ത് ഒരുപാട് വാരി വലിച്ച് കാട് പോലെ പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പരീക്ഷയ്ക്ക് കുറച്ച് നാളുകൾക്ക് മുമ്പ് ക്യാപ്സ്യൂളായിട്ട് അങ്ങ് പഠിച്ചു പോകുകയാണെങ്കിൽ മുഴുവൻ മാർക്കും സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് കറണ്ട് അഫേഴ്സ്. അപ്പോൾ അതുകൊണ്ട് വീഡിയോ മുഴുവൻ കണ്ട് ഇനിയുള്ള മത്സര പരീക്ഷയ്ക്ക് പോകുന്നവർ പക്കായിട്ട് പഠിച്ചു പോകുക. പിന്നെ 2021 ജനുവരി തൊട്ട് 2022 ജൂലൈ മാസം വരെയൊക്കെയുള്ള കംപ്ലീറ്റ് കറണ്ട് അഫേഴ്സ് വീഡിയോ ക്ലാസ്സുകളെല്ലാം വേണ്ടവർ നമ്മുടെ ഹിയർ ദ നോട്ട്സ് ആപ്പ് ഡൗൺലോഡ് ചെയ്താൽ മതി. ഒരു കംപ്ലീറ്റ് കോഴ്സ് ചെയ്തിട്ടുണ്ട്. അത് പഠിച്ചാൽ എന്തായാലും ഒറ്റ മാർക്കും പോലും പോകാതെ നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. ഹിയർ ദ നോട്ട്സ് എന്നാണ് ആപ്പിൻ്റെ പേര്. ആപ്പിൻ്റെ ലിങ്ക് വീഡിയോയുടെ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഒക്കെ കൊടുത്തേക്കാം. ഓക്കെ, അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം. പുകവലിശീലം ഒഴിവാക്കാൻ ആളുകളെ സഹായിക്കുന്നതിനായുള്ള ലോകാരോഗ്യ സംഘടനയുടെ ആപ്ലിക്കേഷനാണ് ക്വിറ്റ് ടുബാക്കോ. പുകവലിശീലം ഒഴിവാക്കാൻ ആളുകളെ സഹായിക്കുന്നതിനായുള്ള ലോകാരോഗ്യ സംഘടനയുടെ ആപ്ലിക്കേഷൻ ക്വിറ്റ് ടുബാക്കോ. ലോകരാജ്യങ്ങളിൽ സ്വർണ്ണ ഉൽപ്പാദനത്തിൽ 1-ാം സ്ഥാനത്തുള്ള രാജ്യം ചൈനയാണ്. സ്വർണ്ണ 1-ാം സ്ഥാനത്ത് ചൈന. സിവിലിയൻ എയർസ്പേസിൽ ഡ്രോണുകൾക്ക് അനുമതി നൽകിയ ആദ്യ രാജ്യം ഇസ്രായേലാണ്. സിവിലിയൻ എയർസ്പേസിൽ സിവിലിയൻസ് ആയിട്ടുള്ള ആൾക്കാർ ഡ്രോണെ കയറി മുകളിൽ പോയാൽ താഴെ വീണ എല്ലും തോലുവാണെന്ന് ഓർത്ത് എല്ലും തോലും ഡ്രോണ് സിവിലിയൻ ഇസ്രായേൽ. സിവിലിയൻ എയർസ്പേസിൽ ഡ്രോണുകൾക്ക് അനുമതി നൽകിയ ആദ്യ രാജ്യം ഇസ്രായേലാണ്. 2021 ഫിഫ ക്ലബ് ലോകകപ്പ് കിരീടം നേടിയ ഇംഗ്ലീഷ് ക്ലബ്ബ് ചെൽസിയാണ്. ഈ 2020-21 കാലയളവിൽ നമ്മൾ എങ്ങോട്ടേക്ക് പുറത്തോട്ട് പോയാൽ നമ്മുടെ വീട്ടുകാർ പറയും, ചെല്ല് പോയി കൊറോണ മേടിച്ചുകൊണ്ട് വരാൻ പറയും അല്ലേ. അപ്പോൾ കൊറോണ മേടിച്ചുകൊണ്ട് 21 ചെൽസി 2021 ഫിഫ ക്ലബ് ലോകകപ്പ് കിരീടം നേടിയ ഇംഗ്ലീഷ് ക്ലബ്ബ് ചെൽസിയാണ്. രാജ്യാന്തര ഏകദിന ക്രിക്കറ്റിൽ 1000 മത്സരം കളിക്കുന്ന ആദ്യ ടീം ഇന്ത്യയാണ്. ഓർത്തിരിക്കുക, രാജ്യാന്തര ഏകദിന ക്രിക്കറ്റിൽ 1000 മത്സരം കളിക്കുന്ന ആദ്യ ടീം ഇന്ത്യയാണ്. ഗ്ലോബൽ ഓണ്ടർപ്രണർഷിപ്പ് മോണിറ്റർ റിപ്പോർട്ട് പ്രകാരം ആഗോളതലത്തിൽ പുതിയ ബിസിനസ് ആരംഭിക്കുവാൻ ഏറ്റവും എളുപ്പമുള്ള രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം 4ആണ്. അപ്പോൾ GEM റിപ്പോർട്ട് പ്രകാരം ബിസിനസ് ആരംഭിക്കാൻ ഏറ്റവും നല്ല രാജ്യങ്ങളിൽ 4-ാം സ്ഥാനത്താണ് ഇന്ത്യ എന്ന് ഓർക്കുക. 4-ാം സ്ഥാനം, ഇന്ത്യ അത്ര മോശമൊന്നുമല്ല. 2022 ഇന്ത്യൻ പ്രീമിയർ ലീഗ് IPL മെഗാ ലേലത്തിൽ ഏറ്റവും വിലയേറിയ താരമായ ക്രിക്കറ്റർ ഇഷാൻ കിഷനാണ്. ഏഷ്യയിൽ നിന്ന് ഒരുപാട് കാശ് കൊണ്ടുപോയ താരമാണ് ഇഷാൻ കിഷൻ എന്ന് ഓർത്ത്. 22 IPL ലേലത്തിൽ ഏറ്റവും വിലയേറിയ താരം 15.25 കോടി താരമായ ക്രിക്കറ്റർ ഇഷാൻ കിഷൻ. അതുപോലെ ഉയർന്ന തുക നേടുന്ന അൺക്യാപ്ഡ് താരം എന്ന റെക്കോർഡ് നേടിയ താരം ആവേശ് ഖാനാണ്. ഉയർന്ന തുക ലഭിക്കുമ്പോൾ നമുക്ക് ഭയങ്കര ആവേശമാണെന്ന് ഓർത്ത്. ഉയർന്ന തുക അൺക്യാപ്ഡ് താരം ആവേശ് ഖാൻ. IPL ലേലത്തിൽ എക്കാലത്തെയും ഉയർന്ന തുക നേടുന്ന അൺക്യാപ്ഡ് താരം എന്ന റെക്കോർഡ് നേടിയ താരം ആവേശ് ഖാനാണ്. CBSEയുടെ പുതിയ ചെയർമാൻ നിധി ചിബറാണ്. CBSEയുടെ ഒരു പരീക്ഷയൊക്കെ പാസ്സായാൽ ഉഴപ്പന്മാരായ നമ്മളെപ്പോലെ ഉള്ളവർക്ക് നിധി കിട്ടുന്ന പോലത്തെ ഒരു സന്തോഷമാണെന്ന് ഓർത്ത് നിധി ചിബർ. CBSEയുടെ ചെയർമാൻ നിധി ചിബർ. സൈബർ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ പ്രതിരോധിക്കുന്നതിനായുള്ള കേന്ദ്ര സർക്കാരിൻ്റെ ഹെൽപ്പ് ലൈൻ നമ്പറാണ് 1930. സൈബർ ക്രൈമുകൾ പ്രതിരോധിക്കാനായിട്ടുള്ള കേന്ദ്ര സർക്കാരിൻ്റെ ഹെൽപ്പ് ലൈൻ നമ്പർ 1930. അടുത്ത പോയിന്റ്, ദേശീയ ഏകജാലക സംവിധാനം NSWSുമായി സംയോജിപ്പിക്കുന്ന ആദ്യ കേന്ദ്രഭരണ പ്രദേശം ജമ്മു ആൻഡ് കാശ്മീരാണ്. ഏകജാലകം എന്ന് പറഞ്ഞാൽ എല്ലാം ഏകദേശം ഒരുപോലെ നടത്തുന്ന ഒരു പരിപാടിയെന്ന് ഒരു ചിന്ത നമ്മുടെ മനസ്സിലേക്ക് വരുമല്ലോ. എല്ലാത്തിൽ നിന്നും വ്യത്യസ്തമായിട്ടൊരു സ്പെഷ്യൽ സ്റ്റാറ്റസ് എപ്പോഴും വേണമെന്ന് ഉള്ള ഒരു സംഭവമാണല്ലോ, അല്ലെങ്കിൽ ഒരു കേന്ദ്രഭരണ പ്രദേശമാണല്ലോ ഈ ജമ്മു കാശ്മീർ. അപ്പോൾ ആ രീതിയിൽ ആദ്യമായിട്ട് ജമ്മു കാശ്മീരിനെ അടുപ്പിച്ചെന്ന് ഓർക്കാമല്ലോ. ദേശീയ ഏകജാലക സംവിധാനം NSWSുമായി സംയോജിപ്പിക്കുന്ന ആദ്യ കേന്ദ്രഭരണ പ്രദേശം ജമ്മു ആൻഡ് കാശ്മീർ. 70ാമത് ദേശീയ സീനിയർ വോളിബോൾ ചാമ്പ്യൻഷിപ്പിൽ വനിതാ വിഭാഗം കിരീടം നേടിയ സംസ്ഥാനം കേരളമാണ്. കേരളം ഉത്തരം വരുന്ന ഒരുപാട് പോയിന്റുകളുണ്ട്, എല്ലാം നമ്മൾ പഠിച്ചിരിക്കണം. 70ാമത് ദേശീയ സീനിയർ വോളിബോൾ ചാമ്പ്യൻഷിപ്പിൽ വനിതാ വിഭാഗം കിരീടം നേടിയ സംസ്ഥാനം കേരളമാണ്. മുൻ ISRO ശാസ്ത്രജ്ഞൻ നമ്പി നാരായണൻ്റെ ജീവിതകഥ പറയുന്ന ബഹുഭാഷാ ചിത്രമാണ് റോക്കട്രി ദി നമ്പി എഫക്റ്റ്. ISRO ശാസ്ത്രജ്ഞനായ നമ്പി നാരായണൻ്റെ ജീവിതകഥ പറയുന്ന ബഹുഭാഷാ ചിത്രം റോക്കട്രി ദി നമ്പി എഫക്റ്റ്. ഷാരൂഖ് ഖാനും സൂര്യയൊക്കെ അതിനകത്ത് ഗസ്റ്റായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. മാധവനാണ് നമ്പി നാരായണൻ്റെ വേഷം അവതരിപ്പിച്ചിരിക്കുന്നത്. കേരളത്തിലെ ആദ്യ കാരവൻ പാർക്ക് നിലവിൽ വരുന്ന വിനോദസഞ്ചാര കേന്ദ്രം വാഗമണ്ണാണ്. ഞങ്ങളുടെ കോട്ടയം ജില്ലയിലെ വാഗമണ്ണാണ് കേരളത്തിലെ ആദ്യ കാരവൻ പാർക്ക് നിലവിൽ വരുന്ന വിനോദസഞ്ചാര കേന്ദ്രം. കേരളത്തിലെ ആദ്യ കാരവൻ പാർക്ക് നിലവിൽ വരുന്ന വിനോദസഞ്ചാര കേന്ദ്രം വാഗമണ്ണാണ്. സൈലൻസറിൽ മാറ്റം വരുത്തി ശബ്ദ മലിനീകരണം സൃഷ്ടിക്കുന്നവരെ പിടികൂടാനുള്ള കേരള മോട്ടോർ വാഹന വകുപ്പിൻ്റെ ദൗത്യമാണ് ഓപ്പറേഷൻ സൈലൻസ്. സിമ്പിളായിട്ട് ഓർത്തിരിക്കാം. സൈലൻസറിൽ മാറ്റം വരുത്തിയാൽ സൈലൻസ് പിടിക്കും. ഓപ്പറേഷൻ സൈലൻസ് ആണ്. സൈലൻസറിൽ മാറ്റം വരുത്തിയവരെ പിടിക്കാനുള്ള പോലീസിൻ്റെ മോട്ടോർ വാഹന വകുപ്പിൻ്റെ പുതിയ ഒരു ദൗത്യം. ജർമ്മനിയുടെ പ്രസിഡന്റായി വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ് ഫ്രാങ്ക് വാൾട്ടർ സ്റ്റെയിൻമെയർ. ഓർത്തിരിക്കുക, ജർമ്മനിയുടെ പ്രസിഡന്റ് ഫ്രാങ്ക് വാൾട്ടർ സ്റ്റെയിൻമെയർ. മ്യൂസിയം ഓഫ് ദ ഫ്യൂച്ചർ നിലവിൽ വന്ന നഗരം ദുബായിയാണ്. ഫ്യൂച്ചറിൽ നമ്മൾ സർക്കാർ ജോലി കിട്ടിക്കഴിയുമ്പോൾ നമ്മുടെ പിൽക്കാലത്തെ ദാരിദ്ര്യത്തിനോടൊക്കെ നമ്മൾ ബൈ പറയുമെന്ന് ഓർത്തെ. ഫ്യൂച്ചറിൽ നമ്മൾ ബൈ പറയും. മ്യൂസിയം ഓഫ് ഫ്യൂച്ചർ ദുബായ്. മ്യൂസിയം ഓഫ് ഫ്യൂച്ചർ നിലവിൽ വരുന്ന നഗരം
ദുബായ് ആണെന്ന് അറിഞ്ഞിരിക്കുക. അടുത്ത പോയിന്റ്, മിക്സഡ് ജെൻഡർ പ്രൊഫഷണൽ ഗോൾഫ് ടൂർണമെന്റിൽ ജേതാവായ ആദ്യ വനിതാ താരമാണ് ഹന്ന ഗ്രീൻ. മിക്സഡ് ജെൻഡർ പ്രൊഫഷണൽ ഗോൾഫ് ടൂർണമെന്റിൽ ജേതാവായ ആദ്യ വനിതാ താരം ഹന്ന ഗ്രീൻ ആണ്. ഡിജിറ്റൽ ധന ഇടപാടുകൾക്ക് ഇന്ത്യയുടെ UPI സംവിധാനം സ്വീകരിക്കുന്ന ആദ്യ രാജ്യം നേപ്പാളാണ്. UPI സംവിധാനം സ്വീകരിക്കുന്ന ആദ്യ രാജ്യം നേപ്പാൾ. നേപ്പാൾ. ഡിജിറ്റൽ ധന ഇടപാടുകൾക്ക് ഇന്ത്യയുടെ UPI സംവിധാനം സ്വീകരിക്കുന്ന ആദ്യ രാജ്യം ഏതെന്ന് ചോദിച്ചാൽ നേപ്പാളാണെന്ന് ഓർത്തിരിക്കുക. നമ്മുടെ തൊട്ടടുത്ത് കിടക്കുന്ന നേപ്പാൾ. ഇന്ത്യയുമായി സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാറിൽ ഒപ്പുവെച്ച അറബ് രാജ്യമാണ് UAE. ഈ കരാറിൽ ഒപ്പിട്ട മന്ത്രി പീയൂഷ് ഗോയലാണ്. UAEയുമായി സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാറിൽ ഒപ്പുവെച്ച ഇന്ത്യൻ ധനമന്ത്രി പീയൂഷ് ഗോയലാണെന്നും ഓർത്തിരിക്കുക. ഇന്ത്യയുമായി സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാറിൽ UAE ഒപ്പുവെച്ചു. അറബ് രാജ്യമാണ്. ഇന്ത്യൻ വ്യോമസേനയും റോയൽ എയർഫോഴ്സ് ഓഫ് ഒമാനും ചേർന്ന് സംഘടിപ്പിച്ച വ്യോമാഭ്യാസമാണ് ഈസ്റ്റേൺ ബ്രിഡ്ജ് 6. ഒരു ബ്രിഡ്ജിൻ്റെ മുകളിൽ കയറി നമ്മൾ താഴോട്ട് നോക്കുമ്പോൾ ഭയങ്കര ആഴമാണല്ലോ, അല്ലെങ്കിൽ നമുക്ക് ചാടാൻ തോന്നുന്നു, അങ്ങനെയൊക്കെ നമ്മൾ പറയത്തില്ല എന്തൊരു ആഴമാണ്, ആ രീതിയിൽ ഒന്ന് ഓർത്ത് നോക്കി. അപ്പോൾ ബ്രിഡ്ജ് ഒമാൻ ഈസ്റ്റേൺ ബ്രിഡ്ജ് 6 ഒമാൻ. ഇന്ത്യയും ഇന്ത്യൻ വ്യോമസേനയും റോയൽ എയർഫോഴ്സ് ഓഫ് ഒമാനും ചേർന്നാണ് ഈസ്റ്റേൺ ബ്രിഡ്ജ് 6 സംഘടിപ്പിച്ചത്. ഇന്ത്യ ഒമാൻ ഈസ്റ്റേൺ ബ്രിഡ്ജ് 6. ഓക്കെ. രാജ്യാന്തര ക്രിക്കറ്റ് കൗൺസിലിൻ്റെ 2020 റാങ്കിങ്ങിൽ 1ാം സ്ഥാനത്തുള്ള ടീം ഇന്ത്യയാണ്. അതൊക്കെ മാറിക്കൊണ്ടിരിക്കും. ഇപ്പോൾ ഇന്ത്യയാണ്. രാജ്യാന്തര ക്രിക്കറ്റ് കൗൺസിലിൻ്റെ 2020 റാങ്കിങ്ങിൽ 1ാം സ്ഥാനം ഇന്ത്യ. അടുത്ത പോയിന്റ്, രാജ്യാന്തര 2020 ക്രിക്കറ്റിൽ 100 വിജയങ്ങൾ നേടിയ രണ്ടാമത്തെ രാജ്യമാണ് ഇന്ത്യ. രാജ്യാന്തര 2020 ക്രിക്കറ്റിൽ 100 വിജയങ്ങൾ നേടിയ രണ്ടാമത്തെ രാജ്യം ഇന്ത്യയാണെന്ന് ഓർത്തിരിക്കുക. ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിൽ അരങ്ങേറ്റ മത്സരത്തിൽ ട്രിപ്പിൾ സെഞ്ചുറി നേടുന്ന ആദ്യ താരം സക്കീബുൾ ഗനിയാണ്. ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിൽ അരങ്ങേറ്റ മത്സരത്തിൽ ട്രിപ്പിൾ സെഞ്ചുറി നേടുന്ന ആദ്യ താരം സക്കീബുൾ ഗനി. ഏതു കാലാവസ്ഥയിലും ഉയർന്ന നിലവാരമുള്ള ചിത്രങ്ങൾ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ ഇന്ത്യ വിക്ഷേപിച്ച ഭൗമ നിരീക്ഷണ ഉപഗ്രഹമാണ് EOS-4 എർത്ത് ഒബ്സർവേഷൻ സാറ്റലൈറ്റ് 4, ഫോർമർലി നോൺ ആസ് റിസാറ്റ് 1A. എന്ന് വെച്ചാൽ റിസാറ്റ് 1A എന്നാണ് ഇതിൻ്റെ മറ്റൊരു പേര്. ഓർത്തിരിക്കുക. ഈ കഴിഞ്ഞ 10th ലെവൽ പ്രിലിംസിന് ചോദ്യം ഉണ്ടായിരുന്നു. ഏത് കാലാവസ്ഥയിലും ഉയർന്ന നിലവാരമുള്ള ചിത്രങ്ങൾ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ ഇന്ത്യ വിക്ഷേപിച്ച ഭൗമ നിരീക്ഷണ ഉപഗ്രഹമാണ് EOS-4 എർത്ത് ഒബ്സർവേഷൻ സാറ്റലൈറ്റ് 4. ഇതിൻ്റെ മറ്റൊരു പേര് റിസാറ്റ് 1A. ഏഷ്യയിലെ ഏറ്റവും വലിയ ജൈവ CNG പ്ലാന്റ് നിലവിൽ വന്ന നഗരം ഇൻഡോർ, മധ്യപ്രദേശ്. ജൈവ CNG പ്ലാന്റ്, നാച്ചുറൽ ഗ്യാസ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വീടുകളിൽ ഇൻഡോറിലാണല്ലോ, അകത്താണല്ലോ ഇൻഡോറിൽ ഗ്യാസ്, നാച്ചുറൽ ഗ്യാസ്. ഇൻഡോർ, മധ്യപ്രദേശ്. CNG പ്ലാന്റ്. ഏഷ്യയിലെ ഏറ്റവും വലിയ ജൈവ CNG പ്ലാന്റ് നിലവിൽ വന്ന നഗരം ഇൻഡോർ, മധ്യപ്രദേശ്. ഏഷ്യയിലെ ഏറ്റവും വലിയ ജൈവ CNG പ്ലാന്റ് നിലവിൽ വന്ന നഗരം ഇൻഡോർ, മധ്യപ്രദേശ്. 12ാമത് പ്രസിഡൻഷ്യൽ ഫ്ലീറ്റ് റിവ്യൂവിന് വേദിയായ നഗരം വിശാഖപട്ടണമാണ്. 12ാമത് പ്രസിഡൻഷ്യൽ ഫ്ലീറ്റ് റിവ്യൂവിന് വേദിയായ നഗരം വിശാഖപട്ടണം. ഓൺലൈൻ റാപ്പിഡ് ചെസ്സിൽ ലോക 1ാം നമ്പർ താരം മാഗ്നസ് കാൾസനെ തോൽപ്പിച്ച ഇന്ത്യൻ യുവതാരമാണ് രമേഷ് ബാബു പ്രജ്ഞാനന്ദ. റാപ്പിഡ് ചെസ്സിൽ രമേഷ് ബാബു മാഗ്നസ് കാൾസനെ തോൽപ്പിച്ചു. റാപ്പിഡ് ചെസ് രമേഷ് ബാബു. ഓൺലൈൻ റാപ്പിഡ് ചെസ്സിൽ ലോക 1ാം നമ്പർ താരം മാഗ്നസ് കാൾസനെ തോൽപ്പിച്ച ഇന്ത്യൻ യുവതാരമാണ് രമേഷ് ബാബു പ്രജ്ഞാനന്ദ. ഇമ്പോർട്ടൻ്റ് ആണ്, അവനെ പ്രശംസിക്കണം. രമേഷ് ബാബു പ്രജ്ഞാനന്ദ. അടുത്ത പോയിന്റ്, ഇന്റർനാഷണൽ റബ്ബർ സ്റ്റഡി ഗ്രൂപ്പ് IRSG ചെയർമാനായി നിയമിതനായ വ്യക്തിയാണ് KN രാഘവൻ. ഈ സിനിമകളിലൊക്കെ പൊതുവെ അല്ലെങ്കിൽ ഇപ്പം നമ്മൾ കറണ്ട് അഫേഴ്സ് ഒക്കെ പഠിക്കുമ്പോൾ വലിയ സംരംഭങ്ങളുടെ അല്ലെങ്കിൽ വലിയ ഉയർന്ന പൊസിഷനിൽ ഇരിക്കുന്ന വ്യക്തികളുടെ പലരുടെയും പേരുകൾ രാഘവൻ എന്നുണ്ട്. എന്നാൽ സിനിമകളിലൊക്കെ നോക്കുമ്പോൾ രാഘവൻ എന്നുള്ള പേരുള്ളവർ പൊതുവെ റബ്ബർ വെട്ടുന്ന ചേട്ടന്മാർക്കും അതുപോലെ നമ്മുടെ മണിച്ചിത്രത്താഴി രാഘവോ എന്നൊക്കെ പറയുന്ന ആ പുള്ളിക്കൊക്കെ കൊടുക്കത്തുള്ളൂ. അത് സിനിമാക്കാരുടെ ഒരു പ്രത്യേകതയാണ്. ചില പേരുകളുണ്ടല്ലോ, കോൺസ്റ്റബിൾ ആണെങ്കിൽ കൊട്ടമ്പിള്ള, അങ്ങനെയൊക്കെ. അതുപോലെ രാഘവൻ എപ്പോഴും റബ്ബർ വെട്ടുന്ന ചേട്ടന്മാർക്കാണ് രാഘവൻ എന്ന് പേര് കൊടുക്കുന്നവർക്ക് റബ്ബറിനും രാഘവനുമായിട്ട് കണക്ട് ചെയ്യാലോ. ഇന്റർനാഷണൽ റബ്ബർ സ്റ്റഡി ഗ്രൂപ്പിന്റെ ചെയർമാനായി നിയമിതനായ വ്യക്തി KN രാഘവനാണ്. ഇനി അങ്ങോട്ട് നടക്കാൻ പോകുന്ന ഏതൊരു PSC പരീക്ഷയിലും കറണ്ട് അഫേഴ്സ് ചോദ്യങ്ങൾ വരുന്നത് 2021 ജനുവരി തൊട്ട് 2022 എന്നാണോ പരീക്ഷ നടക്കുന്നത് അതിനൊരു 2-3 മാസം മുമ്പ് വരെയുള്ള കറണ്ട് അഫേഴ്സ് ആയിരിക്കും. പിന്നെ ചോദിക്കുന്ന മാധ്യമങ്ങൾ അല്ലെങ്കിൽ ഏത് ഭാഗത്തു നിന്നാണ് ചോദിക്കുന്നതെന്ന് ചോദിച്ചാൽ PSC ബുള്ളറ്റിൽ നിന്നും പിന്നെ പത്രവാർത്തകളിൽ നിന്നായിരിക്കും കറണ്ട് അഫേഴ്സ് ചോദ്യങ്ങൾ വരുന്നത്. PSC പരീക്ഷ എഴുതുന്ന ഉദ്യോഗാർത്ഥികൾക്കറിയാം PSC ബുള്ളറ്റിലെ കറണ്ട് അഫേഴ്സ് എത്രമാത്രം പ്രാധാന്യമുള്ളതാണെന്ന്. അങ്ങനെ 2021 ജനുവരി തൊട്ട് 2022 ജൂലൈ വരെയുള്ള കംപ്ലീറ്റ് കറണ്ട് അഫേഴ്സ് PSC ബുള്ളറ്റിൽ നിന്നും അതുപോലെ മറ്റ് പ്രസിദ്ധീകരണങ്ങളിൽ നിന്നുള്ള കംപ്ലീറ്റ് കറണ്ട് അഫേഴ്സിൻ്റെ ഒരു കോഴ്സ് നമ്മൾ ഹിയർ ദ നോട്ട്സ് എന്ന ആപ്പിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. 2021 ജനുവരി തൊട്ട് 2022 ജൂലൈ വരെയുള്ള കംപ്ലീറ്റ് PSC ബുള്ളറ്റിൻ കറണ്ട് അഫേഴ്സ് വീഡിയോ ക്ലാസ് ആയിട്ടും അതുപോലെ ഒരു സ്പെസിഫിക് ഡിജിറ്റൽ ബുക്ക്ലെറ്റ് 2021 തൊട്ട് 2022 ജൂലൈ വരെയുള്ള കംപ്ലീറ്റ് കറണ്ട് അഫേഴ്സ് ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു ഡിജിറ്റൽ ബുക്ക്ലെറ്റും ആ ഒരു കോഴ്സിലുണ്ട്. പിന്നെ 2022 പത്രവാർത്തകളിൽ നിന്നുള്ള ഇപ്പോൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ആ ഒരു വീഡിയോ കറണ്ട് അഫേഴ്സ് വീഡിയോ ക്ലാസ്സും അതിനകത്ത് എക്സ്ട്രാ ആയിട്ട് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഇത്രയും സാധനം നിങ്ങൾ പഠിച്ചു പോകുകയാണെങ്കിൽ എന്തായാലും കറണ്ട് അഫേഴ്സിന് നിങ്ങൾക്ക് മുഴുവൻ മാർക്കം സ്കോർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ആ കോഴ്സ് വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു താല്പര്യമുള്ളവർ ഹിയർ ദ നോട്ട്സ് എന്ന ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് കോഴ്സ് വാങ്ങാവുന്നതാണ്. ആപ്പിൻ്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും ഇട്ടേക്കാം. താല്പര്യമുള്ളവർ ഇന്ന് തന്നെ വാങ്ങുക. എത്രയും പെട്ടെന്ന് കറണ്ട് അഫേഴ്സ് പഠിച്ചു തുടങ്ങുക. അടുത്ത പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർ ഫുൾ മാർക്ക് നിങ്ങൾക്ക് വാങ്ങാൻ സാധിക്കും ഈ ഒരു ഇത്രയും കാര്യങ്ങൾ പഠിച്ച് തീർക്കുകയാണെങ്കിൽ. ഓക്കെ. കേരള ചലച്ചിത്ര അക്കാദമിയുടെ പുതിയ വൈസ് ചെയർമാൻ പ്രേംകുമാർ. കേരള ചലച്ചിത്ര അക്കാദമിയുടെ പുതിയ വൈസ് ചെയർമാൻ പ്രേംകുമാറാണ്. എന്നോട് പറയാം, കേരള ചലച്ചിത്ര അക്കാദമിയിലെ പുതിയ വൈസ് ചെയർമാൻ പ്രേംകുമാർ. സ്പീഡിലാണ് പോകുന്നത്. പ്രവർത്തന മികവിന് സംസ്ഥാന സർക്കാരിൻ്റെ സ്വരാജ് പുരസ്കാരം നേടി ജില്ലാ പഞ്ചായത്ത് തിരുവനന്തപുരം, ഗ്രാമപഞ്ചായത്ത് മുളന്തുരുത്തി, ബ്ലോക്ക് പഞ്ചായത്ത് പെരുമ്പടപ്പ്. പ്രവർത്തന മികവിന് സംസ്ഥാന സർക്കാരിൻ്റെ സ്വരാജ് പുരസ്കാരം നേടി ജില്ലാ പഞ്ചായത്ത് തിരുവനന്തപുരം, ഗ്രാമപഞ്ചായത്ത് മുളന്തുരുത്തി, ബ്ലോക്ക് പഞ്ചായത്ത് പെരുമ്പടപ്പ്. അടുത്ത പോയിന്റ്,
ലോകത്തെ ആദ്യത്തെ പ്ലാന്റ് ബേസ്ഡ് COVID-19 വാക്സിൻ കോവിഫെൻസ് കാനഡയുടെ കോവിഫെൻസ് ആണ് ലോകത്തെ ആദ്യത്തെ പ്ലാന്റ് ബേസ്ഡ് COVID-19 വാക്സിൻ. ലോകത്തെ ആദ്യത്തെ പ്ലാന്റ് ബേസ്ഡ് COVID-19 വാക്സിൻ കോവിഫെൻസ് കാനഡ. US മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ സ്വന്തം സമൂഹ മാധ്യമ ആപ്പാണ് ട്രൂത്ത് സോഷ്യൽ. ട്രംപിന്റെ സോഷ്യൽ മീഡിയ ആപ്പ് ട്രൂത്ത് സോഷ്യൽ. ട്രംപിന്റെ ട്രൂത്ത് സോഷ്യൽ. ഓക്കെ, ട്രംപിനെ ട്വിറ്ററിൽ നിന്നൊക്കെ ഇടയ്ക്ക് ബ്ലോക്ക് ചെയ്ത് വലിയ വിവാദം ആയിരുന്നല്ലോ കഴിഞ്ഞ പ്രാവശ്യത്തെ പ്രസിഡൻഷ്യൽ ഇലക്ഷൻ തോറ്റതിൻ്റെ ആ ഒരു സമയമൊക്കെ ആയപ്പോൾ. ബെയ്ജിംഗ് വേദിയായ 24ാമത് ശൈത്യകാല ഒളിമ്പിക്സിൽ ജേതാക്കളായ രാജ്യം നോർവേയാണ്. ശൈത്യകാല ഒളിമ്പിക്സ്, വിന്റർ ആകുമ്പോൾ മഞ്ഞൊക്കെ വീണ് എങ്ങോട്ടും പോകാൻ പറ്റാതെ വീട്ടിൽ തന്നെ ഇരിക്കേണ്ടി വരും. നോ എങ്ങോട്ടും പോകാൻ പറ്റത്തില്ല. അപ്പോൾ വിന്റർ ഒളിമ്പിക്സ് നോർവേ ആയിട്ട് കണക്ട് ചെയ്യാമല്ലോ. 24ാമത് ശൈത്യകാല ഒളിമ്പിക്സിൽ ജേതാക്കളായ രാജ്യം നോർവേയാണെന്ന് അറിഞ്ഞിരിക്കുക. അടുത്ത പോയിന്റ്, പാകിസ്ഥാനിലെ രണ്ടാമത്തെ പരമോന്നത ബഹുമതിയായ ഹിലാൽ ഇ പാകിസ്ഥാൻ ലഭിച്ച വ്യക്തിയാണ് ബിൽ ഗേറ്റ്സ്. പാകിസ്ഥാനിലെ രണ്ടാമത്തെ പരമോന്നത ബഹുമതിയായ ഹിലാൽ ഇ പാകിസ്ഥാൻ ബിൽ ഗേറ്റ്സിന് ലഭിച്ചു. ഹിലാൽ ഇ പാകിസ്ഥാൻ ബിൽ ഗേറ്റ്സ്. ഈ വർഷത്തെ ആഫ്രിക്കൻ യൂണിയൻ ഉച്ചകോടിക്ക് വേദിയായ നഗരം ബ്രസൽസ് ആണ്. ആഫ്രിക്കൻ യൂണിയൻ ഉച്ചകോടിക്ക് വേദിയായ നഗരം ബ്രസൽസ് ആണെന്ന് അറിഞ്ഞിരിക്കുക. ATP സിംഗിൾസ് റാങ്കിങ്ങിൽ ലോക ഒന്നാം നമ്പർ താരമായ റഷ്യൻ ടെന്നീസ് താരമാണ് ഡാനിൽ മെദ്വദേവ്. ATP സിംഗിൾസ് റാങ്കിങ്ങിൽ ഡാനിൽ മെദ്വദേവ് ഒന്നാം നമ്പർ താരമായി. റഷ്യൻ താരമാണ്. ഒന്നുകൂടെ പറയാം, ATP സിംഗിൾസ് റാങ്കിങ്ങിൽ ലോക ഒന്നാം നമ്പർ താരമായി മാറിയ റഷ്യൻ താരമാണ് ഡാനിൽ മെദ്വദേവ്. ഈ വർഷത്തെ UEFA ചാമ്പ്യൻസ് ലീഗിൻ്റെ ഫൈനലിൻ്റെ വേദി പാരീസാണ്. യുവാക്കൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു പ്രണയ നഗരമാണല്ലോ ഈ പാരീസ് എന്ന് പറയുന്നത്. യുവാക്കൾ പാരീസ്, പാരീസ് കണക്ട് ചെയ്യാമല്ലോ. ഈ വർഷത്തെ UEFA ചാമ്പ്യൻസ് ലീഗിൻ്റെ ഫൈനലിൻ്റെ പുതിയ വേദി പാരീസ് ആണെന്ന് അറിഞ്ഞിരിക്കുക. ഈ സീസണിലെ ഇംഗ്ലീഷ് ലീഗ് കപ്പ് ഫുട്ബോൾ കിരീടം നേടിയ ക്ലബ്ബ് ലിവർപൂളാണ്. 2022 ലിവർപൂൾ. ഈ സീസണിലെ ഇംഗ്ലീഷ് ലീഗ് കപ്പ് ഫുട്ബോൾ കിരീടം നേടിയ ക്ലബ്ബ് ലിവർപൂൾ. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ലിവർപൂൾ. ഓക്കെ, ഉക്രൈനിൽ കുടുങ്ങിയ ഇന്ത്യൻ പൗരന്മാരെ തിരിച്ചെത്തിക്കുന്നതിനായിട്ടുള്ള ഇന്ത്യയുടെ രക്ഷാദൗത്യമാണ് ഓപ്പറേഷൻ ഗംഗ. റെയിൻ പെയ്താൽ, മഴ പെയ്താൽ ഗംഗയിൽ ഒത്തിരി വെള്ളം നിറയുമല്ലോ. അപ്പോൾ റെയിനും ഗംഗയുമായിട്ട് കണക്ട് ചെയ്യാമല്ലോ. ഉക്രൈനിൽ കുടുങ്ങിയ ഇന്ത്യൻ പൗരന്മാരെ തിരിച്ചെത്തിക്കുന്നതിനായിട്ടുള്ള ഇന്ത്യയുടെ രക്ഷാദൗത്യമാണ് ഓപ്പറേഷൻ ഗംഗ. 2023 രാജ്യാന്തര ഒളിമ്പിക് കമ്മിറ്റിയുടെ വാർഷിക സമ്മേളനത്തിന് വേദിയാകുന്ന ഇന്ത്യൻ നഗരം മുംബൈയാണ്. 2023 രാജ്യാന്തര ഒളിമ്പിക് കമ്മിറ്റിയുടെ വാർഷിക സമ്മേളനത്തിന് വേദിയാകുന്ന ഇന്ത്യൻ നഗരം മുംബൈ. ഒന്നുകൂടെ പറയാം, 2023 രാജ്യാന്തര ഒളിമ്പിക് കമ്മിറ്റിയുടെ വാർഷിക സമ്മേളനത്തിന് വേദിയാകുന്ന ഇന്ത്യൻ നഗരം മുംബൈയാണ്. 2020 ക്രിക്കറ്റ് പരമ്പരയിൽ പുറത്താകാതെ തുടർച്ചയായ 3 മത്സരങ്ങളിൽ അർദ്ധശതകം നേടുന്ന ആദ്യ ഇന്ത്യൻ താരം ശ്രേയസ് അയ്യരാണ്. അവൻ്റെ ശ്രേയസ് ഭയങ്കരമായിട്ട് ഉയർന്നല്ലേ, അർദ്ധശതകം തുടർച്ചയായി 3 മത്സരങ്ങളിൽ നേടിയപ്പോൾ. 2020 ക്രിക്കറ്റ് പരമ്പരയിൽ പുറത്താകാതെ തുടർച്ചയായ 3 മത്സരങ്ങളിൽ അർദ്ധശതകം നേടുന്ന ആദ്യ ഇന്ത്യൻ താരം ശ്രേയസ് അയ്യർ. 5000 മത്സരങ്ങൾ പൂർത്തിയാക്കിയ ഇന്ത്യൻ ആഭ്യന്തര ക്രിക്കറ്റ് ടൂർണമെന്റാണ് രഞ്ജി ട്രോഫി. 5000 മത്സരങ്ങൾ പൂർത്തിയാക്കി. 5000 മത്സരങ്ങൾ പൂർത്തിയാക്കിയ ഇന്ത്യൻ ആഭ്യന്തര ക്രിക്കറ്റ് ടൂർണമെന്റാണ് രഞ്ജി ട്രോഫി. വിദ്യാർത്ഥികളുടെ നൈപുണ്യ വികസനത്തിനായി തമിഴ്നാട് സർക്കാർ തുടക്കമിട്ട പദ്ധതിയാണ് നാൻ മുതൽവൻ. തമിഴ്നാടാണ് പേരിൽ നിന്ന് കണക്ട് ചെയ്യാമല്ലോ, തമിഴ്നാടാണെന്ന്. നാൻ മുതൽവൻ. വിദ്യാർത്ഥികളുടെ നൈപുണ്യ വികസനത്തിനായി തമിഴ്നാട് തുടക്കമിട്ട പദ്ധതിയാണ് നാൻ മുതൽവൻ. വൈഷ്ണവൻ ട്രസ്റ്റിന്റെ പ്രഥമ വൈഷ്ണവം സാഹിത്യ പുരസ്കാരം നേടി നിരൂപകയാണ് M. ലീലാവതി. എല്ലാം വിഷ്ണുവിൻ്റെ ലീലയാണ് എന്നോർത്ത്. വിഷ്ണു, ലീല, വൈഷ്ണവം, ലീലാവതി. വൈഷ്ണവൻ ട്രസ്റ്റിന്റെ പ്രഥമ വൈഷ്ണവം സാഹിത്യ പുരസ്കാരം നേടിയ നിരൂപക ഡോക്ടർ M. ലീലാവതി. സിനിമയിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള 2020 ജെ.സി. ഡാനിയൽ പുരസ്കാരം നേടിയ ഗായകൻ P. ജയചന്ദ്രനാണ്. 2020 ജെ.സി. ഡാനിയൽ പുരസ്കാരം ലഭിച്ചത് P. ജയചന്ദ്രൻ. 2020 ജെ.സി. ഡാനിയൽ പുരസ്കാരം P. ജയചന്ദ്രൻ. വ്യോമസേനയുടെ വെസ്റ്റേൺ കമാൻഡിൻ്റെ മേധാവിയായി നിയമിതനായ മലയാളിയാണ് എയർ മാർഷൽ ശ്രീകുമാർ പ്രഭാകരൻ. ഇമ്പോർട്ടൻ്റ് ആണ്. വ്യോമസേനയുടെ വെസ്റ്റേൺ കമാൻഡിൻ്റെ മേധാവിയായി നിയമിതനായ മലയാളി എയർ മാർഷൽ ശ്രീകുമാർ പ്രഭാകരൻ. എന്നോട് പറയാം, വ്യോമസേനയുടെ വെസ്റ്റേൺ കമാൻഡിൻ്റെ മേധാവിയായി നിയമിതനായ മലയാളി എയർ മാർഷൽ ശ്രീകുമാർ പ്രഭാകരൻ. അടുത്ത പോയിന്റ്, ഗുരുവായൂർ ദേവസ്വം ബോർഡിൻ്റെ 2022 ജ്ഞാനപ്പാന പുരസ്കാരത്തിന് അർഹനായ കവിയാണ് ജയകുമാർ. ഗുരുവായൂർ ദേവസ്വം ബോർഡിൻ്റെ 2022 ജ്ഞാനപ്പാന പുരസ്കാരം ജയകുമാർ. 2022 ജ്ഞാനപ്പാന പുരസ്കാരം K. ജയകുമാർ. ഗുരുവായൂർ ദേവസ്വം ബോർഡിൻ്റെ 2022 ജ്ഞാനപ്പാന പുരസ്കാരം K. ജയകുമാർ. സംസ്ഥാന സർക്കാരിൻ്റെ സ്ത്രീ ശാക്തീകരണ പദ്ധതിയുടെ ഭാഗമായി ചലച്ചിത്ര വികസന കോർപ്പറേഷൻ നിർമ്മിച്ച ചിത്രമാണ് നിഷിദ്ധോ. സംസ്ഥാന സർക്കാരിൻ്റെ സ്ത്രീ ശാക്തീകരണ പദ്ധതിയുടെ ഭാഗമായി ചലച്ചിത്ര വികസന കോർപ്പറേഷൻ നിർമ്മിച്ച ചിത്രത്തിൻ്റെ പേര് നിഷിദ്ധോ. എന്നോട് പറയാം, സംസ്ഥാന സർക്കാരിൻ്റെ സ്ത്രീ ശാക്തീകരണം സംസ്ഥാന സർക്കാരിൻ്റെ സ്ത്രീ ശാക്തീകരണം പദ്ധതിയുടെ ഭാഗമായി ചലച്ചിത്ര വികസന കോർപ്പറേഷൻ നിർമ്മിച്ച ചിത്രം നിഷിദ്ധോ. ഓർത്തിരിക്കുക. ഒറ്റപ്പെട്ടു പോയ വയോജനങ്ങൾക്ക് സഹായത്തിനായി കേരള പോലീസ് തുടങ്ങിയ പദ്ധതിയാണ് പ്രശാന്തി. വയോജനങ്ങൾക്ക് ശാന്തിയാണല്ലോ ആവശ്യം. വയസ്സായ കാലത്ത് അവർക്ക് കുറച്ച് സമാധാനം ശാന്തിയും കൊടുക്കണം. അപ്പോൾ ശാന്തി, വയസ്സായവർക്ക് കേരള പോലീസിൻ്റെ പദ്ധതി ശാന്തി. ഒറ്റപ്പെട്ടു പോയ വയോജനങ്ങൾക്ക് സഹായത്തിനായി കേരള പോലീസ് തുടങ്ങിയ പദ്ധതിയാണ് പ്രശാന്തി. ഉക്രൈനിലെ റഷ്യൻ ആക്രമണങ്ങളിൽ തകർന്ന ലോകത്തെ ഏറ്റവും വലിയ ചരക്കു വിമാനമാണ് എംറിയ ആന്റോനോവ് AN-225.
ഉക്രൈനിലെ റഷ്യൻ ആക്രമണങ്ങളിൽ തകർന്ന ലോകത്തിലെ ഏറ്റവും വലിയ ചരക്ക് വിമാനമാണ് എംബ്രിയ ആന്റനോ AN 225. 2031 പ്രവർത്തനം അവസാനിപ്പിക്കാൻ നാസ തീരുമാനിച്ച ബഹിരാകാശ സംരംഭമാണ് ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ. വർഷം ഓർത്തിരിക്കുക, 2031 നാസ ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ പ്രവർത്തനം അവസാനിപ്പിക്കും. 2031. മഞ്ഞുപാളികളുടെ സംരക്ഷണത്തിനായി സാന്റിയാഗോ ഗ്ലേസിയേഴ്സ് നാഷണൽ പാർക്ക് നിർമ്മിക്കുന്ന രാജ്യം ചിലി. സാന്റിയാഗോ ഗ്ലേസിയേഴ്സ് നാഷണൽ പാർക്ക് ചിലി. ഓർത്തിരിക്കുക, സാന്റിയാഗോ ഗ്ലേസിയേഴ്സ് നാഷണൽ പാർക്ക് ചിലി. തായ്ലൻഡിലെ കോ സാമുയോയിൽ ഹൃദയാഘാതത്തെ തുടർന്ന് അന്തരിച്ച വിഖ്യാത ക്രിക്കറ്റ് താരമാണ് ഷെയ്ൻ വോൺ. ഷെയ്ൻ വോൺ അന്തരിച്ചത് തായ്ലൻഡിൽ വെച്ചാണ്. ഓസ്ട്രേലിയൻ കളിക്കാരനാണ് ഷെയ്ൻ വോൺ. ഷെയ്ൻ വോൺ തായ്ലാൻഡിൽ വെച്ച് ഹൃദയാഘാതത്തെ തുടർന്ന് അന്തരിച്ചു. ഈ വർഷത്തെ വനിതാ ഏകദിന ക്രിക്കറ്റ് ലോകകപ്പിന് വേദിയാകുന്ന രാജ്യം ന്യൂസിലൻഡാണ്. വനിതാ ഏകദിന ക്രിക്കറ്റ് ലോകകപ്പിന് വേദിയായ രാജ്യം ന്യൂസിലൻഡ്. ഈ വർഷം 2022 വനിതാ ഏകദിന ക്രിക്കറ്റ് ലോകകപ്പ് ന്യൂസിലൻഡ്. 6 ലോകകപ്പ് ക്രിക്കറ്റ് ടൂർണമെന്റുകളിൽ പങ്കെടുത്ത ആദ്യ വനിതാ താരം മിത്താലി രാജാണ്. 6 ലോകകപ്പ് ക്രിക്കറ്റ് ടൂർണമെന്റുകളിൽ പങ്കെടുത്ത ആദ്യ വനിതാ താരം. 6 ലോകകപ്പ് ക്രിക്കറ്റ് ടൂർണമെന്റുകളിൽ പങ്കെടുത്ത ആദ്യ വനിതാ താരം മിത്താലി രാജാണെന്ന് ഓർത്തിരിക്കുക. ടെസ്റ്റ് ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റ് വീഴുന്ന രണ്ടാമത്തെ ഇന്ത്യൻ ബോളർ എന്ന നേട്ടം കൈവരിച്ചത് രവിചന്ദ്രൻ അശ്വിനാണ്. അശ്വിൻ ടെസ്റ്റ് ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റ് വീഴുന്ന രണ്ടാമത്തെ ഇന്ത്യൻ ബോളർ. എന്നോട് പറയാം, ടെസ്റ്റ് ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റ് വീഴുന്ന രണ്ടാമത്തെ ഇന്ത്യൻ ബോളറാണ് അശ്വിൻ. ഇന്ത്യൻ വ്യോമസേനയുടെ വായു ശക്തി അഭ്യാസത്തിന് വേദിയായ സ്ഥലം ഏതെന്ന് ചോദിക്കാം. രാജസ്ഥാനിലെ പൊഖ്രാനാണ്. ഇന്ത്യൻ വ്യോമസേനയുടെ വായുശക്തി അഭ്യാസം നടന്നത് രാജസ്ഥാനിലെ പൊഖ്രാനിലാണ്. ഇന്ത്യയും ജപ്പാനും ചേർന്ന് സംഘടിപ്പിച്ച സംയുക്ത സൈനിക അഭ്യാസത്തിൻ്റെ പേര് ധർമ്മ ഗാർഡിയൻ 2022. അമ്മ ഇപ്പോൾ എന്തെങ്കിലും നമ്മുടെയൊക്കെ അമ്മമാർ എന്തെങ്കിലും ഒക്കെ സാധനങ്ങൾ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ അനിയന്മാർ അനിയത്തിമാർ എടുത്തുകൊണ്ട് പോകാതിരിക്കും നമ്മളതിന് ഗാർഡിയനായിട്ട് നിൽക്കുമെന്ന് ഓർത്തേ. ഗാർഡിയൻ എന്തെങ്കിലും പാനിനകത്ത് ചൂടാക്കി ഉണ്ടാക്കുമ്പോൾ പാൻ, ജപ്പാൻ, ഗാർഡിയൻ കണക്ട് ചെയ്യാമല്ലോ. ഇന്ത്യയും ജപ്പാനും ചേർന്ന് സംഘടിപ്പിച്ച സംയുക്ത സൈനിക അഭ്യാസത്തിൻ്റെ പേരാണ് ധർമ്മ ഗാർഡിയൻ. ഇതുപോലത്തെ സൈനിക അഭ്യാസത്തിൽ എന്തെങ്കിലും നിങ്ങളുടേതായ രീതിയിലാണെങ്കിലും ഒരു കോഡ് ഇട്ട് പഠിച്ച് വെച്ചോണം. കാരണം പല രാജ്യങ്ങൾ ഉള്ളതുകൊണ്ട് നമ്മൾ മറന്നുപോകും. ഇന്ത്യ ജപ്പാനാണ് ധർമ്മ ഗാർഡിയൻ 2022. 2021 ഒക്ടോബർ ഡിസംബർ ത്രൈമാസത്തിൽ GDP ഇന്ത്യയുടെ വളർച്ചാ നിരക്ക് 5.4%. 2021 ഒക്ടോബർ ഡിസംബർ മാസത്തിലെ ഇന്ത്യയുടെ വളർച്ചാ നിരക്ക് 5.4%. അതങ്ങനെ ചോദിക്കാൻ സാധ്യതയില്ല. ഡിജിറ്റൽ ഇടപാടുകൾ സംബന്ധിച്ച സഹായ പരിഹാരങ്ങൾക്കായി റിസർവ് ബാങ്ക് പുറത്തിറക്കിയ ഹെൽപ്പ് ലൈൻ സംവിധാനമാണ് ഡിജി സാത്തി. ഡിജി എന്ന് പറഞ്ഞാൽ തന്നെ ഡിജിറ്റലുമായിട്ട് ബന്ധപ്പെട്ടതാണല്ലോ. സാത്തി ഒരു സഹായകൻ. ഡിജിറ്റൽ ഇടപാടുകൾക്ക് സഹായിക്കാൻ വേണ്ടി ഗവൺമെൻറ്റിൻ്റെ ഡിജി സാത്തി. ഡിജിറ്റൽ ഇടപാടുകൾ സംബന്ധിച്ച സംശയ പരിഹാരങ്ങൾക്കായി റിസർവ് ബാങ്ക് പുറത്തിറക്കിയ ഹെൽപ്പ് ലൈൻ സംവിധാനമാണ് ഡിജി സാത്തി. സെബിയുടെ അധ്യക്ഷ സ്ഥാനത്തെത്തുന്ന ആദ്യ വനിതയാണ് മാധബി പുരി ബിച്ച് ആണ് സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. സെബിയുടെ അധ്യക്ഷ സ്ഥാനത്തെത്തുന്ന ആദ്യ വനിത. ഇമ്പോർട്ടൻ്റ് ആണ്. സെബിയുടെ അധ്യക്ഷ സ്ഥാനത്തെത്തുന്ന ആദ്യ വനിത മാധബി പുരി ബിച്ച്. സെബിയുടെ അധ്യക്ഷ സ്ഥാനത്ത് ആദ്യ വനിത മാധബി പുരി ബിച്ച്. മൈക്രോസോഫ്റ്റിൻ്റെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഡേറ്റാ സെൻറ്റർ നിലവിൽ വരുന്ന നഗരം ഹൈദരാബാദാണ്. മൈക്രോസോഫ്റ്റിൻ്റെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഡേറ്റാ സെൻറ്റർ നിലവിൽ വരുന്നത് ഹൈദരാബാദിലാണെന്ന് ഓർത്തിരിക്കുക. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ബോസ്റ്റിംഗ് ആർച്ച് പാലം നിലവിൽ വരുന്ന സ്ഥലം വലിയഴീക്കൽ, ആലപ്പുഴ. ഇങ്ങനെ വളഞ്ഞുള്ള സംഭവമില്ല. അതാണ് ഈ ബോസ്റ്റിംഗ് ആർച്ച് പാലം എന്ന് പറയുന്നത്. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ബോസ്റ്റിംഗ് ആർച്ച് പാലം നിലവിൽ വന്നത് വലിയഴീക്കൽ, ആലപ്പുഴ. ഒന്നുകൂടെ പറയാം, ദക്ഷിണേന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ബോസ്റ്റിംഗ് ആർച്ച് പാലം നിലവിൽ വന്ന സ്ഥലം വലിയഴീക്കൽ, ആലപ്പുഴ. CPM സംസ്ഥാന സെക്രട്ടറിയായി വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ട നേതാവ് കോടിയേരി ബാലകൃഷ്ണൻ. CPM സംസ്ഥാന സെക്രട്ടറിയായി വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ട നേതാവ് കോടിയേരി ബാലകൃഷ്ണനാണെന്ന് ഓർത്തിരിക്കുക. മുസ്ലിം ലീഗിൻ്റെ പുതിയ സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളാണ്. എൻ്റെ ഒരു ഫ്രണ്ടുണ്ട് സാദിഖ് അലി എന്ന് പറഞ്ഞ പുള്ളി. ആദ്യം മുസ്ലിം ലീഗ് ആയിരുന്നു, പിന്നെ ഇപ്പോൾ വേറൊരു പാർട്ടിയിലേക്ക് മാറി. അപ്പോൾ എനിക്ക് മുസ്ലിം ലീഗ് എന്ന് പറയുമ്പോൾ ആദ്യമേ സാദിഖ് അലി ഓർമ്മ വരുന്നുണ്ട്. എനിക്ക് ഒറ്റയടിക്ക് ഈ പോയിന്റ് ഓർമ്മ നിൽക്കും. മുസ്ലിം ലീഗിൻ്റെ പുതിയ സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ. ഞാനിങ്ങനെ പറഞ്ഞത് എൻ്റെ ഫ്രണ്ട് ആയതുകൊണ്ട് നിങ്ങൾ ഓർത്തണം. സാദിഖ് അലി ശിഹാബ് തങ്ങൾ, മുസ്ലിം ലീഗിൻ്റെ പുതിയ സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ. കേരള സാഹിത്യ അക്കാദമിയുടെ പുതിയ പ്രസിഡന്റ് K സച്ചിദാനന്ദനാണ്. കേരള സാഹിത്യ, ആദ്യത്തെ വാക്ക് ക, രണ്ടാമത്തെ വാക്ക് സ, വാക്ക് തുടങ്ങുന്ന അക്ഷരം സ. അതുപോലെ തന്നെ K സച്ചിദാനന്ദനെയും ആദ്യത്തെ അക്ഷരം ക, സച്ചിദാനന്ദൻ്റെ സ. അപ്പോൾ രണ്ട് അക്ഷരങ്ങൾ വെച്ചൊന്ന് കണക്ട് ചെയ്യാമല്ലോ ചെറുതായിട്ട്. കേരള സാഹിത്യ K സച്ചിദാനന്ദൻ. കേരള സാഹിത്യ അക്കാദമിയുടെ പുതിയ പ്രസിഡന്റ് K സച്ചിദാനന്ദൻ. മൈക്രോസോഫ്റ്റ് മോസ്റ്റ് വാല്യുബിൾ പ്രൊഫഷണൽ പുരസ്കാരം നേടിയ മലയാളി മുഹമ്മദ് അൽഫാനാണ്. ഈ അൽ എന്ന് കേൾക്കുമ്പോൾ തന്നെ അൽഫ അല്ലെങ്കിൽ അത്രയും വരുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരുന്ന വാക്ക് എന്താണ്? അൽഫാം ആയിരിക്കുമല്ലോ. എൻ്റെ മനസ്സിലേക്ക് അൽഫാമാണ് ആദ്യം വരുന്നത്. അപ്പോൾ ഏറ്റവും വാല്യുബിളായിട്ട് നമ്മുടെയൊക്കെ മനസ്സിലേക്ക് അൽഫ എന്ന് കേൾക്കുമ്പോൾ തന്നെ അൽഫാം ആയിരിക്കും വരുന്നത്. പക്ഷേ മൈക്രോസോഫ്റ്റിൻ്റെ മോസ്റ്റ് വാല്യുബിളായിട്ട് വരുന്നത് അൽഫാനാണ്. മൈക്രോസോഫ്റ്റിൻ്റെ മോസ്റ്റ് വാല്യുബിൾ പ്രൊഫഷണൽ പുരസ്കാരം നേടിയ മലയാളി മുഹമ്മദ് അൽഫാൻ. മൈക്രോസോഫ്റ്റിൻ്റെ മോസ്റ്റ് വാല്യുബിൾ പ്രൊഫഷണൽ പുരസ്കാരം നേടിയ മലയാളി മുഹമ്മദ് അൽഫാൻ. 2022 മികച്ച ചലച്ചിത്രത്തിനുള്ള ബാഫ്ത അവാർഡ് നേടിയ സിനിമ ബ്രിട്ടീഷ് അക്കാദമി ഓഫ് ഫിലിം ആൻഡ് ടെലിവിഷൻ ആർട്സ് ആണ്. ബാഫ്ത 2022 മികച്ച ചലച്ചിത്രത്തിനുള്ള ബാഫ്ത പുരസ്കാരം നേടിയത് ദി പവർ ഓഫ് ദി ഗോഡ്. ദി പവർ ഓഫ് ദ ഗോഡ് അല്ല, ഡോഗ്. ദ പവർ ഓഫ് ദ ഡോഗ്. 2022 മികച്ച ചലച്ചിത്രം ബാഫ്ത ദി പവർ ഓഫ് ദ ഡോഗ്. ഓക്കെ, ഈ വർഷത്തെ രാജ്യാന്തര ഗണിത ദിനം, അതായത് മാർച്ച് 14 പ്രമേയം മാത്തമാറ്റിക്സ് യുണൈറ്റ്സ്. 2022 ആണല്ലോ, എല്ലാ രണ്ടുകളും ഒരുമിച്ച ഒരു വർഷമല്ലേ 2022. അപ്പം മാത്തമാറ്റിക്സും അതുപോലെ ഒരുമിച്ച്, മാത്തമാറ്റിക്സ് യുണൈറ്റ്സ്. 2022 ഗണിത ദിനത്തിൻ്റെ പ്രമേയം മാത്തമാറ്റിക്സ് യുണൈറ്റ്സ്. മാർച്ച് 14 ഈ വർഷത്തെ ഗണിത ദിനം അല്ലെങ്കിൽ ഗണിത ദിനം.
ഹംഗറിയുടെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ വനിതയാണ് കാറ്റലിൻ നോവാക്. ഹംഗറി എന്ന വാക്ക് വിശപ്പ് ആയിട്ട് കണക്ട് ആവുമല്ലോ. ഹംഗറി വിശപ്പ് വന്നാൽ നമുക്ക് വാക്കൊന്നും പുറത്തേക്ക് വരത്തില്ല, മൊത്തം ദേഷ്യമായിരിക്കില്ല, എന്തെങ്കിലും പിന്നെ കഴിച്ചാൽ മാത്രമേ ദേഷ്യം മാറത്തുള്ളൂ. അപ്പോൾ ഹംഗറി ആയാൽ വാക്കൊന്നും പുറത്തു വരത്തില്ല. ഹംഗറിയുടെ പ്രസിഡന്റ് നോവാക്, കാറ്റലിൻ നോവാക്. ഹംഗറിയുടെ പ്രസിഡന്റ് കാറ്റലിൻ നോവാക്. ഹംഗറിയുടെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ വനിതയാണ് കാറ്റലിൻ നോവാക്. ഇന്ത്യൻ എയർഫോഴ്സ് അക്കാദമിയുടെ പുതിയ കമാൻഡന്റാണ് എയർ മാർഷൽ ബി ചന്ദ്രശേഖർ. ഇന്ത്യൻ എയർഫോഴ്സ് എയറിലാണല്ലോ, ആകാശത്താണല്ലോ ചന്ദ്രൻ ഇരിക്കുന്നത്, നമ്മുടെ മൂൺ. ഇപ്പോൾ ചന്ദ്രനും എയറുമായിട്ട് കണക്ട് ചെയ്യാമല്ലോ. ഇന്ത്യൻ എയർഫോഴ്സ് അക്കാദമിയുടെ പുതിയ കമാൻഡന്റ് ചന്ദ്രശേഖർ, എയർ മാർഷൽ ബി ചന്ദ്രശേഖർ. ഇന്ത്യൻ എയർഫോഴ്സ് അക്കാദമിയുടെ പുതിയ കമാൻഡന്റ് എയർ മാർഷൽ ബി ചന്ദ്രശേഖർ. വനിതാ ലോകകപ്പ് ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ ക്യാപ്റ്റനായതിനുള്ള റെക്കോർഡ് നേടിയ താരം മിത്താലി രാജാണ്. വനിതാ ലോകകപ്പ് ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ ക്യാപ്റ്റനായതിനുള്ള റെക്കോർഡ് നേടിയ താരം മിത്താലി രാജാണെന്ന് ഓർത്തിരിക്കുക. അടുത്ത പോയിന്റ്, ലോകത്തിലെ ഏറ്റവും വലുപ്പമേറിയ സോളാർ പാനൽ എന്ന ഗിന്നസ് റെക്കോർഡ് നേടിയ സോളാർ ട്രീ സ്ഥിതി ചെയ്യുന്ന നഗരം ലുധിയാന, പഞ്ചാബ്. പഞ്ചാബിലെ ലുധിയാനയിലാണ് ലോകത്തിലെ ഏറ്റവും വലുപ്പമേറിയ സോളാർ പാനൽ എന്ന ഗിന്നസ് റെക്കോർഡ് നേടിയ സോളാർ ട്രീ സ്ഥിതി ചെയ്യുന്നത്. ഒന്നുകൂടെ പറയാം, ലോകത്തിലെ ഏറ്റവും വലുപ്പമേറിയ സോളാർ പാനൽ എന്ന ഗിന്നസ് റെക്കോർഡ് നേടിയ സോളാർ ട്രീ സ്ഥിതി ചെയ്യുന്ന നഗരം ലുധിയാന, പഞ്ചാബ്. 2022 ദേശീയ വാക്സിനേഷൻ ദിനത്തിൻ്റെ പ്രമേയം വാക്സിൻസ് വർക്ക് ഫോർ ഓൾ എന്നാണ്. 2022 ദേശീയ വാക്സിനേഷൻ ദിനത്തിൻ്റെ പ്രമേയം വാക്സിൻസ് വർക്ക് ഫോർ ഓൾ. 2022 ദേശീയ വാക്സിനേഷൻ ദിനത്തിൻ്റെ പ്രമേയം. അടുത്ത പോയിന്റ്, ഇന്ത്യയിൽ 12 മുതൽ 14 വയസ്സ് ഉള്ള കുട്ടികൾക്ക് നൽകുന്ന കോവിഡ് പ്രതിരോധ വാക്സിനാണ് കോർബിവാക്സ് വാക്സിൻ. കോർബിവാക്സ് പേര് ഓർത്തിരിക്കുക. ഇന്ത്യയിൽ 12 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നൽകുന്ന കോവിഡ് വാക്സിനാണ് കോർബിവാക്സ്. എയർ ഇന്ത്യയുടെ പുതിയ ചെയർമാനായി നിയമിതനായ വ്യക്തിയാണ് എൻ ചന്ദ്രശേഖരൻ. അവിടെയും എയറുമായിട്ട് ചന്ദ്രനെ കണക്ട് ചെയ്യാം. എയർ ഇന്ത്യയുടെ പുതിയ ചെയർമാനായി നിയമിതനായ വ്യക്തി എൻ ചന്ദ്രശേഖരൻ. ഇന്ത്യയിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് റോബോട്ടിക്സ് ടെക്നോളജി പാർക്ക് ആർട്ട് പാർക്ക് നിലവിൽ വന്ന നഗരം ബാംഗ്ലൂരു, കർണാടകയിലാണ്. കർണാടകയിലെ ബാംഗ്ലൂരുവിലാണ് ആർട്ട് പാർക്ക്, ഇന്ത്യയിലെ ആദ്യത്തെ ആർട്ട് പാർക്ക്, അതായത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് റോബോട്ടിക്സ് ടെക്നോളജി പാർക്ക് നിലവിൽ വന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ ആർട്ട് പാർക്ക് നിലവിൽ വന്നത് കർണാടകയിലെ ബാംഗ്ലൂരുവിലാണ്. ഇന്ത്യയിൽ ആദ്യമായി ക്രോപ്പ് ഡൈവേഴ്സിഫിക്കേഷൻ ഇൻഡെക്സ് പുറത്തിറക്കിയ സംസ്ഥാനം തെലങ്കാന. ക്രോപ്പ് ഡൈവേഴ്സിഫിക്കേഷൻ ഇൻഡെക്സ് ഇന്ത്യയിൽ ആദ്യമായി പുറത്തിറക്കിയത് തെലങ്കാനയാണ്. ഇന്ത്യയിൽ ആദ്യമായി ക്രോപ്പ് ഡൈവേഴ്സിഫിക്കേഷൻ ഇൻഡെക്സ് പുറത്തിറക്കിയ സംസ്ഥാനം തെലങ്കാനയാണെന്ന് ഓർത്തിരിക്കുക. ആസാദി കാ അമൃത് മഹോത്സവത്തിന്റെ ഭാഗമായി മഹാത്മാഗാന്ധിയുടെ പേരിലുള്ള ഗ്രീൻ ട്രയാങ്കിൾ അനാച്ഛാദനം ചെയ്യപ്പെട്ട വിദേശ രാജ്യം മഡഗാസ്കറാണ്. മഹാത്മാഗാന്ധി എന്ന വാക്ക് ആരംഭിക്കുന്നത് മായനക്ഷരത്തിലാണല്ലോ. മഡഗാസ്കർ മായിലാണ്. മഹാത്മാഗാന്ധി മഡഗാസ്കറുമായിട്ട് കണക്ട് ചെയ്യാമല്ലോ. ഗ്രീൻ ട്രയാങ്കിൾ ത്രികോണം, ഒരു മട പോലെ ഇങ്ങനെ അടച്ചു കെട്ടിയ ഒരു രൂപമല്ലേ, അങ്ങനെയൊക്കെ ഓർക്കാം. മഹാത്മാഗാന്ധി മഡഗാസ്കർ. ആസാദി കാ അമൃത് മഹോത്സവത്തിന്റെ ഭാഗമായി മഹാത്മാഗാന്ധിയുടെ പേരിലുള്ള ഗ്രീൻ ട്രയാങ്കിൾ അനാച്ഛാദനം ചെയ്യപ്പെട്ട വിദേശ രാജ്യം മഡഗാസ്കറാണ്. കേരളത്തിൽ മെഡിക്കൽ ടെക് ഇന്നോവേഷൻ പാർക്ക് നിലവിൽ വരുന്ന നഗരം തിരുവനന്തപുരമാണ്. തിരുവനന്തപുരം. പെട്രോൾ പമ്പുകളെക്കുറിച്ചുള്ള പരാതികൾ പരിശോധിക്കുന്നതിനായി സംസ്ഥാന ഗതാഗത വകുപ്പ് അളവുതൂക്ക വകുപ്പുമായി ചേർന്ന് ആരംഭിച്ച ദൗത്യമാണ് ഓപ്പറേഷൻ ക്ഷമത. പെട്രോൾ പമ്പുകളുടെ പരാതികൾ പരിശോധിക്കുന്നതിനായി പെട്രോൾ പമ്പുകളെക്കുറിച്ചുള്ള പരാതി പരിശോധിക്കാൻ വേണ്ടിയുള്ള ഒരു ദൗത്യമാണ് ഓപ്പറേഷൻ ക്ഷമത. പെട്രോൾ പമ്പ് കാര്യക്ഷമമായിട്ടാണ് വർക്ക് ചെയ്യാൻ എന്നറിയാൻ വേണ്ടി ഓപ്പറേഷൻ ക്ഷമത. പെട്രോൾ പമ്പുകളെക്കുറിച്ചുള്ള പരാതികൾ പരിശോധിക്കുന്നതിനായി സംസ്ഥാന ഗതാഗത വകുപ്പ് അളവുതൂക്ക വകുപ്പുമായി ചേർന്ന് ആരംഭിച്ച ദൗത്യമാണ് ഓപ്പറേഷൻ ക്ഷമത. പ്രഥമ വിമൻ റൈറ്റേഴ്സ് പ്രസ് പുരസ്കാരം നേടിയ സാഹിത്യകാരിയാണ് സാറാ ജോസഫ്. നോവല് ബുദ്ധിനി. വിമൻ റൈറ്റേഴ്സ് പ്രസ് പുരസ്കാരം സാറാ ജോസഫിന്. നോവല് ബുദ്ധിനി. ഒന്നുകൂടെ പറയാം, പ്രഥമ വിമൻ റൈറ്റേഴ്സ് പ്രസ് പുരസ്കാരം കരസ്ഥമാക്കിയത് സാറാ ജോസഫാണ്. നോവല് ബുദ്ധിനി. കഴിഞ്ഞ വർഷത്തെ തകഴി സ്മാരക പുരസ്കാരം നേടിയ നിരൂപക ഡോക്ടർ എം ലീലാവതിയാണ്. കഴിഞ്ഞ വർഷത്തെ തകഴി സ്മാരക പുരസ്കാരം നേടിയത് ഡോക്ടർ എം ലീലാവതി. തകഴി സ്മാരക പുരസ്കാരം ഡോക്ടർ എം ലീലാവതി എന്ന് വെച്ചാൽ 2021 കഴിഞ്ഞ വർഷം 2021 തകഴി സ്മാരക പുരസ്കാരം എം ലീലാവതി. മാർച്ചിൽ ദേശീയ ബാലാവകാശ കമ്മീഷന്റെ മികച്ച പെർഫോമിംഗ് ഡിസ്ട്രിക്ട് അവാർഡിന് അർഹമായ കേരളത്തിലെ ജില്ലയാണ് തിരുവനന്തപുരം. ബാലാവകാശ കമ്മീഷന്റെ മികച്ച പെർഫോമിംഗ് ഡിസ്ട്രിക്ട് തിരുവനന്തപുരമാണ്. അടുത്ത പോയിന്റ്, ഗ്ലോബൽ ഹാപ്പിനെസ് റിപ്പോർട്ടിൽ തുടർച്ചയായ 5-ാം തവണയും ഒന്നാമതെത്തിയ രാജ്യം ഫിൻലാൻഡാണ്. ഗ്ലോബൽ ഹാപ്പിനെസ് റിപ്പോർട്ടിൽ തുടർച്ചയായ 5-ാം തവണയും ഒന്നാമതെത്തിയ രാജ്യം ഫിൻലാൻഡാണ്. ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള രാജ്യം ഫിൻലാൻഡാണ് എന്നൊക്കെ പറഞ്ഞ ശ്രീനിവാസിൻ്റെ ഒരു പ്രസംഗമുണ്ട് യൂട്യൂബിൽ. മതങ്ങൾക്കൊക്കെ എതിരായി വലിയ മത നേതാക്കന്മാരെയൊക്കെ ഫ്രണ്ടിലിരുത്തി, അടിപൊളിയാണ്. അപ്പോൾ അതിനകത്തും പുള്ളി പറയുന്നുണ്ട് ഫിൻലാൻഡിലോ ഗ്ലോബൽ ഹാപ്പിനെസ് റിപ്പോർട്ടിൽ തുടർച്ചയായ 5-ാം തവണയും ഒന്നാമതെത്തിയ രാജ്യം ഫിൻലാൻഡാണ്. നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ നാറ്റോ സൈനിക അഭ്യാസമായ കോൾഡ് റെസ്പോൺസ് 2022 വേദിയായ രാജ്യം നോർവേയാണ്. കോൾഡ് എന്ന് പറയുമ്പോൾ ഭയങ്കര തണുപ്പാണല്ലോ. തണുപ്പ് വന്നാൽ നമുക്ക് എങ്ങോട്ട് പോകാൻ പറ്റത്തില്ല. നോർവേ. തണുപ്പും കോൾഡുമായിട്ട് കണക്ട് ചെയ്ത് കോൾഡ് റെസ്പോൺസ് 2022 നടന്നത് നോർവേയാണെന്ന് ഓർത്തിരിക്കാമല്ലോ. നാറ്റോയുടെ കോൾഡ് റെസ്പോൺസ് 2022 നടന്നത് നോർവേയിലാണ്. 2021 ലോകസുന്ദരിപ്പട്ടം നേടിയ വനിത കരോലീന ബെയിലാസ്ക പോളണ്ടിൻ്റെ വനിതയാണ് ലോകസുന്ദരി പട്ടം നേടിയത്. 2021 ലോകസുന്ദരി പട്ടം നേടിയ വനിത കരോലിന ബെയിലാസ്ക. ബെയിൽ എന്ന് പറയുന്ന വാക്ക് ജയിൽ കിടക്കുന്നതൊക്കെയായിട്ട് ബന്ധപ്പെട്ടതാണല്ലോ. അപ്പോൾ 2020-21 കാലയളവിൽ ലോക്ക്ഡൗൺ ആയതുകൊണ്ട് നമുക്ക് പുറത്തിറക്കാൻ പറ്റാതെ നമ്മളെ ഗവൺമെൻറ് തന്നെ ഒന്ന്
അകത്തിട്ടേക്കുമായിരുന്നു, ബെയിൽ പോലും നൽകാതെ അകത്തിട്ടേക്കുമായിരുന്നു. നമ്മൾ കരഞ്ഞുകൊണ്ട് അകത്ത് കിടക്കുവാണെന്ന് ഓർത്ത് ബെയിൽ പോലും ഇല്ലാതെ കരഞ്ഞുകൊണ്ട് കരോലിന ബെയിലാസ്ക 2021 കരോലിന ബെയിലാസ്ക ലോകസുന്ദരി, ഓർത്തിരിക്കാമല്ലോ, 2021 ലോകസുന്ദരി പട്ടം നേടിയ വനിത കരോലിന ബെയിലാസ്ക, പോളണ്ട്. ലോകസുന്ദരി മത്സരത്തിൽ 1ാം റണ്ണറപ്പായ ഇന്ത്യൻ വംശജയായ മിസ് അമേരിക്കയാണ് ശ്രീ സായിനി. എല്ലാവരും ഓർത്തിരുന്നോണം. ആ സമയത്തൊക്കെ എല്ലാവരും സ്റ്റാറ്റസ് ഒക്കെ ഇട്ടായിരുന്നു, പക്ഷേ ഇനിയിപ്പോൾ ആരും ഓർക്കും തോന്നുന്നില്ല. പക്ഷേ ഓർത്തോണം, ശ്രീ സായിനി ലോകസുന്ദരി മത്സരത്തിൽ 1ാം റണ്ണറപ്പായ ഇന്ത്യൻ വംശജയായ മിസ് അമേരിക്കയാണ് ശ്രീ സായിനി. ഓക്കെ. ഓൾ ഇംഗ്ലണ്ട് ഓപ്പൺ ബാഡ്മിൻ്റൺ പുരുഷ സിംഗിൾസ് വിഭാഗത്തിൽ ജേതാവായ താരമാണ് വിക്ടർ ആക്സൽസൺ. ഓൾ ഇംഗ്ലണ്ട് ഓപ്പൺ ബാഡ്മിൻ്റണിൽ പുരുഷ സിംഗിൾസ് വിഭാഗത്തിൽ ജേതാവായ താരമാണ് വിക്ടർ ആക്സൽസൺ. US പ്രസിഡന്റിൻ്റെ COVID-19 റെസ്പോൺസ് കോർഡിനേറ്ററായി നിയമിതനായ ഇന്ത്യൻ വംശജനാണ് ആശിഷ് ഷാ. US പ്രസിഡന്റിൻ്റെ COVID-19 റെസ്പോൺസ് കോർഡിനേറ്ററായി നിയമിതനായ ഇന്ത്യൻ വംശജനാണ് ആശിഷ് ഷാ. US പ്രസിഡന്റ് കോവിഡ് റെസ്പോൺസ് കോർഡിനേറ്റർ ഇന്ത്യൻ വംശജൻ ആശിഷ് ഷാ. യുണൈറ്റഡ് നേഷൻസ് അഡ്വൈസറി ബോർഡിലേക്ക് നിയമിതനായ ഇന്ത്യൻ വനിതയാണ് ജയന്തി ഘോഷ്. യുണൈറ്റഡ് നേഷൻസ് UN-ന്റെ അഡ്വൈസറി ബോർഡിലേക്ക് നിയമിതയായ ഇന്ത്യൻ വനിതയാണ് ജയന്തി ഘോഷ്. UN-ന്റെ അഡ്വൈസറി ബോർഡിലേക്ക് നിയമിതയായ ഇന്ത്യൻ വനിതയാണ് ജയന്തി ഘോഷ് എന്ന് ഓർത്തിരിക്കുക. ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോളിൻ്റെ 8ാം പതിപ്പിൽ കിരീടം നേടിയ ടീം ഹൈദരാബാദ് FC ആണ്. ഇന്ത്യൻ സൂപ്പർ ലീഗിൻ്റെ 8ാം പതിപ്പിൽ ഹൈദരാബാദ് FC. ഓക്കെ. ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോളിൻ്റെ 8ാം പതിപ്പിൽ കിരീടം നേടിയത് ഹൈദരാബാദ് FC ആണ്. അതുപോലെ വിന്നേഴ്സ് ഷീൽഡ് നേടിയത് ജംഷഡ്പൂർ FC ആണ്. ജാമുമായിട്ട് കണക്ട് ചെയ്യാമല്ലോ. ജാം എപ്പോഴും നമ്മൾ ഷീൽഡ് ചെയ്ത് വെക്കണം, അല്ലെ ആരെയും എടുത്തുകൊണ്ട് പോകും, മധുരമല്ലേ. അപ്പോൾ ആ രീതിയിൽ ജാമും ഷീൽഡുമായിട്ട് കണക്ട് ചെയ്യാമല്ലോ. അപ്പം വിന്നേഴ്സ് ഷീൽഡ് നേടിയത് ജംഷഡ്പൂർ FC ആണ്. ജാമുമായിട്ട് കണക്ട് ചെയ്ത് ജംഷഡ്പൂർ. വിന്നേഴ്സ് ഷീൽഡ് ജംഷഡ്പൂർ FC. ഈ സീസണിലെ ISL ഫുട്ബോളിൽ ഹീറോ ഓഫ് ദ ലീഗായി തിരഞ്ഞെടുക്കപ്പെട്ട താരം ഗ്രേഗ് സ്റ്റുവർട്ട് ആണ്. ഹീറോ എപ്പോഴും ഗ്രേറ്റ് ആണെന്ന് ഓർത്ത്, എല്ലാ ഹീറോമാരും ഗ്രേറ്റ് ആണ്. ഗ്രേഗ് സ്റ്റുവർട്ട്. ജംഷഡ്പൂർ FCയുടെ ഗ്രേഗ് സ്റ്റുവർട്ട് ആണ് ഹീറോ ഓഫ് ദി ലീഗ് ISL-ലെ. ഈ സീസണിലെ ISL ഫുട്ബോളിൽ 18 ഗോളുകൾ നേടി ഗോൾഡൻ ബൂട്ട് പുരസ്കാരം നേടിയ താരം ബാർത്ത് ഓഗ്ബച്ചെ. രണ്ടും ബിയിലാണല്ലോ, ബാർത്ത് ഓഗ്ബച്ചെയാണ്. ഹൈദരാബാദ് FCയുടെ ബാർത്ത് ഓഗ്ബച്ചെയാണ് ഗോൾഡൻ ബൂട്ട്. ഈ സീസണിലെ ISL ഫുട്ബോളിൽ ഗോൾഡൻ ഗ്ലൗ പുരസ്കാരം നേടിയ ഗോൾ കീപ്പറാണ് ഗില്ല്. ഗോൾഡൻ ഗ്ലൗ ഗില്ല്. ആ വാക്കുകളെല്ലാം ആരംഭിക്കുന്നത് ഗോൾഡൻ ഗ്ലൗ എല്ലാം ജിയിലാണല്ലോ. ഗില്ല് എന്ന വാക്ക് ആരംഭിക്കുന്നതും ജിയിലാണല്ലോ. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ P സിംഗില്ല്, പ്രഭ്സുഖാൻ സിംഗ് ഗില്ലിനാണ് ഗോൾഡൻ ഗ്ലൗ പുരസ്കാരം. പ്രഭ്സുഖാൻ സിംഗ് ഗില്ല്, കേരള ബ്ലാസ്റ്റേഴ്സ്. അതുപോലെ ISL ഫുട്ബോളിൽ എമർജിംഗ് പ്ലെയർ പുരസ്കാരം നേടിയ താരം റോഷൻ സിംഗ് ആണ്. ഒരുപാട് രോഷമുള്ളവരെ താഴെ തട്ടിൽ നിന്ന് എമർജ് ചെയ്ത് മുകളിലേക്ക് വരുമെന്നോർത്ത് റോഷൻ സിംഗ് എമർജിംഗ് പ്ലെയർ. ISL ഫുട്ബോളിൽ എമർജിംഗ് പ്ലെയർ പുരസ്കാരം നേടിയത് റോഷൻ സിംഗ്, ബാംഗ്ലൂരു FC. അടുത്ത പോയിന്റ്, പഞ്ചാബിൻ്റെ പുതിയ മുഖ്യമന്ത്രി ഭഗവന്ത് സിംഗ് മാൻ ആണ്. പഞ്ചാബ് ആകുമ്പോൾ സിംഗ് എന്തായാലും നമ്മുടെ മനസ്സിലേക്ക് വരുമല്ലോ. പിന്നെ പഞ്ച് ഡയലോഗ് അടിക്കുന്നത് പൊതുവെ മനുഷ്യരാണല്ലോ, മാൻ ആണല്ലോ. മൃഗങ്ങളൊന്നും പഞ്ച് ഡയലോഗ് അടിക്കത്തില്ലല്ലോ. സോ പഞ്ച് മനുഷ്യൻ, പഞ്ച് മാൻ, സിംഗ് മാൻ. പഞ്ചാബിൻ്റെ മുഖ്യമന്ത്രി ഭഗവന്ത് സിംഗ് മാൻ. ഏത് മുൻ ക്രിക്കറ്റ് താരത്തിൻ്റെ ആത്മകഥയാണ് റിസ്റ്റ് അഷ്യൂർഡ് ആൻഡ് ഓട്ടോബയോഗ്രഫി എന്ന് ചോദിച്ചാൽ ഗുണ്ടപ്പ വിശ്വനാഥ്. റിസ്റ്റ് അഷ്യൂർഡ് അല്ലേ? റിസ്റ്റ് എന്ന് പറഞ്ഞാൽ കൈയുടെ ആ റിസ്റ്റ് ഓർത്തി, എന്നിട്ട് കൈയുടെ റിസ്റ്റ് വെച്ച് ആൾക്കാരെ ഇടിക്കുന്നത് ഗുണ്ടകളാണല്ലോ. സോ റിസ്റ്റ് അഷ്യൂർഡ് ആൻഡ് ഓട്ടോബയോഗ്രഫി ഗുണ്ടപ്പ വിശ്വനാഥ് എന്ന് കണക്ട് ചെയ്യാമല്ലോ. റിസ്റ്റ് അഷ്യൂർഡ് ആൻഡ് ഓട്ടോബയോഗ്രഫി ഗുണ്ടപ്പ വിശ്വനാഥിൻ്റെ ആത്മകഥയാണ്. ക്രിക്കറ്റ് താരമാണ് ഗുണ്ടപ്പ വിശ്വനാഥ്. നിയമസഭാ നടപടികൾ പൂർണ്ണമായും കടലാസ് രഹിതമാക്കാനുള്ള നാഷണൽ വിധാൻ ആപ്ലിക്കേഷൻ അഥവാ നേവ നടപ്പിലാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനമാണ് നാഗാലാൻഡ്. നടപ്പിലാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം നാഗാലാൻഡാണ്. നാഗാലാൻഡ് നായിലാണ് തുടങ്ങുന്നത്. നാഗാലാൻഡ്. നിയമസഭാ നടപടികൾ പൂർണ്ണമായും കടലാസ് രഹിതമാക്കാനുള്ള നാഷണൽ വിധാൻ ആപ്ലിക്കേഷൻ നേവ നടപ്പിലാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം നാഗാലാൻഡ്. വിനോദസഞ്ചാരികൾക്കായി കേരള ടൂറിസം വകുപ്പ് പുറത്തിറക്കിയ വാട്സാപ്പ് ചാറ്റ് ബോട്ടാണ് മായ. വിനോദസഞ്ചാരികൾക്കായി മായ പുറത്തിറക്കിയത് കേരള ടൂറിസം വകുപ്പാണ്. വിനോദസഞ്ചാരികൾക്കായി കേരള ടൂറിസം വകുപ്പ് പുറത്തിറക്കിയ വാട്സാപ്പ് ചാറ്റ് ബോട്ടാണ് മായ. UNEP വാർഷിക റിപ്പോർട്ട് പ്രകാരം ലോകത്ത് ഏറ്റവും കൂടുതൽ ശബ്ദ മലിനീകരണമുള്ള നഗരം ധാക്കയാണ്. ശബ്ദം കുറച്ച് താത്ത് സംസാരിക്കുക അങ്ങനെ പറയുന്നോർത്ത്. UNEP വാർഷിക റിപ്പോർട്ട് പ്രകാരം ലോകത്ത് ഏറ്റവും കൂടുതൽ ശബ്ദ മലിനീകരണമുള്ള നഗരം ധാക്ക, ബംഗ്ലാദേശിലെ ധാക്കയാണ്. ശബ്ദം ധാക്ക എന്ന് ഓർത്താൽ മതി. ധാക്ക, ബംഗ്ലാദേശ്. അടുത്ത പോയിന്റ്, ഓസ്കാറുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് പോയിന്റുകളാണ്. ഈ വർഷത്തെ ഓസ്കാർ നിശയിൽ മികച്ച ചിത്രം, തിരക്കഥ, സഹനടൻ ഉൾപ്പെടെയുള്ള പ്രധാന പുരസ്കാരങ്ങൾ നേടിയ കോടയുടെ സംവിധായികയാണ് ഷാൻ ഹെയ്ഡർ. 2022 ഓസ്കാറിൽ മികച്ച ചിത്രം, തിരക്കഥ, സഹനടൻ ഇവയ്ക്കുള്ള പ്രധാന പുരസ്കാരങ്ങൾ നേടിയ കോടയുടെ സംവിധായിക ഷാൻ ഹെയ്ഡർ. ഈ സഹനടൻ ഒരു ഹാൻഡിക്യാപ്ഡ് ആണ്. അപ്പം ആ രീതിയിൽ ഓർത്തിരിക്കുക. മികച്ച ചിത്രം, തിരക്കഥ, സഹനടൻ ഉൾപ്പെടെയുള്ള പ്രധാന പുരസ്കാരങ്ങൾ നേടിയ കോടയുടെ സംവിധായിക ഷാൻ ഹെയ്ഡർ. ഷാൻ ഹെയ്ഡർ. മികച്ച ചിത്രം, അതുപോലെ തിരക്കഥ, സഹനടൻ ഇത്രയും പുരസ്കാരങ്ങൾ കോടയ്ക്ക് ലഭിച്ചു. സംവിധായിക ഷാൻ ഹെയ്ഡർ. ദ പവർ ഓഫ് ദി ഡോഗ് എന്ന സിനിമ ഒരുക്കിയതിന് മികച്ച സംവിധാനത്തിനുള്ള ഓസ്കാർ നേടിയ വനിതയാണ് ജേൻ ക്യാമ്പിയൻ ആണ് ദ പവർ ഓഫ് ദി ഡോഗിൻ്റെ
ഡോഗിൻ്റെ സംവിധായിക, പവർ ഓഫ് ദി ഡോഗിൻ്റെ സംവിധാനത്തിന് മികച്ച സംവിധാനത്തിലുള്ള ഓസ്കാർ നേടിയ വനിതയാണ് ജെയിൻ ക്യാമ്പിൻ. ദ പവർ ഓഫ് ദി ഡോഗ് ജെയിൻ ക്യാമ്പിൻ മികച്ച സംവിധായിക. ഓക്കെ, മികച്ച നടനുള്ള ഓസ്കാർ പുരസ്കാരം നേടിയത് വിൽ സ്മിത്ത് ആണ്. വിൽ സ്മിത്ത് ഈ ഓസ്കാർ നിശയിൽ അവതാരകനായ ക്രിസ് റോക്കിൻ്റെ മുഖത്തടിച്ചത് വലിയ വിവാദമായിരുന്നു. ആ വീഡിയോ ഒക്കെ എല്ലാവരും കണ്ടതാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ആരുടെ മുഖത്താണ് അടിച്ചതെന്ന് ചോദിച്ചാൽ ആ ഒരു പോയിന്റോട് ഓർത്തിരുന്നോളം, വിവാദമായതുകൊണ്ട് ക്രിസ് റോക്കിൻ്റെ മുഖത്താണ് അടിച്ചത്. ക്രിസ് റോക്ക്. ഓക്കെ, മികച്ച നടനുള്ള ഓസ്കാർ പുരസ്കാരം നേടിയത് വിൽ സ്മിത്ത് ആണ്. സിനിമ കിങ് റിച്ചാർഡ്. മികച്ച നടൻ വിൽ സ്മിത്ത്, സിനിമ കിങ് റിച്ചാർഡ്. മികച്ച നടിക്കുള്ള ഓസ്കാർ പുരസ്കാരം ലഭിച്ചത് ജെസിക്ക ജസ്രിൻ ആണ്. മികച്ച നടി ജെസിക്ക ജസ്രിൻ. സിനിമ ദ ഐസ് ഓഫ് ദ ടേമി ഫൈവ്. ദ ഐസ് ഓഫ് ദ ടേമി ഫൈവയ്ക്കാണ് മികച്ച നടിക്കുള്ള പുരസ്കാരം ജെസിക്ക ജസ്രിന് ലഭിച്ചത്. ഓസ്കാർ പുരസ്കാരം സ്വന്തമാക്കുന്ന ആദ്യ ബധിര അഭിനേതാവാണ് ട്രോയ് കോട്ട്സർ. മികച്ച സഹനടൻ. ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഓസ്കാർ പുരസ്കാരം സ്വന്തമാക്കുന്ന മികച്ച സഹനടൻ ട്രോയ് കോട്ട്സർ. സിനിമ കോഡ. യുക്രൈൻ ആക്രമണത്തിനിടെ ഇന്ത്യ സന്ദർശിച്ച റഷ്യൻ വിദേശകാര്യമന്ത്രിയാണ് സെർജി ലാവ്റോവ്. ഉക്രൈൻ ആക്രമണത്തിനിടെ ഇന്ത്യ സന്ദർശിച്ച റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവ്. നിങ്ങൾ പത്രം ഡെയിലി ഫോളോ ചെയ്യുവാണെങ്കിൽ ഈ പേരൊക്കെ നിങ്ങളുടെ മൈൻഡിൽ ഓട്ടോമാറ്റിക്കലി വന്നോളും. അല്ലെങ്കിലാണ് ഈ ക്യാപ്സൂൾ പോലെ പഠിക്കേണ്ടി വരുന്നത്. ഉക്രൈൻ ആക്രമണത്തിനിടെ ഇന്ത്യ സന്ദർശിച്ച റഷ്യൻ വിദേശകാര്യമന്ത്രിയാണ് സെർജി ലാവ്റോവ്. അറബിക്കടൽ വേദിയായ ഇന്ത്യ ഫ്രാൻസ് സംയുക്ത നാവികാഭ്യാസമാണ് വരുണ 2022. ഇന്ത്യ ഫ്രാൻസ് സംയുക്ത നാവികാഭ്യാസം വരുണ 2022. ഇന്ത്യ ഫ്രാൻസ്. ഓർത്തിരിക്കുക, ഇന്ത്യയും ഫ്രാൻസും തമ്മിലാണ് വരുണ 2022 നടന്നത്. സാഫ് അണ്ടർ-18 വനിതാ ഫുട്ബോൾ കിരീടം നേടിയ രാജ്യം ഇന്ത്യയാണ്. സാഫ് അണ്ടർ-18 വനിതാ ഫുട്ബോൾ കിരീടം നേടിയ രാജ്യം ഇന്ത്യയാണെന്ന് ഓർത്തിരിക്കുക. സാഫ് അണ്ടർ-18 വനിതാ ഫുട്ബോൾ കിരീടം നേടിയത് ഇന്ത്യയാണ്. ദേശീയ ന്യൂനപക്ഷ കമ്മീഷന്റെ പുതിയ ചെയർപേഴ്സൺ സയ്യിദ് ഷെഹ്സാദിയാണ്. ദേശീയ ന്യൂനപക്ഷ കമ്മീഷന്റെ പുതിയ ചെയർപേഴ്സൺ സയ്യിദ് ഷെഹ്സാദി. ഒന്നുകൂടെ പറയാം, ദേശീയ ന്യൂനപക്ഷ കമ്മീഷന്റെ പുതിയ ചെയർപേഴ്സൺ സയ്യിദ് ഷെഹ്സാദി. BBC ഇന്ത്യ സ്പോർട്സ് വുമൺ ഓഫ് ദി ഇയർ 2021 പുരസ്കാരം നേടിയ കായിക താരം മീരാഭായ് ചാനു ആണ്. വെയിറ്റ് ലിഫ്റ്റിംഗ് ആണ് മീരാഭായ് ചാനു. BBC ഇന്ത്യൻ സ്പോർട്സ് വുമൺ ഓഫ് ദി ഇയർ 2021. BBC ഇന്ത്യൻ സ്പോർട്സ് വുമൺ ഓഫ് ദി ഇയർ 2021 മീരാഭായ് ചാനു. എന്നോട് പറയാം, BBC ഇന്ത്യൻ സ്പോർട്സ് വുമൺ ഓഫ് ദി ഇയർ 2021 മീരാഭായ് ചാനു. BBC ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് അവാർഡ് ആ പുരസ്കാരം നേടിയ ഇന്ത്യൻ കായിക താരമാണ് കർണം മല്ലേശ്വരി. BBC ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് പുരസ്കാരം കർണം മല്ലേശ്വരി. BBC ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് പുരസ്കാരം കർണം മല്ലേശ്വരി. BBC ഇന്ത്യ സ്പോർട്സ് വുമൺ ഓഫ് ദി ഇയർ 2021 ആണെങ്കിൽ മീരാഭായ് ചാനു. ഇന്ത്യയിലെ ആദ്യ സ്റ്റീൽ റോഡ് നിർമ്മിച്ച നഗരം സൂറത്ത്, ഗുജറാത്ത്. ഗുജറാത്തിലെ സൂറത്തിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ സ്റ്റീൽ റോഡ് നിർമ്മിച്ചത്. സൂറത്ത്, ഗുജറാത്ത്. സ്റ്റീൽ റോഡ് സൂറത്ത്, ഗുജറാത്ത്. ഇന്ത്യയിലെ ആദ്യത്തെ സ്റ്റീൽ റോഡ് സൂറത്ത്, ഗുജറാത്ത്. ദളിത് ബാലന്റെ പേരിൽ സമൂഹത്തിലെ തൊട്ടുകൂടായ്മയ്ക്കെതിരെ വിനയ് സാമരസ്യ പദ്ധതി തുടങ്ങിയ സംസ്ഥാനം കർണാടകയാണ്. കർണൻ ഭയങ്കര വിനയമുള്ള ഒരു പണ്ടത്തെ എപ്പിക് നായകനല്ലായിരുന്നു കർണൻ. വിനയ് കർണാടക. വിനയ് സാമരസ്യ പദ്ധതി കർണാടക. ദളിത് ബാലന്റെ പേരിൽ സമൂഹത്തിലെ തൊട്ടുകൂടായ്മയ്ക്കെതിരെ വിനയ് സാമരസ്യ പദ്ധതി തുടങ്ങിയ സംസ്ഥാനം കർണാടക. ഇന്ത്യൻ മീറ്റിയോറോളജിക്കൽ സൊസൈറ്റിയുടെ സർ ഗിൽബർട്ട് വാക്കർ സ്വർണ്ണ മെഡൽ നേടിയ മലയാളിയാണ് PV ജോസഫ്. ഇന്ത്യൻ മീറ്റിയോറോളജിക്കൽ സൊസൈറ്റിയുടെ സർ ഗിൽബർട്ട് വാക്കർ സ്വർണ്ണ മെഡൽ നേടിയ മലയാളി PV ജോസഫ്. എന്നോട് പറയാം, ഇന്ത്യൻ മീറ്റിയോറോളജിക്കൽ സൊസൈറ്റിയുടെ സർ ഗിൽബർട്ട് വാക്കർ സ്വർണ്ണ മെഡൽ നേടിയ മലയാളി PV ജോസഫ്. ഓക്കെ, അടുത്ത പോയിന്റ്. ഗാനരചയിതാവും സംവിധായകനുമായ ശ്രീകുമാരൻ തമ്പിയുടെ ആത്മകഥയാണ് ജീവിതം ഒരു പെൻഡുലം. ശ്രീകുമാരൻ തമ്പിയുടെ ആത്മകഥ ജീവിതം ഒരു പെൻഡുലം. എന്നോട് പറയാം, ശ്രീകുമാരൻ തമ്പിയുടെ ആത്മകഥയാണ് ജീവിതം ഒരു പെൻഡുലം. കുടുംബശ്രീ ദേശീയ നഗര ഉപജീവന മിഷൻ സ്പാർക്ക് റാങ്കിങ്ങിൽ 1ാം സ്ഥാനം നേടിയ സംസ്ഥാനം കേരളമാണ്. കുടുംബശ്രീ കേരളം കാവച്ച് കണക്ട് ചെയ്തു. കുടുംബശ്രീ ദേശീയ നഗര ഉപജീവന മിഷൻ സ്പാർക്ക് റാങ്കിങ്ങിൽ 1ാം സ്ഥാനം നേടിയ സംസ്ഥാനം കേരളം. രാജ്യാന്തര ചലച്ചിത്രമേളയിൽ IFFK മികച്ച ചിത്രത്തിനുള്ള സുവർണ്ണ ചകോരം നേടിയ ചിത്രം ക്ലാര സോള. IFFKയിൽ മികച്ച ചിത്രത്തിനുള്ള സുവർണ്ണ ചകോരം ക്ലാര സോള. 2022 IFFK മികച്ച ചിത്രം ക്ലാര സോള. ഇസ്രായേലിനെ അംഗീകരിക്കുന്ന അറബ് രാജ്യങ്ങളുടെ വിദേശകാര്യ മന്ത്രിമാരും പങ്കെടുക്കുന്ന അപൂർവ ഉച്ചകോടിക്ക് വേദിയായ നഗരം സിദ് ബോക്കറാണ്. ഇസ്രായേലിനെ അംഗീകരിക്കുന്ന അറബ് രാജ്യങ്ങളുടെ വിദേശകാര്യ മന്ത്രിമാരും പങ്കെടുക്കുന്ന അപൂർവ ഉച്ചകോടിക്ക് വേദിയായ നഗരം സിദ് ബോക്കർ. എന്നൂടെ പറയാം, ഇസ്രായേലിനെ അംഗീകരിക്കുന്ന അറബ് രാജ്യങ്ങളുടെ വിദേശകാര്യ മന്ത്രിമാരും പങ്കെടുക്കുന്ന അപൂർവ ഉച്ചകോടിക്ക് വേദിയായ നഗരം സിദ് ബോക്കർ. മനുഷ്യരക്തത്തിൽ മെട്രോപ്ലാസ്റ്റിക് മലിനീകരണം കണ്ടെത്തിയ ലോകത്തിലെ ആദ്യ രാജ്യം നെതർലൻഡാണ്. മനുഷ്യരക്തത്തിൽ മെട്രോപ്ലാസ്റ്റിക് മലിനീകരണം കണ്ടെത്തിയ ലോകത്തിലെ ആദ്യ രാജ്യം നെതർലൻഡ്. എന്നോട് പറയാം, മനുഷ്യരക്തത്തിൽ മെട്രോപ്ലാസ്റ്റിക് മലിനീകരണം കണ്ടെത്തിയ ലോകത്തിലെ ആദ്യ രാജ്യം നെതർലൻഡ്. ഈ വർഷത്തെ ലോക ആരോഗ്യ ദിനത്തിൻ്റെ പ്രമേയമാണ്
അവർ പ്ലാനറ്റ് അവർ ഹെൽത്ത്. ഏപ്രിൽ 7 ലോക ആരോഗ്യ ദിനം. പ്രമേയം അവർ പ്ലാനറ്റ് അവർ ഹെൽത്ത്. ഈ വർഷത്തെ ലോക ആരോഗ്യ ദിനത്തിൻ്റെ പ്രമേയം അവർ പ്ലാനറ്റ് അവർ ഹെൽത്ത്. അടുത്ത പോയിന്റ്, ഹാസോങ് 17 എന്ന പേരിൽ 25 മീറ്റർ നീളവും 1,00,000 കിലോഗ്രാം ഭാരവുമുള്ള മിസൈൽ പരീക്ഷിച്ച രാജ്യം ഉത്തര കൊറിയയാണ്. എന്തായാലും ചൈന, കൊറിയ, ജപ്പാൻ ഏതെങ്കിലും രാജ്യമാണെന്ന് നിങ്ങൾക്ക് ഉറപ്പിക്കാമല്ലോ. അപ്പോൾ ഉത്തര കൊറിയയാണെന്ന് ഓർത്തിരിക്കുക. ഹാസോങ് 17 ഉത്തര കൊറിയ. 25 മീറ്റർ നീളവും 1,00,000 കിലോഗ്രാം ഭാരവുമുള്ള മിസൈൽ പരീക്ഷിച്ച രാജ്യം. മിസൈലാണ് ഉത്തര കൊറിയയുടെ ഹാസോങ് 17. 2022 ഖത്തർ ഫിഫ ലോകകപ്പിന് ഉപയോഗിക്കുന്നതിനായി അഡിഡാസ് പുറത്തിറക്കിയ ഔദ്യോഗിക പന്തിൻ്റെ പേര് അൽ റിഹ്ല. അഡിഡാസിൻ്റെ അൽ റിഹ്ല. 2022 ഖത്തർ ഫിഫ ലോകകപ്പിന് ഉപയോഗിക്കുന്ന അഡിഡാസിൻ്റെ പന്തിൻ്റെ പേര് അൽ റിഹ്ല. 2022 ഖത്തർ ഫിഫ ലോകകപ്പിൻ്റെ ഭാഗ്യചിഹ്നം ല ഈബാണ്. 2022 ഖത്തർ ഫിഫ ലോകകപ്പിൻ്റെ ഭാഗ്യചിഹ്നം ല ഈബ്. 2022 ഖത്തർ ഫിഫ ലോകകപ്പിൻ്റെ ഭാഗ്യചിഹ്നം ല ഈബ്. 2022 ICC വനിതാ ഏകദിന ക്രിക്കറ്റ് ലോകകപ്പിൽ ജേതാക്കളായ രാജ്യം ഓസ്ട്രേലിയയാണ്. 2022 ICC വനിതാ ഏകദിന ക്രിക്കറ്റ് ലോകകപ്പിൽ ജേതാക്കളായ രാജ്യം ഓസ്ട്രേലിയ. ഓക്കെ. ICC ക്രിക്കറ്റ് ലോകകപ്പ് ഫൈനലുകളിലെ ഏറ്റവും ഉയർന്ന വ്യക്തിഗത സ്കോർ 170 റൺസാണ്. ആ റെക്കോർഡ് നേടിയത് ആലിസ ഹീലിയാണ്. ഓസ്ട്രേലിയയുടെ ആലിസ ഹീലിയാണ് ICC ക്രിക്കറ്റ് ലോകകപ്പ് ഫൈനലുകളിലെ ഏറ്റവും ഉയർന്ന വ്യക്തിഗത സ്കോർ നേടിയത്. ഒന്നുകൂടെ പറയാം, ICC ക്രിക്കറ്റ് ലോകകപ്പ് ഫൈനലുകളിലെ ഏറ്റവും ഉയർന്ന വ്യക്തിഗത സ്കോർ എന്ന റെക്കോർഡ് നേടിയ താരം ആലിസ ഹീലി, ഓസ്ട്രേലിയ. 170 റൺസ്. ICC ക്രിക്കറ്റ് ലോകകപ്പ് ഫൈനലുകളിലെ ഏറ്റവും ഉയർന്ന വ്യക്തിഗത സ്കോർ എന്ന റെക്കോർഡ് നേടിയത് ആലിസ ഹീലി, ഓസ്ട്രേലിയ. ലോകാരോഗ്യ സംഘടന താൽക്കാലികമായി വിതരണം നിർത്തിയ ഭാരത് ബയോടെക്കിൻ്റെ വാക്സിനാണ് കോവാക്സിൻ. അറിയാമല്ലോ എല്ലാവർക്കും. ലോകാരോഗ്യ സംഘടന താൽക്കാലികമായി വിതരണം നിർത്തിയ ഭാരത് ബയോടെക്കിൻ്റെ വാക്സിൻ കോവാക്സിൻ. അടുത്ത പോയിന്റ്, സ്വിസ് ഓപ്പൺ ബാഡ്മിൻ്റൺ വനിതാ സിംഗിൾസ് കിരീടം നേടിയ ഇന്ത്യൻ താരം PV സിന്ധുവാണ്. PV സിന്ധു. സിസ് വാക്കുകൾ തമ്മിൽ കണക്ട് ചെയ്യുക. സ്വിസ് ഓപ്പൺ ബാഡ്മിൻ്റൺ വനിതാ സിംഗിൾസ് കിരീടം നേടിയത് PV സിന്ധുവാണ്. 2022 ICC വനിതാ ഏകദിന ക്രിക്കറ്റ് ലോകകപ്പിൻ്റെ ഫൈനൽ മാച്ച് റഫറിയായ ഇന്ത്യൻ വനിതയാണ് GS ലക്ഷ്മി. ICC വനിതാ ഏകദിന ക്രിക്കറ്റ് ലോകകപ്പിൻ്റെ ഫൈനൽ മാച്ച് റഫറിയായ ഇന്ത്യൻ വനിത GS ലക്ഷ്മി. ICC വനിതാ ഏകദിന ക്രിക്കറ്റ് ലോകകപ്പിൻ്റെ ഫൈനൽ മാച്ച് റഫറി GS ലക്ഷ്മി. ഓക്കെ. രാജ്യസഭയിൽ നിലവിൽ 100-ലേറെ അംഗങ്ങളുള്ള ഏക രാഷ്ട്രീയ കക്ഷിയാണ് BJP. രാജ്യസഭയിൽ നിലവിൽ 100-ലേറെ അംഗങ്ങളുള്ള ഏക രാഷ്ട്രീയ കക്ഷി ഏതെന്ന് ചോദിച്ചാൽ സംശയം നമുക്ക് BJP എന്ന് ഉത്തരം എഴുതാമല്ലോ. 14 രാജ്യങ്ങളിലെ പര്യടനത്തിനായി കൊച്ചിയിൽ നിന്ന് പുറപ്പെട്ട നാവികസേനയുടെ പായ്ക്കപ്പലാണ് INS തരംഗിണി. 14 രാജ്യം തരംഗിണി. 14 രാജ്യങ്ങളിലേക്ക് പര്യടനത്തിനായി കൊച്ചിയിൽ നിന്ന് പുറപ്പെട്ട നാവികസേനയുടെ പായ്ക്കപ്പലാണ് INS തരംഗിണി. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ കീഴിൽ ഏറ്റവും ഉയർന്ന വേതന നിരക്കുള്ള സംസ്ഥാനം ഹരിയാനയാണ്. 331 രൂപ. ഏറ്റവും ഉയർന്ന വേതന നിരക്ക് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ കീഴിൽ ഏറ്റവും ഉയർന്ന വേതന നിരക്ക് ഹരിയാനയാണ്. 331 രൂപ. റിസർവ് ബാങ്ക് ഇന്നോവേഷൻ ഹബ്ബ് നിലവിൽ വന്ന നഗരം ബാംഗ്ലൂരുവാണ്. റിസർവ് ബാങ്ക് ഇന്നോവേഷൻ ഹബ്ബ് നിലവിൽ വന്നത് ബാംഗ്ലൂരുവാണ്. ആദ്യ ദിനം ഏറ്റവും അധികം കളക്ഷൻ നേടുന്ന ഇന്ത്യൻ സിനിമ എന്ന റെക്കോർഡ് സൃഷ്ടിച്ച സിനിമ RRR. ഈയിടെ അടുത്തിറങ്ങിയ രാം ചരണും അതുപോലെ നമ്മുടെ NTR ഒക്കെ അഭിനയിച്ച പടമില്ല RRR. അതാണ് ആദ്യ ദിനം ഏറ്റവും അധികം കളക്ഷൻ നേടുന്ന ഇന്ത്യൻ സിനിമ എന്ന റെക്കോർഡ് സൃഷ്ടിച്ചത്. രൗദ്രം രണം രുദ്രം എന്നതാണ് ഇതിൻ്റെ ഒരു എക്സ്പാൻഷൻ ആ പേരിൻ്റെ RRR. ഓക്കെ, അതൊക്കെ ചോദിക്കാം ഒരു പക്ഷേ. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം കേരളത്തിലെ ഇപ്പോഴത്തെ വേതന നിരക്ക് 311 രൂപയാണ്. ഏറ്റവും കൂടുതലുള്ളത് ഹരിയാനയാണ്. 331 രൂപ. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം കേരളത്തിലെ ഇപ്പോഴത്തെ വേതന നിരക്ക് 311 രൂപ. EK നായനാർ മെമ്മോറിയൽ മ്യൂസിയം നിലവിൽ വന്ന സ്ഥലം ബർണശ്ശേരി, കണ്ണൂരാണ്. EK നായനാർ മെമ്മോറിയൽ മ്യൂസിയം നിലവിൽ വന്നത് എന്ന് അറിഞ്ഞിരിക്കുക. ഉക്രൈനിലെ ബുച്ച പട്ടണത്തിൽ നടന്ന ക്രൂരതകളുടെ പേരിൽ ഐക്യരാഷ്ട്ര സംഘടനയുടെ മനുഷ്യാവകാശ കൗൺസിലിൽ നിന്ന് പുറത്താക്കപ്പെട്ട രാജ്യം റഷ്യയാണ്. സിമ്പിളായിട്ട് ഓർത്തിരിക്കാമല്ലോ. ഉക്രൈനിലെ ബുച്ച പട്ടണത്തിൽ നടന്ന ക്രൂരതകളുടെ പേരിൽ UN ഹ്യൂമൻ റൈറ്റ്സ് കൗൺസിലിൽ നിന്ന് റഷ്യ പുറത്താക്കപ്പെട്ടു. സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന ശ്രീലങ്കയിലെ പുതിയ ധനമന്ത്രിയാണ് റെനിൽ വിക്രമസിംഗെ. അതിങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ശ്രീലങ്കയിലെ മന്ത്രിമാരൊക്കെ ഈയിടെ ഭയങ്കര മാറ്റങ്ങളായിരുന്നു. അപ്പോൾ ഇപ്പോൾ റെനിൽ വിക്രമസിംഗെയാണ് ശ്രീലങ്കയിലെ ധനമന്ത്രി. അതുപോലെ 2022 ഫോർമുല 1 കാറോട്ടത്തിലെ ഓസ്ട്രേലിയൻ ഗ്രാൻഡ് പ്രിയിൽ ജേതാവായ താരം ചാൾസ് ലെക്ലർക്കോയാണ്. 2022 ഫോർമുല 1 കാറോട്ടത്തിലെ ഓസ്ട്രേലിയൻ ഗ്രാൻഡ് പ്രിയിൽ ജേതാവായ താരം. ഓസ്ട്രേലിയൻ പുരുഷ ക്രിക്കറ്റ് ടീമിൻ്റെ മുഖ്യ പരിശീലകനായി നിയമിതനായ മുൻ താരമാണ് ആൻഡ്രൂ മക്ഡൊണാൾഡ്. ഓസ്ട്രേലിയൻ പുരുഷ ക്രിക്കറ്റ് ടീമിൻ്റെ മുഖ്യ പരിശീലകൻ ആൻഡ്രൂ മക്ഡൊണാൾഡ്. ഓർത്തിരിക്കുക, ഓസ്ട്രേലിയൻ പുരുഷ ക്രിക്കറ്റ് ടീമിൻ്റെ മുഖ്യ പരിശീലകൻ ആൻഡ്രൂ മക്ഡൊണാൾഡ്. അടുത്ത പോയിന്റ്, ഈ വർഷത്തെ ഗ്രാമി സംഗീത പുരസ്കാരങ്ങളിൽ ആൽബം ഓഫ് ദ ഇയർ പുരസ്കാരം സ്വന്തമാക്കിയത് ജോൺ ബറ്റിസ്റ്റ് ആണ്. ആൽബം ഓഫ് ദ ഇയർ ജോൺ ബറ്റിസ്റ്റ്. ആൽബം VR ആണ്. VR എന്ന ആൽബത്തിന് ഈ വർഷത്തെ ഗ്രാമി സംഗീത പുരസ്കാരങ്ങളിൽ ആൽബം ഓഫ് ദ ഇയർ പുരസ്കാരം ലഭിച്ചത് ജോൺ ബറ്റിസ്റ്റിന്. ആൽബം VR. എന്നോട് പറയാം, ഈ വർഷത്തെ ഗ്രാമി സംഗീത പുരസ്കാരങ്ങളിൽ ആൽബം ഓഫ് ദ ഇയർ ജോൺ ബറ്റിസ്റ്റ്, ആൽബം VR. ഓക്കെ.
സ്വന്തമാക്കിയത് ജോൺ ബറ്റിസ്റ്റ്. ആൽബത്തിൻ്റെ പേര് VR. ഈ വർഷത്തെ ഗ്രാമി സംഗീത പുരസ്കാരങ്ങളിൽ റെക്കോർഡ് ഓഫ് ദ ഇയർ, സോങ് ഓഫ് ദ ഇയർ ബഹുമതികൾ നേടിയ ലീവ് ദ ഡോർ ഓപ്പൺ ഒരുക്കിയ സംഗീത ജോഡിയാണ് ബ്രൂണോ മാസ് ആൻഡേഴ്സൺ ഈ സംഗീത ജോഡിയാണ് ഈ വർഷത്തെ റെക്കോർഡ് ഓഫ് ദ ഇയർ, സോങ് ഓഫ് ദ ഇയർ ബഹുമതി നേടിയത്. ആ ബഹുമതികൾക്ക് അർഹമായ ലീവ് ദ ഡോർ ഓപ്പൺ എന്ന സംഗീതം ആണ് ഈ ബ്രൂണോ മാസ് ആൻഡേഴ്സൺ ജോഡി ഒരുക്കിയത്. സിൽക്ക് സോണിക്. ഓക്കെ. ഗ്രാമി സംഗീത പുരസ്കാരങ്ങളിൽ ഡിവൈൻ ടൈറ്റ്സ് ഗ്രാമി സംഗീത പുരസ്കാരങ്ങളിൽ ഡിവൈൻ ടൈറ്റ്സ് എന്ന ആൽബത്തിലൂടെ മികച്ച ന്യൂ ഏജ് ആൽബം പുരസ്കാരം നേടിയ ഇന്ത്യൻ സംഗീതജ്ഞനാണ് റിക്കി കേജ്. ഇമ്പോർട്ടൻ്റ് ആണത്, ഇന്ത്യയുടെയാണ്. ഗ്രാമി സംഗീത പുരസ്കാരങ്ങളിൽ ദി വൈൻ ടൈറ്റ്സ് എന്ന ആൽബത്തിലൂടെ മികച്ച ന്യൂജൻ ആൽബം പുരസ്കാരം നേടിയ ഇന്ത്യൻ സംഗീതജ്ഞനാണ് റിക്കി കേജ്. എന്നോടെ പറയാം, ഗ്രാമി സംഗീത പുരസ്കാരങ്ങളിൽ ദി വൈൻ ടൈറ്റ്സ് എന്ന ആൽബത്തിലൂടെ മികച്ച ന്യൂ ഏജ് ആൽബം എന്ന പുരസ്കാരം നേടിയ ഇന്ത്യൻ സംഗീതജ്ഞനാണ് റിക്കി കേജ്. എ കളർഫുൾ വേൾഡ് എന്ന ആൽബത്തിലൂടെ കുട്ടികളുടെ ആൽബത്തിനുള്ള ഗ്രാമി പുരസ്കാരം നേടിയ ഇന്ത്യൻ വംശജയാണ് ഫൽഗുനി ഷാ. ദ കളർഫുൾ വേൾഡ് എന്ന ആൽബത്തിലൂടെ കുട്ടികളുടെ ആൽബത്തിനുള്ള ഗ്രാമി പുരസ്കാരം നേടിയ ഇന്ത്യൻ വംശജയാണ് ഫൽഗുനി ഷാ. ഓക്കെ. ഫോബ്സ് മാഗസിൻ പുറത്തിറക്കിയ ആഗോള സമ്പന്നരുടെ പട്ടികയിൽ ഒന്നാമതെത്തിയ വ്യക്തിയാണ് ഇലോൺ മസ്ക്. ടെസ്ലയുടെ മേധാവിയായ ഇലോൺ മസ്ക് ഫോബ്സിൻ്റെ പട്ടികയിൽ ഒന്നാമതെത്തി, സമ്പന്നരുടെ പട്ടികയിൽ. എല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കുന്നു. ഫോബ്സ് മാഗസിൻ്റെ സമ്പന്നരുടെ പട്ടികയിൽ ആഗോളതലത്തിൽ 10ാം സ്ഥാനത്തെത്തിയ ഇന്ത്യക്കാരൻ മുകേഷ് അംബാനിയാണ്. റിലയൻസ് ഇൻഡസ്ട്രീസ് ചെയർമാനായ മുകേഷ് അംബാനിയാണ് ഫോബ്സിൻ്റെ പട്ടികയിൽ 10ാം സ്ഥാനത്തെത്തിയ ഇന്ത്യക്കാരൻ. ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി കാർഷിക ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതി $50 ബില്യൺ കവിഞ്ഞ സാമ്പത്തിക വർഷമാണ് 2021-22. ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി കാർഷിക ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതി $50 ബില്യൺ കവിഞ്ഞു 2021-22 കാലയളവിൽ. ഫോബ്സ് മാഗസിൻ്റെ സമ്പന്നരുടെ പട്ടികയിൽ മലയാളി സമ്പന്നരിൽ 1ാം സ്ഥാനം നേടിയ വ്യക്തി MA യൂസഫ് അലിയാണ്. മലയാളികളുടെ അഭിമാനമായ MA യൂസഫ് അലി, ലൂയി ഗ്രൂപ്പ് ചെയർമാൻ. അപ്പോൾ ഫോബ്സ് മാഗസിൻ്റെ സമ്പന്നരുടെ പട്ടികയിൽ മലയാളി സമ്പന്നരിൽ 1ാം സ്ഥാനം നേടിയ വ്യക്തി MA യൂസഫ് അലി. 2022 ഏപ്രിൽ 2 ഇന്ത്യയുമായി സാമ്പത്തിക സഹകരണ വ്യാപാര കരാർ ഒപ്പിട്ട രാജ്യം ഓസ്ട്രേലിയയാണ്. 2022 ഏപ്രിൽ മാസത്തിൽ ഓസ്ട്രേലിയ. 2022 ഏപ്രിൽ 2 ഇന്ത്യയുമായി സാമ്പത്തിക സഹകരണ വ്യാപാര കരാർ ഒപ്പിട്ട രാജ്യം ഓസ്ട്രേലിയയാണ്. ഇന്ത്യ ഓസ്ട്രേലിയ സാമ്പത്തിക സഹകരണ വ്യാപാര കരാറിൽ ഒപ്പുവെച്ച വാണിജ്യ മന്ത്രിമാർ പീയൂഷ് ഗോയലും ഡാൻ ഡെഹാനുമാണ്. ഓക്കെ. CPM-ന്റെ ദേശീയ ജനറൽ സെക്രട്ടറിയായി 3ാം തവണയും തിരഞ്ഞെടുക്കപ്പെട്ട നേതാവ് സീതാറാം യെച്ചൂരിയാണ്. അത്യാവശ്യം പത്രം വായിക്കുന്നവർക്ക് എല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കുന്നു. CPM-ന്റെ ദേശീയ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി 3ാം തവണയും അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടു. CPM പോളിറ്റ് ബ്യൂറോയിൽ അംഗമാകുന്ന ദളിത് വിഭാഗത്തിൽ നിന്നുള്ള ആദ്യ നേതാവ് ഡോക്ടർ രാമചന്ദ്ര ധോം. CPM പോളിറ്റ് ബ്യൂറോയിൽ അംഗമാകുന്ന ദളിത് വിഭാഗത്തിൽ നിന്നുള്ള ആദ്യ നേതാവ് ഡോക്ടർ രാമചന്ദ്ര ധോമാണെന്ന് ഓർത്തിരിക്കുക. CPM പോളിറ്റ് ബ്യൂറോയിൽ അംഗമാകുന്ന ദളിത് വിഭാഗത്തിൽ നിന്നുള്ള ആദ്യ നേതാവ് ഡോക്ടർ രാമചന്ദ്ര ധോം. US സുപ്രീം കോടതി ജഡ്ജിയാകുന്ന ആദ്യ ആഫ്രോ അമേരിക്കൻ വംശജയാണ് കേതൻജി ബ്രൗൺ ജാക്സൺ. US സുപ്രീം കോടതി ജഡ്ജിയാകുന്ന ആദ്യ ആഫ്രോ അമേരിക്കൻ വംശജയാണ് കേതൻജി ബ്രൗൺ ജാക്സൺ. ഇവരുടെ ആ ഒരു ബ്രൗൺ കളറിൻ്റെ പേരിലാണല്ലോ ഇവർ ഏറ്റവും കൂടുതൽ ഇത് കേൾക്കുന്നത്. അപ്പോൾ ബ്രൗൺ ആഫ്രോ അമേരിക്കൻ ആയപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു ബ്രൗൺ ഉണ്ടെന്ന് ഓർത്തേ, ബ്രൗൺ ജാക്സൺ. US സുപ്രീം കോടതി ജഡ്ജിയാകുന്ന ആദ്യ ആഫ്രോ അമേരിക്കൻ വംശജയാണ് കേതൻജി ബ്രൗൺ ജാക്സൺ. 2022 ഒക്ടോബറിൽ ഭുവനേശ്വർ, ഗോവ, നവി മുംബൈ എന്നീ നഗരങ്ങൾ വേദിയാകുന്ന ഫിഫ ടൂർണമെൻറ്റാണ് അണ്ടർ-17 വനിതാ ലോകകപ്പ്. 2022 അണ്ടർ-17 വനിതാ ലോകകപ്പ് ഭുവനേശ്വർ, ഗോവ, നവി മുംബൈ എന്നീ നഗരങ്ങൾ വേദിയാകുന്നു. അടുത്ത പോയിന്റ്, ഇന്ത്യ US 2+2 ചർച്ചകളിൽ US-നെ പ്രതിനിധീകരിച്ച് പങ്കെടുത്ത സെക്രട്ടറിമാരാണ് ആന്റണി ബ്ലിങ്കനും ലോയിഡ് ജെ ഓസ്റ്റിനും. ആന്റണി ബ്ലിങ്കനും ഇന്ത്യ US 2+2 ചർച്ചകളിൽ US-നെ പ്രതിനിധീകരിച്ചു. ആന്റണി ബ്ലിങ്കനും ലോയിഡ് ജെ ഓസ്റ്റിനും ഇന്ത്യ US 2+2 ചർച്ചകളിൽ US-നെ പ്രതിനിധീകരിച്ചു എന്ന് അറിഞ്ഞിരിക്കുക. ഇന്ത്യ US 2+2 ചർച്ചകളിൽ US-നെ പ്രതിനിധീകരിച്ച് പങ്കെടുത്ത കേന്ദ്രമന്ത്രിമാരാണ് രാജ്നാഥ് സിംഗും S ജയശങ്കറും. ഇന്ത്യയെ പ്രതിനിധീകരിച്ചു. ഓക്കെ. 183 ദിവസത്തെ ദൗത്യം പൂർത്തിയാക്കി 3 ബഹിരാകാശ യാത്രികരോടൊപ്പം തിരിച്ചെത്തിയ ചൈനീസ് ബഹിരാകാശ പേടകമാണ് ഷെൻസു 13. അവസാനിക്കുന്നത് 3-ലാണല്ലോ. ആ 3-ൻ്റെ രണ്ടറ്റവും കൂട്ടിമുടിച്ചിൽ 8 വരുമല്ലോ. 8 അപ്പുറത്തോട്ട് എഴുതി, പിന്നെ ഒന്നുകൂടെ ഇട്ടാൽ മതി. 183 ദിവസത്തെ ദൗത്യം ഓർത്തിരിക്കാം. 183 ദിവസത്തെ ദൗത്യം പൂർത്തിയാക്കി 3 ബഹിരാകാശ യാത്രികരോടൊപ്പം തിരിച്ചെത്തിയ ചൈനീസ് ബഹിരാകാശ പേടകമാണ് ഷെൻസു 13. ഓക്കെ. അടുത്ത പോയിന്റ്, ഇസ്രായേൽ വിജയകരമായി പരീക്ഷിച്ച പുതിയ ലേസർ മിസൈൽ പ്രതിരോധ സംവിധാനമാണ് അയൺ ബീം. അയൺ ബീം. അടുത്ത പോയിന്റ്, റഷ്യ ഉക്രൈൻ യുദ്ധത്തെ തുടർന്ന് റഷ്യൻ, ബെലാറൂസ്,
താരങ്ങൾക്ക് വിലക്ക് ഏർപ്പെടുത്തിയ ടെന്നീസ് ഗ്രാൻഡ് സ്ലാം ചാമ്പ്യൻഷിപ്പാണ് വിംബിൾഡൺ. റഷ്യ ഉക്രൈൻ യുദ്ധത്തെ തുടർന്ന് റഷ്യൻ ബെലാറസ് താരങ്ങൾക്ക് വിംബിൾഡൺ വിലക്ക് ഏർപ്പെടുത്തിയെന്ന് അറിഞ്ഞിരിക്കുക. വിംബിൾഡൺ വിലക്ക് ഏർപ്പെടുത്തി. പാകിസ്ഥാൻ്റെ പുതിയ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ്. നമ്മുടെ ഇതിനു മുമ്പത്തെ പ്രധാനമന്ത്രിയായിരുന്ന നവാസ് ഷെരീഫിൻ്റെ മകളാണ് ഷഹബാസ് ഷെരീഫ്. പാകിസ്ഥാൻ്റെ പുതിയ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ്. ഈ വർഷത്തെ ലോക പൈതൃക ദിനത്തിൻ്റെ ഏപ്രിൽ 18 പ്രമേയമാണ് ഹെറിറ്റേജ് ആൻഡ് ക്ലൈമറ്റ്. ഈ വർഷത്തെ ലോക പൈതൃക ദിനമായ ഏപ്രിൽ 18 പ്രമേയം ഹെറിറ്റേജ് ആൻഡ് ക്ലൈമറ്റ്. ഈ വർഷത്തെ ലോക പൈതൃക ദിനത്തിൻ്റെ പ്രമേയം ഹെറിറ്റേജ് ആൻഡ് ക്ലൈമറ്റ്. ഇന്ത്യ US 2+2 ചർച്ചകൾക്ക് വേദിയായ നഗരം വാഷിംഗ്ടൺ ആണ്. ഇന്ത്യ US 2+2 ചർച്ചകൾക്ക് വേദിയായ നഗരം വാഷിംഗ്ടൺ ആണെന്ന് ഓർത്തിരിക്കുക. ഇന്ത്യ US ആണ് 2+2 ചർച്ചകൾ വാഷിംഗ്ടണിലാണ് നടന്നത്. അടുത്ത വർഷം സ്ട്രീറ്റ് ചൈൽഡ് ക്രിക്കറ്റ് ലോകകപ്പിന് വേദിയാകുന്ന രാജ്യം ഇന്ത്യയാണ്. ക്രിക്കറ്റ് എല്ലാം ആദ്യം തുടങ്ങുന്ന മിക്കതും ഇന്ത്യയിലല്ലേ. അപ്പം അടുത്ത വർഷം സ്ട്രീറ്റ് ചൈൽഡ് ക്രിക്കറ്റ് ലോകകപ്പിന് ഇന്ത്യ വേദിയാകുമെന്ന് ഓർത്തിരിക്കുക. ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രിമാരുടെ ജീവിതവും സംഭാവനകളും ചിത്രീകരിക്കുന്ന ന്യൂഡൽഹിയിലെ മ്യൂസിയമാണ് പ്രധാനമന്ത്രി സംഗ്രഹാലയ. ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രിമാരുടെ ജീവിതവും സംഭാവനകളും ചിത്രീകരിക്കുന്ന ന്യൂഡൽഹിയിലെ മ്യൂസിയത്തിൻ്റെ പേര് പ്രധാനമന്ത്രി സംഗ്രഹാലയ. മുൻ പ്രധാനമന്ത്രിമാരുടെ ജീവിതവും സംഭാവനകളും പ്രധാനമന്ത്രി സംഗ്രഹാലയ. ഓക്കെ. പ്രോജക്റ്റ് 75ൻ്റെ ഭാഗമായി പുറത്തിറക്കുന്ന അവസാന സ്കോർപിയൻ സബ്മറൈനാണ് INS വാഗ്ഷീർ. പ്രോജക്റ്റ് 75ൻ്റെ ഭാഗമായി പുറത്തിറക്കുന്ന അവസാന സ്കോർപിയൻ സബ്മറൈൻ. പ്രോജക്റ്റ് 75ൻ്റെ ഭാഗമായി പുറത്തിറക്കുന്ന അവസാന സ്കോർപിയൻ സബ്മറൈനാണ് INS വാഗ്ഷീർ. നീതി ആയോഗിൻ്റെ ഊർജ്ജ കാലാവസ്ഥാ സൂചികയിൽ ഒന്നാമതെത്തിയ സംസ്ഥാനം ഗുജറാത്താണ്. വലിയ സംസ്ഥാനമാണ്. നീതി ആയോഗിൻ്റെ ഊർജ്ജ കാലാവസ്ഥാ സൂചികയിൽ ഒന്നാമതെത്തിയ സംസ്ഥാനം ഗുജറാത്ത്. നീതി ആയോഗിൻ്റെ ഊർജ്ജ കാലാവസ്ഥാ സൂചികയിൽ ഒന്നാമതെത്തിയ സംസ്ഥാനം, ചെറിയ സംസ്ഥാനം എന്ന് ചോദിച്ചാൽ ഗോവയാണ്. നീതി ആയോഗിൻ്റെ ഊർജ്ജ കാലാവസ്ഥാ സൂചികയിൽ ഒന്നാമതെത്തിയ വലിയ സംസ്ഥാനം ഗുജറാത്ത്, ചെറിയ സംസ്ഥാനം ഗോവ. ചെന്നൈ IIT ഗവേഷകർ നിർമ്മിച്ച ഇന്ത്യയിലെ ആദ്യത്തെ തദ്ദേശീയ പോളിസെൻട്രിക് കൃത്രിമ കാൽമുട്ടാണ് കദം. കാലും കഥവുമായിട്ട് കണക്ട് ചെയ്യാമല്ലോ. കദം എന്ന് വെച്ചാൽ കാലുമായിട്ട് ബന്ധപ്പെട്ടതല്ലേ. ചെന്നൈ IIT ഗവേഷകരാണ്. ചെന്നൈ IIT ഗവേഷകർ നിർമ്മിച്ച ഇന്ത്യയിലെ ആദ്യത്തെ തദ്ദേശീയ പോളിസെൻട്രിക് കൃത്രിമ കാൽമുട്ടാണ് കദം. കാഴ്ച വൈകല്യമുള്ളവർക്കായി തുടങ്ങിയ ഇന്ത്യയിലെ ആദ്യ റേഡിയോ ചാനലാണ് റേഡിയോ അക്ഷ്. അക്ഷം കാഴ്ചയുമായിട്ട്, അക്ഷം കാഴ്ച, കണ്ണ് കണക്ട് ചെയ്യാമല്ലോ. കാഴ്ച വൈകല്യമുള്ളവർക്കായി തുടങ്ങിയ ഇന്ത്യയിലെ ആദ്യ റേഡിയോ ചാനലാണ് റേഡിയോ അക്ഷ്. ഡാനിഷ് ഓപ്പൺ സ്വിമ്മിംഗ് മീറ്റിൽ സ്വർണ്ണം നേടിയ മലയാളി താരമാണ് സാജൻ പ്രകാശ്. ഡാനിഷ് നിഷ്കളങ്ക എന്ന് വിളിക്കുന്നോർത്തി. നിഷ്കളങ്കൻ്റെ മനസ്സിൽ എപ്പോഴും പ്രകാശമായിരിക്കും, ഇരുട്ടൊന്നുമില്ല, ചീത്ത ചിന്തകളൊന്നുമില്ല അല്ലേ. അപ്പോൾ അവൻ്റെ മനസ്സിൽ പ്രകാശമാണെന്ന് ഓർത്തപ്പോൾ നിഷ്കളങ്ക, ഡാനിഷ് പ്രകാശ്. ഡാനിഷ് ഓപ്പൺ സ്വിമ്മിംഗ് മീറ്റിൽ സ്വർണ്ണം നേടിയ മലയാളി താരം പ്രകാശ്, സാജൻ പ്രകാശ്. ഓക്കെ. അടുത്ത പോയിന്റ്, UNEP ചാമ്പ്യൻസ് ഓഫ് ദി എർത്ത് ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് പുരസ്കാരം നേടിയ പ്രകൃതി ശാസ്ത്രജ്ഞനാണ് ഡേവിഡ് ആറ്റംബറോ. UNEP യുണൈറ്റഡ് നേഷൻസ് എൻവയോൺമെൻറ്റൽ പ്രോഗ്രാമാണ് UNEP ചാമ്പ്യൻസ് ഓഫ് ദി എർത്ത് ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് പുരസ്കാരം നേടിയ പ്രകൃതി ശാസ്ത്രജ്ഞൻ്റെ പേര് ഡേവിഡ് ആറ്റംബറോ. നാറ്റോ സംഘടിപ്പിച്ച സൈബർ ഡിഫൻസ് എക്സസൈസാണ് ലോക്ക്ഡ് ഷീൽഡ്. നാറ്റോ സംഘടിപ്പിച്ച സൈബർ ഡിഫൻസ് എക്സസൈസാണ് ലോക്ക്ഡ് ഷീൽഡ്. ശരിക്കും ഈ റഷ്യയെ ലോക്ക് ചെയ്യാൻ നാറ്റോ ശ്രമിക്കുന്നതിൻ്റെ ഒരു ഭാഗം കൂടിയാണ് ഈ യുക്രൈൻ വാർ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ നാറ്റോ എല്ലാവരും ലോക്ക് ചെയ്യാൻ നോക്കുകയാണ് അല്ലേ. നാറ്റോ സംഘടിപ്പിച്ച സൈബർ ഡിഫൻസ് എക്സസൈസാണ് ലോക്ക്ഡ് ഷീൽഡ്. ഓക്കെ. മനുഷ്യരിൽ ആദ്യമായി H3N8 പക്ഷിപ്പനി സ്ഥിരീകരിച്ച രാജ്യം ചൈനയാണ്. ചൈനയിലാണ് ഇപ്പോൾ എല്ലാ പനിയും സ്ഥിരീകരിക്കുന്നത്. മനുഷ്യരിൽ ആദ്യമായി H3N8 പക്ഷിപ്പനി സ്ഥിരീകരിച്ച രാജ്യം ചൈന. 2021 ഏറ്റവും മികച്ച ക്രിക്കറ്റ് താരമായി ലീഡിംഗ് ക്രിക്കറ്റർ ഓഫ് ദ ഇയർ ഇൻ ദ വേൾഡ് വിസ്ഡൺ ക്രിക്കറ്റേഴ്സ് അൽമാനാക് തിരഞ്ഞെടുത്ത ഇംഗ്ലീഷ് താരമാണ് ജോ റൂട്ട്. 2021 ഏറ്റവും മികച്ച ക്രിക്കറ്റ് താരമായി ലീഡിംഗ് ക്രിക്കറ്റർ ഓഫ് ദ ഇയർ ഇൻ ദ വേൾഡ് വിസ്ഡൺ ക്രിക്കറ്റേഴ്സ് അൽമാനാക് തിരഞ്ഞെടുത്ത ഇംഗ്ലീഷ് താരം ആര് എന്ന് ചോദിച്ചാൽ ജോ റൂട്ടാണ്. ലീഡിംഗ് ക്രിക്കറ്റർ ഓഫ് ദ ഇയർ ഇൻ ദ വേൾഡ് എന്ന കാറ്റഗറിയാണ്. 2020 ഒക്കെ വേറെ ഉണ്ട്. അപ്പോൾ 2021 ഏറ്റവും മികച്ച ക്രിക്കറ്റ് താരമായി ലീഡിംഗ് ക്രിക്കറ്റർ ഓഫ് ദ ഇയർ ഇൻ ദ വേൾഡ് എന്ന പുരസ്കാരം നേടിയത് ജോ റൂട്ടാണ്. അതുപോലെ ഏറ്റവും മികച്ച വനിതാ ക്രിക്കറ്റ് താരമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ദക്ഷിണാഫ്രിക്കൻ താരമായ ലിസലി ലീ ആണ്. വനിതാ ക്രിക്കറ്റ് താരം ലിസലി ലീ. അതുപോലെ പുരുഷ ക്രിക്കറ്റ് താരം ജോ റൂട്ടാണ്. ലീഡിംഗ് ക്രിക്കറ്റർ ഓഫ് ദ ഇയർ പുരസ്കാരം വിറ്റ്സൺ ക്രിക്കറ്റേഴ്സ് അൽമാനാക് തിരഞ്ഞെടുത്ത ഇംഗ്ലീഷ് താരം പുരുഷ താരം ജോ റൂട്ട്, വനിതാ താരം ലിസലി ലീ. ദക്ഷിണാഫ്രിക്കൻ താരമാണ് ലിസലി ലീ. അതുപോലെ 2021 ഏറ്റവും മികച്ച ക്രിക്കറ്റ് താരമായി ലീഡിംഗ് 2020 ക്രിക്കറ്റർ വിസ്ഡൺ ക്രിക്കറ്റേഴ്സ് അൽമാനാക് തിരഞ്ഞെടുത്തത് മുഹമ്മദ് റിസ്വാനെയാണ്. പാകിസ്ഥാൻ്റെ മുഹമ്മദ് റിസ്വാനെയാണ് 2020 ലീഡിംഗ് ക്രിക്കറ്റർ ഓഫ് ദി ഇയർ അല്ലെങ്കിൽ ലീഡിംഗ് 2020 ക്രിക്കറ്റർ പുരസ്കാരത്തിന് തിരഞ്ഞെടുത്തത്. 2021 ഏറ്റവും മികച്ച ക്രിക്കറ്റ് താരമായി ലീഡിംഗ് 2020 ക്രിക്കറ്ററായി തിരഞ്ഞെടുത്തത് മുഹമ്മദ് റിസ്വാനെയാണെന്ന് അറിഞ്ഞിരിക്കുക. അപ്പം വിസ്ഡൺ ക്രിക്കറ്റേഴ്സ് അൽമാനാക്കിൻ്റെ 3 പോയിന്റുകൾ ജോ റൂട്ട്, ലിസലി ലീ, മുഹമ്മദ് റിസ്വാൻ. ജോ റൂട്ടാണ് ലീഡിംഗ് ക്രിക്കറ്റർ ഓഫ് ദ ഇയർ ഇൻ ദ വേൾഡ് എന്ന് വെച്ചാൽ മൊത്തത്തിൽ തിരഞ്ഞെടുത്തത് ജോ റൂട്ട് പുരുഷ താരം.
വനിതാ താരം ലിസലി ലീ. 2020 ആണെങ്കിൽ ലീഡിംഗ് ക്രിക്കറ്റർ ഓഫ് ദി ഇയർ, 2020 ആണെങ്കിൽ മുഹമ്മദ് റിസ്വാനാണ് ബിറ്റ്സൺ ക്രിക്കറ്റേഴ്സ് സൽമാനാക് തിരഞ്ഞെടുത്തത്. ഓക്കെ, അടുത്ത പോയിന്റ് നീതി ആയോഗിൻ്റെ പുതിയ വൈസ് ചെയർമാൻ സുമൻ കെ ബെറിയാണ്. നീതി ആയോഗിൻ്റെ പുതിയ വൈസ് ചെയർമാൻ സുമൻ കെ ബെറി. ഇന്ത്യയിലെ ആദ്യ രാജ്യാന്തര ക്രൂസ് കോൺഫറൻസിന് വേദിയാകുന്ന നഗരം മുംബൈയാണ്. ഇന്ത്യയിലെ ആദ്യ രാജ്യാന്തര ക്രൂസ് കോൺഫറൻസിന് വേദിയാകുന്ന നഗരം മുംബൈ. ന്യൂഡൽഹിയിൽ നടന്ന ഇന്ത്യ ഇന്റർനാഷണൽ കോൺക്ലേവിൽ ആഗോള സമാധാന അംബാസഡറായി തിരഞ്ഞെടുക്കപ്പെട്ട വനിത ബബിത സിംഗ്. എൻ്റെ കൂടെ ഒരു ബബിത പഠിച്ചിട്ടുണ്ടായിരുന്നു. പുള്ളിക്കാരിയും ഭയങ്കര സമാധാനപ്രിയമായിരുന്നു. അത് അങ്ങനെ സംസാരിക്കത്തൊന്നുമില്ല. അപ്പോൾ ആ രീതിയിൽ നിങ്ങളും ബബിത എന്ന് കേട്ടാൽ ഇനി സമാധാനമായിട്ട് കണക്ട് ചെയ്തോളുക. ന്യൂഡൽഹിയിൽ നടന്ന ഇന്ത്യ ഇന്റർനാഷണൽ കോൺക്ലേവിൽ ആഗോള സമാധാന അംബാസഡറായി തിരഞ്ഞെടുക്കപ്പെട്ട വനിത ബബിത സിംഗ്. ഇന്ത്യയിലെ ആദ്യ കാർബൺ ന്യൂട്രൽ പഞ്ചായത്തായി മാറിയ ജമ്മു കാശ്മീർ ഗ്രാമമാണ് പല്ലി. ഇന്ത്യയിലെ ആദ്യ കാർബൺ ന്യൂട്രൽ പഞ്ചായത്തായി മാറിയ ജമ്മു കാശ്മീർ ഗ്രാമമാണ് പല്ലി. കാർബൺ ന്യൂട്രൽ ആയതുകൊണ്ട് ഒരുപാട് പല്ലികളൊക്കെ ഉണ്ടെന്ന് ഓർത്തി, പ്രകൃതി രമണീയമായതുകൊണ്ട്. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ കാർബൺ ന്യൂട്രൽ പഞ്ചായത്തായി മാറിയ ജമ്മു കാശ്മീരിലെ ഗ്രാമമാണ് പല്ലി. ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ ബസ് സർവീസ് നിലവിൽ വന്നത് മഹാരാഷ്ട്രയിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ ബസ് സർവീസ് നിലവിൽ വന്ന സംസ്ഥാനം മഹാരാഷ്ട്ര. ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ ബസ് സർവീസ് നിലവിൽ വന്ന സംസ്ഥാനം മഹാരാഷ്ട്ര. ഇന്ത്യയിലെ ആദ്യ ഡയറി കമ്മ്യൂണിറ്റി റേഡിയോ സ്റ്റേഷൻ ദൂദ്വാണിയാണ്. ഡയറി കമ്മ്യൂണിറ്റി റേഡിയോ സ്റ്റേഷൻ ദൂദ്വാണി. പണ്ട് കാലത്ത് ഡയറിയുടെയൊക്കെ പേജ് കയറിയാണ് ഈ ദൂത് പ്രേമലേഖനൊക്കെ ആൾക്കാർ എഴുതിക്കൊണ്ടിരുന്നതെന്ന് ഓർത്ത്. ദൂത് വാണി ഡയറി കമ്മ്യൂണിറ്റി റേഡിയോ സ്റ്റേഷൻ. ഇന്ത്യയിലെ ആദ്യ ഡയറി കമ്മ്യൂണിറ്റി റേഡിയോ സ്റ്റേഷൻ ദൂദ്വാണി. കരസേനയുടെ പുതിയ മേധാവി മനോജ് പാണ്ഡെ. ലഫ്റ്റനന്റ് ജനറൽ മനോജ് പാണ്ഡെ. കരസേനയുടെ പുതിയ മേധാവി മനോജ് പാണ്ഡെ. ഓക്കെ, എല്ലാ ഗ്രാമങ്ങളിലും ലൈബ്രറികൾ നിർമ്മിച്ച ഇന്ത്യയിലെ ആദ്യ ജില്ല ജംതാര, ജാർഖണ്ഡ്. ജാർഖണ്ഡിലെ ജംതാര എന്ന ജില്ലയിലാണ് ലൈബ്രറികൾ നിർമ്മിച്ചത്. എല്ലാ ഗ്രാമങ്ങളിലും ലൈബ്രറികൾ നിർമ്മിച്ച ഇന്ത്യയിലെ ആദ്യ ജില്ല ജംതാര, ജാർഖണ്ഡ്. ഇന്ത്യയുടെ മൂന്നാം ചാന്ദ്ര ദൗത്യം ചന്ദ്രയാൻ 3 അതിൻ്റെ ചിത്രങ്ങൾ പുറത്തുവിട്ട ഇസ്രോ ഡോക്യുമെൻ്ററിയാണ് സ്പേസ് ഓൺ വീൽസ്. ചന്ദ്രയാൻ 3യുടെ ചിത്രങ്ങൾ പുറത്തുവിട്ടത് സ്പേസ് ഓൺ വീൽസ് എന്ന ഡോക്യുമെൻ്ററിയാണ്. അടുത്ത പോയിന്റ്, വിപണിയിലെത്തുന്ന മത്സ്യത്തിലെ മായം കണ്ടെത്തുന്നതിനായി സംസ്ഥാന ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ആരംഭിച്ച ദൗത്യമാണ് ഓപ്പറേഷൻ മത്സ്യ. പേര് വെച്ച് തന്നെ കണക്ട് ചെയ്യാം. മത്സ്യത്തിലെ മായം കണ്ടെത്താൻ വേണ്ടി സംസ്ഥാന ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ഓപ്പറേഷൻ മത്സ്യ എന്ന പദ്ധതി ആരംഭിച്ചു. 2021 കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാര നിർണ്ണയത്തിനായി തെരഞ്ഞെടുക്കപ്പെട്ട ജൂറി ചെയർമാനാണ് സയ്യിദ് അക്തർ മിർസ. 2021 കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാര നിർണ്ണയത്തിനായി തെരഞ്ഞെടുക്കപ്പെട്ട ജൂറി ചെയർമാനാണ് സയ്യിദ് അക്തർ മിർസ. ഓർത്തിരിക്കുക, 2021 കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാര നിർണ്ണയത്തിനായി തെരഞ്ഞെടുക്കപ്പെട്ട ജൂറി ചെയർമാനാണ് സയ്യിദ് അക്തർ മിർസ. 6 സംസ്ഥാനങ്ങളുടെ ഗവർണർ പദവിയിലിരുന്ന ഏക മലയാളിയാണ് കെ ശങ്കരനാരായണൻ. 6 സംസ്ഥാനങ്ങളുടെ ഗവർണർ പദവിയിലിരുന്ന ഏക മലയാളി കെ ശങ്കരനാരായണൻ. ഈ ശങ്കരനാരായണൻ എന്ന് പേര് കേൾക്കുമ്പോൾ തന്നെ എനിക്ക് നരസിംഹത്തിലെ മറ്റേ ഭീമൻ്റെ ഗൂവിൻ്റെ കഥാപാത്രത്തെ ഓർമ്മ വരുന്നത്. ശങ്കരനാരായണൻ മോലിടിച്ച് മറ്റേ ഒരു ഗോളങ്ങളിലൊക്കെ ഇടി ഉണ്ടാക്കത്തില്ലേ. അപ്പോൾ 6 വർഷത്തെ ഇടവേള കഴിഞ്ഞാണല്ലോ ഇന്ദുചൂടൻ വരുന്നത്. ആ ഇന്ദുചൂടനാണല്ലോ ശങ്കരനാരായണൻ ഇടിക്കുന്നത്. അപ്പോൾ ശങ്കരനാരായണനും 6 വർഷമായിട്ട് കണക്ട് ചെയ്യാമല്ലോ നമ്മൾ ഈ കണക്കൊക്കെ വെച്ച്. അപ്പോൾ 6 സംസ്ഥാനങ്ങളുടെ ഗവർണർ പദവിയിലിരുന്നതും ശങ്കരനാരായണനാണെന്ന് ഓർത്തിരിക്കുക. 6 സംസ്ഥാനങ്ങളുടെ ഗവർണർ പദവിയിലിരുന്ന ഏക മലയാളി ശങ്കരനാരായണൻ. രാജ്യാന്തര ബഹിരാകാശ നിലയത്തിലേക്ക് നാസയുടെ 4 യാത്രികരെ എത്തിക്കുന്നതിനായുള്ള സ്പേസ് എക്സിൻ്റെ ദൗത്യമാണ് ക്രൂ 4. 4 യാത്രക്കാരെ എത്തിക്കാൻ വേണ്ടി ക്രൂ 4. രാജ്യാന്തര ബഹിരാകാശ നിലയത്തിലേക്ക് നാസയുടെ 4 യാത്രക്കാരെ എത്തിക്കുന്നതിനായുള്ള സ്പേസ് എക്സിൻ്റെ ദൗത്യമാണ് ക്രൂ 4 എന്ന് അറിഞ്ഞിരിക്കുക. UN ലോക വിനോദസഞ്ചാര സംഘടനയിൽ UN ലോക വിനോദസഞ്ചാര സംഘടനയിൽ നിന്നും പിന്മാറിയ രാജ്യമാണ് റഷ്യ. അടുത്ത പോയിന്റ്, 2022 ക്വാഡ് ഉച്ചകോടിക്ക് വേദിയാകുന്ന നഗരം ടോക്കിയോ ആണ്. 2022 ടോക്കിയോ, എല്ലാം 2 അല്ലേ, അപ്പോൾ ടോക്കിയോ. 2022 ക്വാഡ് ഉച്ചകോടിക്ക് വേദിയാകുന്ന നഗരം ടോക്കിയോ ആണെന്ന് അറിഞ്ഞിരിക്കുക. 2022 ക്വാഡ് ഉച്ചകോടിക്ക് വേദിയായ നഗരം ടോക്കിയോ. പോളിയോ നിർമ്മാർജ്ജന ശ്രമങ്ങൾക്ക് പാകിസ്ഥാൻ്റെ 2ാമത്തെ ഉയർന്ന സിവിലിയൻ ബഹുമതിയായ ഹിലാൽ പാകിസ്ഥാൻ ലഭിച്ച മൈക്രോസോഫ്റ്റിൻ്റെ സ്ഥാപകൻ ബിൽ ഗേറ്റ്സ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, ബിൽ ഗേറ്റ്സിന് പാകിസ്ഥാൻ്റെ 2ാമത്തെ ഉയർന്ന സിവിലിയൻ ബഹുമതിയായ ഹിലാൽ പാകിസ്ഥാൻ ലഭിച്ചു. ഫ്രാൻസിൻ്റെ പ്രസിഡന്റായി വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി ഇമ്മാനുവൽ മാക്രോൺ. ഓർത്തിരിക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. ഫ്രാൻസിൻ്റെ പ്രസിഡന്റായി വീണ്ടും ഇമ്മാനുവൽ മാക്രോൺ തെരഞ്ഞെടുക്കപ്പെട്ടു. സമൂഹ മാധ്യമമായ ട്വിറ്ററിൻ്റെ ഉടമസ്ഥാവകാശം സ്വന്തമാക്കാൻ തീരുമാനമെടുത്ത് അടുത്തിടെ വിവാദത്തിലായ ഒരു പേഴ്സണാണ്, ഒരു ഭയങ്കര ബില്യണയറാണ് ഇലോൺ മസ്ക്. ആദ്യം തീരുമാനമെടുക്കുകയും പിന്നീട് പിന്മാറുകയൊക്കെ ചെയ്തത് വലിയ വിവാദമൊക്കെ ആയിരുന്നല്ലോ. ട്വിറ്ററുകാർ കേസൊക്കെ കൊടുത്തു. അടുത്ത പോയിന്റ്, മികച്ച പുരുഷ കായിക താരത്തിനുള്ള ലോറസ് പുരസ്കാരം നേടിയ ഫോർമുല 1 കാറോട്ട ചാമ്പ്യനാണ് മാക്സ് വെർസ്റ്റാപ്പൻ. ഇത്രയും നാളും എല്ലാ ഫോർമുല 1 ബന്ധപ്പെട്ട് നമ്മുടെ ലൂയി ഹാമിൽട്ടൺ ആണ്. പക്ഷേ ഇപ്പോൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാം മാക്സ് വെർസ്റ്റാപ്പൻ്റെ പേരിലേക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ്. മികച്ച പുരുഷ കായിക താരത്തിനുള്ള ലോറസ് പുരസ്കാരം നേടിയ ഫോർമുല 1 കാറോട്ട ചാമ്പ്യനാണ് മാക്സ് വെർസ്റ്റാപ്പൻ. മികച്ച പുരുഷ കായിക താരത്തിനുള്ള ലോറസ് പുരസ്കാരം നേടിയ ഫോർമുല 1 കാറോട്ട ചാമ്പ്യനാണ് മാക്സ് വെർസ്റ്റാപ്പൻ. മികച്ച വനിതാ കായിക താരത്തിനുള്ള ലോറസ് പുരസ്കാരം നേടിയ ജമൈക്കൻ സ്പ്രിന്റ് താരമാണ് എലൈൻ തോംസൺ ഹെറ. വനിതാ
താരം. മികച്ച വനിതാ കായിക താരത്തിനുള്ള ലോറസ് പുരസ്കാരം നേടി ജമൈക്കൻ താരം. മൈക്കിന് ലൈൻ ഉണ്ടല്ലോ, അല്ലെങ്കിൽ മൈക്കിൻ്റെ ആ ഒരു വയർ ലൈൻ വേണമെങ്കിൽ പറയാമല്ലോ. അപ്പോൾ ജമൈക്കൻ താരമാണ് എലൈൻ തോംസൺ ഹെറ. മികച്ച വനിതാ കായിക താരത്തിനുള്ള ലോറസ് പുരസ്കാരം എലൈൻ തോംസൺ ഹെറ ജമൈക്കൻ താരമാണ്. അതുപോലെ പുരുഷ താരം മാക്സ് വെർസ്റ്റാപ്പൻ. ലോറസ് പുരസ്കാരം നേടി ഫോർമുല 1 കാർ ഓട്ടോ ചാമ്പ്യൻ മാക്സ് വെർസ്റ്റാപ്പൻ ആണെന്നും അറിഞ്ഞിരിക്കുക. മികച്ച ടീം വിഭാഗത്തിൽ ലോറസ് പുരസ്കാരം നേടിയ ഫുട്ബോൾ ടീം ഇറ്റലിയാണ്. മികച്ച ടീം വിഭാഗത്തിൽ ലോറസ് പുരസ്കാരം നേടിയത് ഇറ്റലി. മികച്ച ടീം ഇറ്റലി. ലോറസ് അവാർഡിലെ ബ്രേക്ക് ത്രൂ ഓഫ് ദ ഇയർ പുരസ്കാരം നേടിയ ടെന്നീസ് താരം എമ റാഡക്കാനോ ആണ്. ലോറസ് അവാർഡിലെ ബ്രേക്ക് ത്രൂ ഓഫ് ദ ഇയർ, ഒരു വലിയ ബ്രേക്ക് ത്രൂ ആയിട്ടാണ് എമ റാഡക്കാനോ ടെന്നീസിലേക്ക് വന്നത് അല്ലേ. ഭയങ്കര ചെറിയൊരു പെൺകുട്ടിയാണ്, എന്നാൽ ഭയങ്കര ബ്രില്യൻ പ്ലേ ആണ് പുള്ളിക്കാരി, വേറെ ലെവലാണ്. ഈ എമ റാഡക്കാനുവിനെ ഒരു ചെറിയൊരു പയ്യൻ എന്തോ ഗ്യാലറിയിലിരുന്ന് ഇങ്ങനെ എന്തോ മാരേജിന് പ്രപ്പോസ് ചെയ്യുന്നോ അങ്ങനെ എന്തോ ഒരു വീഡിയോ ഈയിടെ വൈറലായിരുന്നു. അതൊക്കെ ഒരു രസകരമായിട്ടുള്ള വീഡിയോ ആയിരുന്നു. അങ്ങനെ ഭയങ്കര പ്രശസ്തിയായിട്ടുള്ള ഒരു ഏറ്റവും പുതിയതായിട്ടുള്ള ഒരു കായിക താരമാണ്, ടെന്നീസ് താരമാണ് എമ റാഡക്കാനോ. അവരാണ് ലോറസ് അവാർഡിലെ ബ്രേക്ക് ത്രൂ ഓഫ് ദ ഇയർ പുരസ്കാരം നേടിയ ടെന്നീസ് താരം. ലോറസ് അവാർഡിലെ ബ്രേക്ക് ത്രൂ ഓഫ് ദി ഇയർ പുരസ്കാരം നേടിയ ടെന്നീസ് താരം എമ റാഡക്കാനോ. മികച്ച തിരിച്ചുവരവിനുള്ള ലോറസ് പുരസ്കാരം നേടിയ ബ്രിട്ടീഷ് സ്കേറ്റ് ബോർഡിംഗ് താരമാണ് സ്കൈ ബ്രൗൺ. സ്കേറ്റ് ബോർഡിംഗ് താരം സ്കൈ ബ്രൗൺ. സ്കേറ്റ് ബോർഡിംഗ് താരം സ്കൈ ബ്രൗൺ ആണ് മികച്ച തിരിച്ചുവരവിനുള്ള ലോറസ് പുരസ്കാരം നേടിയ ബ്രിട്ടീഷ് താരം. മികച്ച തിരിച്ചുവരവിനുള്ള ലോറസ് പുരസ്കാരം നേടിയ ബ്രിട്ടീഷ് സ്കേറ്റ് ബോർഡിംഗ് താരമാണ് സ്കൈ ബ്രൗൺ. ഈ സീസണിലെ സ്പാനിഷ് ലാലിഗ ഫുട്ബോൾ കിരീടം നേടിയ ക്ലബ്ബാണ് റയൽ മാഡ്രിഡ്. 2021-22 സീസണിലെ സ്പാനിഷ് ലാലിഗ ഫുട്ബോൾ കിരീടം റയൽ മാഡ്രിഡ്. 2021-22 സ്പാനിഷ് ലാലിഗ ഫുട്ബോൾ കിരീടം റയൽ മാഡ്രിഡ്. സൂര്യാസ്തമയത്തിന് ശേഷം ചെങ്കോട്ടയിൽ പ്രസംഗിക്കുന്ന ആദ്യ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. സൂര്യാസ്തമയത്തിന് ശേഷം ചെങ്കോട്ടയിൽ പ്രസംഗിക്കുന്ന ആദ്യ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കരസേനയുടെ ഉപമേധാവി BS രാജു ആണ്. കരസേനയുടെ പുതിയ ഉപമേധാവി ലഫ്റ്റനന്റ് ജനറൽ BS രാജു. കരസേനയുടെ പുതിയ ഉപമേധാവി ലഫ്റ്റനന്റ് ജനറൽ BS രാജു. ദേശീയ പട്ടികജാതി കമ്മീഷന്റെ അധ്യക്ഷനായി വീണ്ടും നിയമിതനായ വ്യക്തിയാണ് വിജയ് സാംബ്ല. ദേശീയ പട്ടികജാതി കമ്മീഷന്റെ അധ്യക്ഷനായി വീണ്ടും നിയമിതനായ വ്യക്തിയാണ് വിജയ് സാംബ്ല എന്ന് അറിഞ്ഞിരിക്കുക. ദേശീയ പട്ടികജാതി കമ്മീഷന്റെ അധ്യക്ഷൻ വിജയ് സാംബ്ല. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച നാവിഗേഷൻ സംവിധാനം ഗഗൻ ഉപയോഗിച്ച് ലാൻഡിംഗ് നടത്തിയ ഏഷ്യയിലെ ആദ്യ എയർലൈൻസ് ആണ് ഇൻഡിഗോ. ഒരുപാട് വിവാദങ്ങളിൽപ്പെട്ട ഒരു എയർലൈനാണല്ലേ. അപ്പോൾ ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച നാവിഗേഷനായ ഗഗൻ ഉപയോഗിച്ച് ലാൻഡിംഗ് നടത്തിയ ഏഷ്യയിലെ ആദ്യ എയർലൈൻസ് ഏതെന്ന് ചോദിച്ചാലും ഇൻഡിഗോയാണ്. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച നാവിഗേഷൻ സംവിധാനമായ ഗഗൻ ഉപയോഗിച്ച് ലാൻഡിംഗ് നടത്തിയ ഏഷ്യയിലെ ആദ്യ എയർലൈൻസ് ആണ് ഇൻഡിഗോ. നാഷണൽ അസോസിയേഷൻ ഓഫ് സോഫ്റ്റ്വെയർ ആൻഡ് സർവീസസ് കമ്പനീസിൻ്റെ നാസ്കോം പുതിയ അധ്യക്ഷനാണ് കൃഷ്ണൻ രാമാനുജം. TCSൻ്റെ ആയിരുന്നു കൃഷ്ണൻ രാമാനുജം. നാഷണൽ അസോസിയേഷൻ ഓഫ് സോഫ്റ്റ്വെയർ ആൻഡ് സർവീസസ് കമ്പനീസ് നാസ്കോമിൻ്റെ പുതിയ അധ്യക്ഷൻ കൃഷ്ണൻ രാമാനുജം. കൃഷ്ണൻ രാമാനുജം ഓർത്തിരിക്കുക. നാസ്കോമിൻ്റെ പുതിയ അധ്യക്ഷൻ കൃഷ്ണൻ രാമാനുജം. തോൽക്കില്ല ഞാൻ എന്ന ആത്മകഥ രചിച്ച മുൻ IAS ഉദ്യോഗസ്ഥനാണ് ടിക്കാറാം മീണ. തോൽക്കില്ല ഞാൻ. ഈ മനുഷ്യൻ്റെ ജീവിതത്തിൽ ടിക് അടിക്കാൻ തുടങ്ങുന്നത് മരണത്തിനോട് അടുക്കുമ്പോഴാണെന്നൊക്കെ പറയത്തില്ലേ. അപ്പോൾ ടിക് മരണത്തിനോട് അടുക്കുമ്പം എന്നാലും നമ്മൾ മനസ്സിൽ പറയും തോക്കില്ല, മരണത്തിന് കീഴടങ്ങില്ല എന്നൊക്കെ പറയുന്ന ഒരു സെൻറ്റൻസ് കാവ്യാത്മകമായിട്ട് ഓർത്ത് ഒരാൾ മരിക്കാൻ കിടക്കുമ്പോൾ മരിക്കാൻ ഒട്ടും ഇഷ്ടമില്ലാത്ത ആൾ ഈ അവസാനത്തെ മരണമണി ടിക് എന്ന് മുഴങ്ങുമ്പം പുള്ളി മനസ്സിൽ പറയും ഞാൻ തോൽക്കില്ല, ഞാൻ മരണത്തിന് കീഴടങ്ങില്ല എന്ന് പറയുന്ന ഒരു സെൻറ്റൻസ് ഓർത്താൽ ടിക്കാറാം മീണ ടിക് തോൽക്കില്ല ഞാൻ ടിക്കാറാം മീണയുടെ ആത്മകഥയാണ്. തോൽക്കില്ല ഞാൻ എന്ന ആത്മകഥ രചിച്ച മുൻ IAS ഉദ്യോഗസ്ഥനാണ് ടിക്കാറാം മീണ. സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് രാജിവെച്ച ശ്രീലങ്കൻ പ്രധാനമന്ത്രിയാണ് മഹീന്ദ രാജപക്ഷ. ശ്രീലങ്ക മൊത്തം പ്രശ്നമാണല്ലേ. സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് മഹീന്ദ രാജപക്ഷ രാജിവെച്ചു. ശ്രീലങ്കൻ പ്രധാനമന്ത്രിയായിരുന്നു, പ്രസിഡന്റും ഒക്കെ അവിടെ രാജിവെച്ചായിരുന്നു. പേരുകൾ വരുന്നുണ്ട്. സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് രാജിവെച്ച ശ്രീലങ്കൻ പ്രധാനമന്ത്രിയാണ് മഹീന്ദ രാജപക്ഷ. ഹോങ്കോങ്ങിൻ്റെ പുതിയ നേതാവായി തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ് ജോൺ ലീ. ഹോങ്കോങ്ങിൻ്റെ പുതിയ നേതാവായി തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി ജോൺ ലീ. ഇംഗ്ലണ്ടിലെ മാർലിബൺ ക്രിക്കറ്റ് ക്ലബ്ബ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട ബ്രിട്ടീഷ് നടനാണ് സ്റ്റീഫൻ ഫ്രൈ. ഇംഗ്ലണ്ടിലെ മാർലിബൺ ക്രിക്കറ്റ് ക്ലബ്ബ് MCC എന്ന് പറയുമ്പോൾ തന്നെ മെൽബൺ ക്രിക്കറ്റ് ക്ലബ്ബായിരിക്കും നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നത്. പക്ഷേ ഇത് മാർലിബൺ ക്രിക്കറ്റ് ക്ലബ്ബാണ്. ഇംഗ്ലണ്ടിലെ മാർലിബൺ ക്രിക്കറ്റ് ക്ലബ്ബ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട ബ്രിട്ടീഷ് നടനാണ് സ്റ്റീഫൻ ഫ്രൈ. ഇംഗ്ലണ്ടിൽ തുടങ്ങിയ ലോകത്തിലെ ആദ്യ ഫ്ലൈയിങ് ടാക്സി എയർപോർട്ടാണ് എയർ വൺ വെർട്ടിപോർട്ട്. ഇംഗ്ലണ്ടിൽ തുടങ്ങിയ ലോകത്തിലെ ആദ്യ ഫ്ലൈയിങ് ടാക്സി എയർപോർട്ട് എയർ വൺ വെർട്ടിപോർട്ട്. എവറസ്റ്റ് കൊടുമുടി 26 തവണ കീഴടക്കി റെക്കോർഡ് സ്ഥാപിച്ച വ്യക്തിയാണ് ഷെർപ്പ കാമി റിത്ത. എവറസ്റ്റ് കൊടുമുടി 26 തവണ ഷെർപ്പ കാമി റിത്ത കീഴടക്കി. എവറസ്റ്റ് കൊടുമുടി 26 തവണ ഷെർപ്പ കാമി റിത്ത കീഴടക്കി. ഞാൻ റിപ്പീറ്റഡ് ആയിട്ട് പറയുന്നത് നിങ്ങളിപ്പോൾ തന്നെ മനസ്സിൽ പറഞ്ഞ് പഠിച്ചു പോകാനാണ്. എവറസ്റ്റ് കൊടുമുടി 26 തവണ കീഴടക്കി റെക്കോർഡ് സ്ഥാപിച്ച വ്യക്തിയാണ് ഷെർപ്പ കാമി റിത്ത. മെയ് 1 ഇന്ത്യയുമായി സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാർ ഒപ്പുവെച്ച
രാജ്യമാണ് UAE. മെയ് 1 UAE ഇന്ത്യയുമായി കോംപ്രിഹെൻസീവ് എക്കണോമിക് പാർട്ണർഷിപ്പ് എഗ്രിമെൻറ്റ് ഒപ്പുവെച്ചു. ഇന്ത്യയുമായി സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാറിൽ മെയ് 1 UAE ഒപ്പുവെച്ചു. ലോകത്തിലെ ഏറ്റവും വലിയ പാസഞ്ചർ എലിവേറ്റർ നിലവിൽ വന്ന ഇന്ത്യൻ നഗരം മുംബൈയാണ്. ഏറ്റവും കൂടുതൽ പാസഞ്ചർ ഉള്ളത് വേണമെങ്കിൽ മുംബൈ മെട്രോയാണെന്നൊക്കെ പറയാം. അതുപോലെ തിരക്കാണല്ലേ. അപ്പോൾ ഈ ചന്ദ്രലേഖ സിനിമയിൽ മോഹൻലാൽ ഇൻട്രൊഡക്ഷൻ തന്നെ ആ ഒരു റെയിൽവേ സ്റ്റേഷനിലാണ്. ഭയങ്കര തിരക്കിനകത്ത് അത്രയും പാസഞ്ചേഴ്സ് ഉണ്ട് അവിടെ. ആ സിനിമ കണ്ടവർക്ക് മനസ്സിലാവും. അപ്പോൾ അതുപോലെ തന്നെ ലോകത്തിലെ ഏറ്റവും വലിയ പാസഞ്ചർ എലിവേറ്റർ നിലവിൽ വന്നു. അപ്പോൾ ആ രീതിയിൽ മുംബൈയിലാണെന്ന് ഓർക്കാമല്ലോ. ലോകത്തിലെ ഏറ്റവും വലിയ പാസഞ്ചർ എലിവേറ്റർ നിലവിൽ വന്ന നഗരം ഇന്ത്യൻ നഗരം മുംബൈയാണ്. ഈ വർഷത്തെ ഏഷ്യ ബാഡ്മിൻ്റൺ ചാമ്പ്യൻഷിപ്പിൻ്റെ വനിതാ സിംഗിൾസിൽ വെങ്കല മെഡൽ നേടിയ ഇന്ത്യൻ താരമാണ് PV സിന്ധു. ഏഷ്യ ബാഡ്മിൻ്റൺ ചാമ്പ്യൻഷിപ്പിൻ്റെ വനിതാ സിംഗിൾസിൽ വെങ്കല മെഡലാണ് PV സിന്ധുവിന് ലഭിച്ചത്. ഓർത്തിരിക്കുക, ഈ വർഷത്തെ ഏഷ്യ ബാഡ്മിൻ്റൺ ചാമ്പ്യൻഷിപ്പിൻ്റെ വനിതാ സിംഗിൾസിൽ വെങ്കല മെഡലാണ് PV സിന്ധുവിന് ലഭിച്ചത്. റിസർവ് ബാങ്കിൻ്റെ ഇപ്പോഴത്തെ റിപ്പോ നിരക്ക് 4.90 ആണ്. ഇപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്ന സമയത്ത് എന്തോ മാറിയെന്നൊക്കെ പറയുന്നത്. എന്തായാലും പരീക്ഷിക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞാൽ അതൊന്നുകൂടെ ഒന്ന് നോക്കിക്കൊള്ളുക. ഓക്കെ. കേന്ദ്ര ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ മന്ത്രാലയത്തിൻ്റെ പുതിയ സെക്രട്ടറി അൽകേഷ് കുമാർ ശർമ്മ. കേന്ദ്ര ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ മന്ത്രാലയത്തിൻ്റെ പുതിയ സെക്രട്ടറി അൽകേഷ് കുമാർ വർമ്മ. കേന്ദ്ര ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ മന്ത്രാലയത്തിൻ്റെ പുതിയ സെക്രട്ടറി അൽകേഷ് കുമാർ വർമ്മയല്ല, ശർമ്മയാട്ടോ. അൽകേഷ് കുമാർ ശർമ്മ. ഇന്ത്യയിലെ ആദ്യത്തെ ട്രൈബൽ ഹെൽത്ത് ഒബ്സർവേറ്ററി തുടങ്ങുന്ന സംസ്ഥാനം ഒഡീഷയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ട്രൈബൽ ഹെൽത്ത് ഒബ്സർവേറ്ററി തുടങ്ങുന്ന സംസ്ഥാനം ഒഡീഷയാണ്. ട്രൈബ്സിന് എന്തെങ്കിലും ഒടിവോ ചതവോ ഒക്കെ ഉണ്ടോ നോക്കാൻ വേണ്ടി ഒഡീഷയിൽ ഒരു ആ സംഭവം തുടങ്ങുന്നോർത്തി. ഇന്ത്യയിലെ ആദ്യത്തെ ട്രൈബൽ ഹെൽത്ത് ഒബ്സർവേറ്ററി തുടങ്ങുന്ന സംസ്ഥാനം ഒഡീഷ. വാർഷിക വരുമാനം $100 ബില്യൺ കടക്കുന്ന ആദ്യ ഇന്ത്യൻ കമ്പനിയാണ് റിലയൻസ് ഇൻഡസ്ട്രീസ്. അതെന്തായാലും നമുക്ക് റിലയൻസുമായിട്ട് കണക്ട് ചെയ്യുമല്ലോ, കാരണം ഗവൺമെൻറ്റിനൊക്കെ ഒത്തിരി വേണ്ടപ്പെട്ട കമ്പനിയാണല്ലോ ഈ റിലയൻസ്. വാർഷിക വരുമാനം $100 ബില്യൺ കടക്കുന്ന ആദ്യ ഇന്ത്യൻ കമ്പനിയാണ് റിലയൻസ് ഇൻഡസ്ട്രീസ്. $100 ബില്യൺ. 8000 മീറ്ററിന് മുകളിലുള്ള 5 കൊടുമുടികൾ കീഴടക്കിയ ആദ്യ ഇന്ത്യൻ വനിതയാണ് പ്രിയങ്ക മോഹിതെ. 8000 മീറ്ററിന് മുകളിലുള്ള 5 കൊടുമുടികൾ 8000 മീറ്ററിന് മുകളിലുള്ള 5 കൊടുമുടികൾ കീഴടക്കിയ ആദ്യ ഇന്ത്യൻ വനിതയാണ് പ്രിയങ്ക മോഹിതെ. കേരളത്തിൽ രജിസ്റ്റർ ചെയ്ത ആദ്യ യൂണിക്കോൺ പ്രോഡക്റ്റ് സ്റ്റാർട്ടപ്പ് എന്ന നേട്ടം സ്വന്തമാക്കിയ സംരംഭമാണ് ഓപ്പൺ. കേരളത്തിൽ രജിസ്റ്റർ ചെയ്ത ആദ്യ യൂണിക്കോൺ പ്രോഡക്റ്റ് സ്റ്റാർട്ടപ്പ് എന്ന നേട്ടം സ്വന്തമാക്കിയ സംരംഭമാണ് ഓപ്പൺ എന്ന് അറിഞ്ഞിരിക്കുക. ഒന്നുകൂടെ പറയാം. കേരളത്തിൽ രജിസ്റ്റർ ചെയ്ത ആദ്യ യൂണിക്കോൺ പ്രോഡക്റ്റ് സ്റ്റാർട്ടപ്പ് എന്ന നേട്ടം സ്വന്തമാക്കിയ സംരംഭം ഓപ്പൺ. പ്രഥമ കേരള ഒളിമ്പിക് ഗെയിംസിൽ ഓവറോൾ കിരീടം നേടിയ ജില്ല തിരുവനന്തപുരമാണ്. പ്രഥമ കേരള ഒളിമ്പിക് ഗെയിംസിൽ ഓവറോൾ കിരീടം തിരുവനന്തപുരം. പ്രഥമ കേരള ഒളിമ്പിക് ഗെയിംസിൽ ഓവറോൾ കിരീടം നേടിയ ജില്ല തിരുവനന്തപുരമാണ്. അടുത്ത പോയിന്റ്, കേരളത്തിന് 7ാം സന്തോഷ് ട്രോഫി കിരീടം സമ്മാനിച്ച ടീമിൻ്റെ നായകൻ ജിജോ ജോസഫാണ്. 7ാം സന്തോഷ് ട്രോഫി ടീമിൻ്റെ നായകൻ ജിജോ ജോസഫ്. കേരളത്തിന് 7ാം സന്തോഷ് ട്രോഫി കിരീടം സമ്മാനിച്ച ടീമിൻ്റെ നായകൻ ജിജോ ജോസഫ്. ഓക്കെ. 7. ഓക്കെ, അത് വേണ്ട, കോഡ് വേണ്ട, നേരത്തെ ഡയറക്റ്റായിട്ട് തന്നെ പഠിച്ചു പോവുക. ഈ വർഷത്തെ സന്തോഷ് ട്രോഫി കിരീടം നേടിയ കേരള ടീമിൻ്റെ മുഖ്യ പരിശീലകൻ ബിനോ ജോർജ് ആണ്. നായകൻ ജിജോ ജോസഫ്, അതുപോലെ മുഖ്യ പരിശീലകൻ ബിനോ ജോർജ്. നായകൻ ജിജോ ജോസഫ്, മുഖ്യ പരിശീലകൻ ബിനോ ജോർജ്. 2022 സന്തോഷ് ട്രോഫി ഫുട്ബോൾ ടൂർണമെൻറ്റിന് വേദിയായ സ്ഥലം ചോദിക്കാം. മലപ്പുറമാണ് വേദിയായത്. അപ്പം നായകൻ ജിജോ ജോസഫ്, പരിശീലകൻ ബിനോ ജോർജ്, വേദി മലപ്പുറം. കേരളത്തിൽ വനിതാ ശിശു വികസന വകുപ്പിന് കീഴിലെ ആദ്യ സ്മാർട്ട് അംഗൻവാടി നിലവിൽ വന്ന സ്ഥലം പൂജപ്പുരയാണ്. സ്മാർട്ട് അംഗൻവാടി പൂജപ്പുര. സ്മാർട്ടായിട്ട് അംഗൻവാടി വന്നത് പൂജപ്പുര, തിരുവനന്തപുരം. ഒക്കെ. കേരളത്തിൽ വനിതാ ശിശു വികസന വകുപ്പിന് കീഴിൽ ആദ്യ സ്മാർട്ട് അംഗൻവാടി നിലവിൽ വന്ന സ്ഥലം പൂജപ്പുര, തിരുവനന്തപുരം. നാറ്റോയുടെ കോപ്പറേറ്റീവ് സൈബർ ഡിഫൻസ് സെൻറ്റർ ഓഫ് എക്സലൻസിൽ അംഗമായ ആദ്യ ഏഷ്യൻ രാജ്യം ദക്ഷിണ കൊറിയയാണ്. നാറ്റോയുടെ കോപ്പറേറ്റീവ് സൈബർ ഡിഫൻസ് സെൻറ്റർ ഓഫ് എക്സലൻസിൽ അംഗമായ ആദ്യ ഏഷ്യൻ രാജ്യം ഏതെന്ന് ചോദിച്ചാൽ സൗത്ത് കൊറിയ. ഒന്നുകൂടെ പറയാം. നാറ്റോയുടെ കോപ്പറേറ്റീവ് സൈബർ ഡിഫൻസ് സെൻറ്റർ ഓഫ് എക്സലൻസിൽ അംഗമായ ആദ്യ ഏഷ്യൻ രാജ്യം സൗത്ത് കൊറിയയാണ്. ശ്രീലങ്കയുടെ പുതിയ പ്രധാനമന്ത്രിയായി ചുമതലയേറ്റ യുണൈറ്റഡ് നാഷണൽ പാർട്ടി നേതാവാണ് റെനിൽ വിക്രമസിംഘെ. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഇദ്ദേഹം എത്ര നാൾ ഉണ്ടാകും നമുക്കറിയത്തില്ല. ശ്രീലങ്കയുടെ പുതിയ പ്രധാനമന്ത്രി വിക്രമസിംഘെയാണ്. അടുത്ത പോയിന്റ്, ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ തൂക്കുപാലം സ്കൈ ബ്രിഡ്ജ് 721 നിലവിൽ വന്ന രാജ്യം ചെക്ക് റിപ്പബ്ലിക്കാണ്. ലോകത്തിലെ ഏറ്റവും വലിയ തൂക്കുപാലം, ഏറ്റവും നീളം കൂടിയ, ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ തൂക്കുപാലമായ സ്കൈ ബ്രിഡ്ജ് 721 നിലവിൽ വന്ന രാജ്യം ചെക്ക് റിപ്പബ്ലിക്. ഓർത്തിരിക്കുക, ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ തൂക്കുപാലമായ സ്കൈ ബ്രിഡ്ജ് 721 നിലവിൽ വന്ന രാജ്യം ചെക്ക് റിപ്പബ്ലിക്. സ്കൈ ബ്രിഡ്ജ് 721 ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ തൂക്കുപാലം നിലവിൽ വന്നത് ചെക്ക് റിപ്പബ്ലിക്കാണെന്ന് അറിഞ്ഞിരിക്കുക. ലോകത്തെ ഏറ്റവും കൂടുതൽ വിപണി മൂല്യമുള്ള കമ്പനി എന്ന ബഹുമതി സ്വന്തമാക്കിയ സൗദി എണ്ണ കമ്പനിയാണ് ആരാംകോ. ലോകത്തെ ഏറ്റവും കൂടുതൽ വിപണി മൂല്യമുള്ള കമ്പനി എന്ന ബഹുമതി സ്വന്തമാക്കിയ സൗദി എണ്ണ കമ്പനിയാണ് ആരാംകോ എന്ന് ഓർത്തിരിക്കുക. 20ാം നൂറ്റാണ്ടിലെ കലാസൃഷ്ടികളിൽ ഏറ്റവും വിലപിടിപ്പുള്ളതെന്ന ബഹുമതി നേടിയ ആൻഡി വാർഹോളിൻ്റെ കലാസൃഷ്ടിയാണ് ഷോർട്ട് സേജ് ബ്ലൂ മെറിലിൻ എന്ന കലാസൃഷ്ടിയാണ് 20ാം നൂറ്റാണ്ടിലെ കലാസൃഷ്ടികളിൽ ഏറ്റവും വിലപിടിപ്പുള്ളതെന്ന ബഹുമതി നേടിയ ആൻഡി വാർഹോളിൻ്റെ കലാസൃഷ്ടി. ഒന്നുകൂടെ പറയാം. 20ാം നൂറ്റാണ്ടിലെ കലാസൃഷ്ടികളിൽ ഏറ്റവും വിലപിടിപ്പുള്ളതെന്ന ബഹുമതി നേടിയ ആൻഡി വാർഹോളിൻ്റെ കലാസൃഷ്ടിയാണ് ഷോർട്ട് സേജ് ബ്ലൂ മെറിലിൻ. ആൻഡി വാർഹോളിൻ്റെ കലാസൃഷ്ടിയാണ് ഷോർട്ട് സേജ് ബ്ലൂ മെറിലിൻ. 1964 കലാസൃഷ്ടിയാണ്. ലോക ബാഡ്മിൻ്റണിലെ പ്രധാന പുരുഷ ടീം
ചാമ്പ്യൻഷിപ്പായ തോമസ് കപ്പിൽ ഈ വർഷം ജേതാക്കളായ രാജ്യം ഇന്ത്യയാണ്. 2022 തോമസ് കപ്പ് ജേതാക്കൾ ഇന്ത്യയാണ്. ലോക ബാഡ്മിൻ്റണിലെ പ്രധാന പുരുഷ ടീം ചാമ്പ്യൻഷിപ്പാണ് തോമസ് കപ്പ്. അപ്പോൾ തോമസ് കപ്പ് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ ബാഡ്മിൻ്റനാണ്. ലോക ബാഡ്മിൻ്റണിലെ പ്രധാന പുരുഷ ടീം ചാമ്പ്യൻഷിപ്പായ തോമസ് കപ്പിൽ ഈ വർഷം ജേതാക്കളായ രാജ്യം ഇന്ത്യയാണെന്ന് ഓർത്തിരിക്കുക. 2022 യൂബർ കപ്പ് വനിതാ ബാഡ്മിൻ്റൺ കിരീടം നേടിയ രാജ്യം ദക്ഷിണ കൊറിയയാണ്. 2022 യൂബർ കപ്പ് വനിതാ ബാഡ്മിൻ്റൺ കിരീടം നേടിയ രാജ്യം ദക്ഷിണ കൊറിയ. യൂബർ കപ്പ് ദക്ഷിണ കൊറിയ വനിതാ ബാഡ്മിൻ്റൺ കിരീടമാണ് യൂബർ കപ്പ് ദക്ഷിണ കൊറിയ നേടിയത്. 2022 യൂബർ കപ്പ് വനിതാ ബാഡ്മിൻ്റൺ കിരീടം നേടിയ രാജ്യം ദക്ഷിണ കൊറിയയാണ്. 2023 സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ ഗെയിംസിന് വേദിയാകുന്ന രാജ്യം കംബോഡിയയാണ്. 2023 സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ ഗെയിംസിന് വേദിയാകുന്ന രാജ്യം കംബോഡിയ. 2023 സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ ഗെയിംസിന് വേദിയാകുന്ന രാജ്യം കംബോഡിയ. ജമൈക്കയിൽ സന്ദർശനം നടത്തിയ ആദ്യ ഇന്ത്യൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദാണ്. ജമൈക്കയിൽ സന്ദർശനം നടത്തിയ ആദ്യ ഇന്ത്യൻ രാഷ്ട്രപതി ആരെന്ന് ചോദിച്ചാൽ നമ്മുടെ മുൻ രാഷ്ട്രപതിയായ രാംനാഥ് കോവിന്ദാണെന്ന് ഓർത്തിരിക്കുക. ഇപ്പോഴത്തെ രാഷ്ട്രപതി ആരാണ്? ദ്രൗപദി മുർമു. ഇന്ത്യൻ ഭരണഘടനാ ശില്പി ഡോക്ടർ BR അംബേദ്കറുടെ പേരിൽ അംബേദ്കർ റവന്യൂ റോഡ് നിലവിൽ വന്ന രാജ്യം ജമൈക്കയാണ്. ഇന്ത്യൻ ഭരണഘടനാ ശില്പി ഡോക്ടർ BR അംബേദ്കറുടെ പേരിൽ അംബേദ്കർ റവന്യൂ റോഡ് നിലവിൽ വന്ന രാജ്യം ജമൈക്ക. അംബേദ്കറിൻ്റെ പേരിൽ റോഡ് വന്നത് ജമൈക്കയിലാണെന്ന് ഓർത്തിരിക്കുക. ഇന്ത്യയുടെ പുതിയ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി നിയമിതനായ വ്യക്തി രാജീവ് കുമാർ. ഇന്ത്യയുടെ പുതിയ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാർ. സെൻട്രൽ ബോർഡ് ഓഫ് സെക്കൻഡറി എഡ്യൂക്കേഷൻ ചെയർപേഴ്സൺ നിധി ചിബറാണ്. നിധി ചിബർ നേരത്തെ നമ്മൾ പറഞ്ഞായിരുന്നു. ഇന്ത്യയിൽ നിലവിൽ വന്ന 52ാമത് കടുവാ സങ്കേതമാണ് രാംഗഡ് വിഷ്ദാരി സാങ്ച്വറി. ഇന്ത്യയിലെ 52ാമത് കടുവാ സങ്കേതമാണ് രാംഗഡ് വിഷ്ദാരി സാങ്ച്വറി. ഇന്ത്യയുടെ 52ാമത് കടുവാ സങ്കേതമാണ് രാംഗഡ് വിഷ്ദാരി സാങ്ച്വറി. രാജസ്ഥാനിലാണ് രാംഗഡ് വിഷ്ദാരി സാങ്ച്വറി സ്ഥിതി ചെയ്യുന്നത്. ഒന്നുകൂടെ പറയാൻ പ്രധാനപ്പെട്ടതാണ്, ജോഗ്രഫിയിലൊക്കെ ചോദിക്കാം. ഇന്ത്യയിൽ നിലവിൽ വന്ന 52ാമത് കടുവാ സങ്കേതമാണ് രാംഗഡ് വിഷ്ദാരി സാങ്ച്വറി. ഓക്കെ. ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ പുതിയ ചെയർമാനാണ് SS മുന്ദ്ര. ഓർത്തിരിക്കുക. ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ ചെയർമാൻ SS മുന്ദ്ര. 2021-22 സീസണിലെ ഐ ലീഗ് കിരീടം നേടിയ ഫുട്ബോൾ ക്ലബ്ബാണ് ഗോകുലം കേരള FC. ഐ ലീഗ് ഫുട്ബോൾ കിരീടം. 2021-22 സീസണിലെ ഐ ലീഗ് കിരീടം നേടിയ ഫുട്ബോൾ ക്ലബ്ബാണ് ഗോകുലം കേരള FC. ദേശീയ ലീഗ് ചാമ്പ്യൻഷിപ്പ് ഐ ലീഗ് ആയി രൂപം മാറിയതിനു ശേഷം കിരീടം നിലനിർത്തുന്ന ആദ്യ ടീമും ഗോകുലം കേരള FC ആണെന്ന് അറിഞ്ഞിരിക്കുക. ദേശീയ ലീഗ് ചാമ്പ്യൻഷിപ്പ് ഐ ലീഗ് ആയി രൂപം മാറിയതിനു ശേഷം കിരീടം നിലനിർത്തിയ ആദ്യ ടീം ഏതെന്ന് ചോദിച്ചാലും ഗോകുലം കേരള FC. നവംബറിൽ നിലവിൽ വരുന്ന സംസ്ഥാന സാംസ്കാരിക വകുപ്പിൻ്റെ OTT പ്ലാറ്റ്ഫോമാണ് സി സ്പേസ്. സി സ്പേസ് എന്ന് അറിഞ്ഞിരിക്കുക. ഈ OTTയുടെ എക്സ്പാൻഷൻ, ഇതിൻ്റെ എക്സ്പാൻഷൻ എന്തായാലും നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഓവർ ദി ടോപ്പ് പ്ലാറ്റ്ഫോം എന്നതാണ് OTT പ്ലാറ്റ്ഫോമിൻ്റെ എക്സ്പാൻഷൻ. നമ്മളെല്ലാവരും OTTയിൽ സിനിമ കാണും, പക്ഷേ അതിൻ്റെ എക്സ്പാൻഷൻ ചോദിച്ചാൽ ചിലപ്പോൾ ഒന്ന് തപ്പും. അപ്പോൾ ഓർത്തിരിക്കുക, ഓവർ ദി ടോപ്പ് പ്ലാറ്റ്ഫോം. അപ്പോൾ നവംബറിൽ നിലവിൽ വരാൻ പോകുന്ന സംസ്ഥാന സാംസ്കാരിക വകുപ്പിൻ്റെ OTT പ്ലാറ്റ്ഫോമാണ് സി സ്പേസ് ആണ്. ഓർത്തിരിക്കുക. 2022 ലോക സാമ്പത്തിക ഉച്ചകോടിക്ക് വേദിയായ നഗരം ദാവോസ്, സ്വിറ്റ്സർലൻഡിലെ ദാവോസാണ് 2022 ലോക സാമ്പത്തിക ഉച്ചകോടിക്ക് വേദിയായത്. 2022 ലോക സാമ്പത്തിക ഉച്ചകോടിക്ക് വേദിയായ നഗരം ദാവോസ്, സ്വിറ്റ്സർലൻഡ്. ഫ്രാൻസിൻ്റെ പുതിയ പ്രധാനമന്ത്രിയെ സ്ഥാനമേറ്റ വനിത എലിസബത്ത് ബോൺ ആണ് ഫ്രാൻസിൻ്റെ പുതിയ പ്രധാനമന്ത്രിയായി സ്ഥാനമേറ്റ വനിത. ഫ്രാൻസിൻ്റെ പുതിയ പ്രധാനമന്ത്രിയായി സ്ഥാനമേറ്റ വനിത എലിസബത്ത് ബോൺ. ഈ വർഷത്തെ ടെമ്പിൾട്ടൺ പുരസ്കാരം നേടിയ വിഖ്യാത ഭൗതിക ശാസ്ത്രജ്ഞനാണ് ഫ്രാങ്ക് വിൽചെക്. ടെമ്പിൾട്ടൺ പുരസ്കാരം നേടിയ വിഖ്യാത ഭൗതിക ശാസ്ത്രജ്ഞനാണ് ഫ്രാങ്ക് വിൽചെക്. 2022 ടെമ്പിൾട്ടൺ പുരസ്കാരം ഫ്രാങ്ക് വിൽചെക്. ഓർത്തിരിക്കുക, 2022 ടെമ്പിൾട്ടൺ പുരസ്കാരം നേടിയ വിഖ്യാത ഭൗതിക ശാസ്ത്രജ്ഞനാണ് ഫ്രാങ്ക് വിൽചെക്. 2021-22 യുവേഫ വനിതാ ചാമ്പ്യൻസ് ലീഗ് കിരീടം നേടിയ ക്ലബ്ബ് ലിയോൺ ആണ്. 2021-22 യുവേഫ വനിതാ ചാമ്പ്യൻസ് ലീഗ് കിരീടം നേടിയ ക്ലബ്ബ് ലിയോൺ. 2021-22 യുവേഫ വനിതാ ചാമ്പ്യൻസ് ലീഗ് കിരീടം ലിയോൺ ആണ്. ഫോബ്സ് മാഗസിൻ തയ്യാറാക്കിയ പോയ വർഷം ഏറ്റവും പ്രതിഫലം നേടിയ ലോക കായിക താരങ്ങളുടെ പട്ടികയിൽ ഒന്നാമതെത്തിയ ഫുട്ബോൾ താരം ലയണൽ മെസ്സിയാണ്. എല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കുന്നു. ഫോബ്സ് പട്ടികയിൽ കഴിഞ്ഞ വർഷം ഏറ്റവും കൂടുതൽ വരുമാനം അല്ലെങ്കിൽ ഏറ്റവും പ്രതിഫലം നേടിയ ലോക കായിക താരങ്ങളുടെ പട്ടികയിൽ ഒന്നാമത് ലയണൽ മെസ്സിയാണ്. ലോക സാമ്പത്തിക നില സംബന്ധിച്ച UN റിപ്പോർട്ടിൽ പ്രധാന രാജ്യങ്ങളുടെ കൂട്ടത്തിൽ ഈ വർഷം ഏറ്റവും ഉയർന്ന വളർച്ചാ നിരക്ക് പ്രവചിക്കുന്ന രാജ്യം ഇന്ത്യയാണ്. ലോക സാമ്പത്തിക നില സംബന്ധിച്ച UN റിപ്പോർട്ടിൽ പ്രധാന രാജ്യങ്ങളുടെ കൂട്ടത്തിൽ ഈ വർഷം ഏറ്റവും ഉയർന്ന വളർച്ചാ നിരക്ക് അവർ പ്രവചിച്ചിരിക്കുന്നത് ഇന്ത്യയിലാണ്. ഏറ്റവും ഉയർന്ന വളർച്ചാ നിരക്ക് ഇന്ത്യയിൽ ഉണ്ടാവുമെന്നാണ് പറയുന്നത്. ഉണ്ടാവട്ടെ, നമ്മുടെ രാജ്യം വളരട്ടെ.
ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ആദ്യ ഓഹരി വിൽപ്പന IPO നടത്തിയ സ്ഥാപനം LIC ആണ്. ഈയിടെ LIC സംഭവം തുടങ്ങിയായിരുന്നല്ലോ. അപ്പോൾ ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ആദ്യ ഓഹരി വിൽപ്പന നടത്തിയ സ്ഥാപനം ഏതെന്ന് ചോദിച്ചാൽ LIC ആണെന്ന് അറിഞ്ഞിരിക്കുക. ഇസ്താംബുളിൽ നടന്ന ലോക വനിതാ ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ സ്വർണ്ണം നേടിയ ഇന്ത്യൻ താരമാണ് നിഖാത് സരിൻ. ഇസ്താംബുളിൽ നടന്ന ലോക വനിതാ ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ. അപ്പം നിഖാത് സരിൻ്റെ പേര് തന്നിട്ട് ഏത് കായിക ഇനവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നൊക്കെ ചോദിക്കാം. അപ്പോൾ ബോക്സിംഗ് ആണ്. ഇസ്താംബുളിൽ നടന്ന ലോക വനിതാ ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ നിഖാത് സരിൻ സ്വർണ്ണം നേടി. ഇസ്താംബുളിൽ നടന്ന ലോക വനിതാ ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ നിഖാത് സരിൻ സ്വർണ്ണം നേടി. ഓക്കെ. പോളണ്ടിൽ നടന്ന സൂപ്പർ ബെറ്റ് ചെസ് ചാമ്പ്യൻഷിപ്പിൽ കിരീടം നേടിയ ഇന്ത്യൻ ഗ്രാൻഡ് മാസ്റ്ററാണ് വിശ്വനാഥൻ ആനന്ദ്. പോളണ്ടിൽ നടന്ന സൂപ്പർ ബെറ്റ് ചെസ് ചാമ്പ്യൻഷിപ്പിൽ കിരീടം നേടി. പോളണ്ടിലെ സൂപ്പർ ബെറ്റ് ചെസ് ചാമ്പ്യൻഷിപ്പിൽ വിശ്വനാഥൻ ആനന്ദ് കിരീടം നേടി. പോളണ്ടിലെ സൂപ്പർ ബെറ്റ് ചെസ് ചാമ്പ്യൻഷിപ്പിൽ വിശ്വനാഥൻ ആനന്ദ് കിരീടം നേടി. ചെസ്സബിൾ മാസ്റ്റേഴ്സ് ഓൺലൈൻ റാപ്പിഡ് ടൂർണമെൻറ്റിൽ ലോക ചെസ് ചാമ്പ്യൻ മാഗ്നസ് കാൾസനെ കീഴടക്കിയ ഇന്ത്യൻ ഗ്രാൻഡ് മാസ്റ്ററാണ് ആർ പ്രജ്ഞാനന്ദ. നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു. ചെസ്സബിൾ മാസ്റ്റേഴ്സ് ഓൺലൈൻ റാപ്പിഡ് ചെസ് ടൂർണമെൻറ്റിൽ ലോക ചെസ് ചാമ്പ്യൻ മാഗ്നസ് കാൾസനെ ആർ പ്രജ്ഞാനന്ദ കീഴടക്കി. ഇന്ത്യയുടെയും ബംഗ്ലാദേശിൻ്റെയും നാവികസേനകൾ സംയുക്തമായി സംഘടിപ്പിച്ച പരിശീലനമാണ് ബോങ്കോ സാഗർ. നമുക്ക് അറിയാവുന്ന നേരത്തെ പല സ്ഥലങ്ങളിൽ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ബോങ്കോ സാഗർ, ബംഗ്ലാദേശ്, ഇന്ത്യ, ബോങ്കോ സാഗർ. ഇന്ത്യയും ബംഗ്ലാദേശിൻ്റെയും നാവികസേനകൾ സംയുക്തമായി സംഘടിപ്പിച്ച പരിശീലനമാണ് ബോങ്കോ സാഗർ. ഓക്കെ. അടുത്ത പോയിന്റ്, തദ്ദേശീയമായി വികസിപ്പിച്ച നെറ്റ്വർക്ക് സംവിധാനം ഉപയോഗിച്ചുള്ള ഇന്ത്യയിലെ ആദ്യ 5G ഓഡിയോ വീഡിയോ കോളുകൾ ചെയ്ത വ്യക്തിയാണ് അശ്വിനി വൈഷ്ണവാണ് ആദ്യത്തെ 5G ഓഡിയോ വീഡിയോ കോളുകൾ ചെയ്തത്. ഓർത്തിരിക്കുക. ഇന്ത്യയിലെ ആദ്യ 5G ഓഡിയോ വീഡിയോ കോളുകൾ ചെയ്ത വ്യക്തി അശ്വിനി വൈഷ്ണവ്. അശ്വിനി എന്ന് പേരുള്ളവരെല്ലാം വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. അശ്വിനി വൈഷ്ണവ്, നിങ്ങളാണ് 5G ഓഡിയോ വീഡിയോ കോളുകൾ ചെയ്ത വ്യക്തിയുടെ പേരുള്ള ആൾക്കാർ. തദ്ദേശീയമായി വികസിപ്പിച്ച നെറ്റ്വർക്ക് സംവിധാനം ഉപയോഗിച്ച് ഇന്ത്യയിലെ ആദ്യ 5G ഓഡിയോ വീഡിയോ കോളുകൾ ചെയ്ത വ്യക്തി അശ്വിനി വൈഷ്ണവ്. ത്രിപുരയുടെ പുതിയ മുഖ്യമന്ത്രി മണിക് സാഹയാണ്. ത്രിപുര എന്ന് പറഞ്ഞാൽ പുരം എന്ന് പറഞ്ഞാൽ വീടാണല്ലോ. ഒരു വീട് നല്ല രീതിയിൽ പോകണമെങ്കിൽ നല്ലപോലെ കാശ് വേണമല്ലോ. അപ്പോൾ മണിക് സാഹ, മണിക് സാഹ കണക്ട് ചെയ്യാമല്ലോ. മണിക്ക്. ത്രിപുരയുടെ പുതിയ മുഖ്യമന്ത്രി മണിക് സാഹ. ഡൽഹിയുടെ പുതിയ ലഫ്റ്റനന്റ് ഗവർണറാണ് വിനയ് കുമാർ സക്സേന. ഡൽഹിയുടെ പുതിയ ലഫ്റ്റനന്റ് ഗവർണർ വിനയ് കുമാർ സക്സേന. ബ്ലോക്ക് ചെയിൻ സംവിധാനത്തിലൂടെ വിത്ത് വിതരണം നടത്തിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനമാണ് ജാർഖണ്ഡ്. ബ്ലോക്ക് ചെയിൻ സംവിധാനത്തിലൂടെ വിത്ത് വിതരണം നടത്തിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ജാർഖണ്ഡാണെന്ന് ഓർത്തിരിക്കുക. ബ്ലോക്ക് ചെയിൻ സംവിധാനത്തിലൂടെ വിത്ത് വിതരണം നടത്തിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ജാർഖണ്ഡാണ്. ലോകത്തിലെ ഏറ്റവും വലിയ റിന്യൂവബിൾ എനർജി സ്റ്റോറേജ് പ്രോജക്റ്റ് നിലവിൽ വരുന്ന നഗരം കുർണൂൽ, ആന്ധ്രാപ്രദേശാണ്. നമ്മൾ ഈ ഇംഗ്ലീഷ് വാക്കുകൾ മലയാളത്തിൽ എഴുതും പെട്ടെന്ന് അങ്ങോട്ട് കത്തത്തില്ല. ലോകത്തിലെ ഏറ്റവും വലിയ ഇൻ്റഗ്രേറ്റഡ് റിന്യൂവബിൾ എനർജി സ്റ്റോറേജ് പ്രോജക്റ്റ് നിലവിൽ വരുന്ന നഗരം ആന്ധ്രാപ്രദേശിലെ കുർണൂലാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ഇൻ്റഗ്രേറ്റഡ് റിന്യൂവബിൾ എനർജി സ്റ്റോറേജ് പ്രോജക്റ്റ് നിലവിൽ വരുന്ന നഗരം ആന്ധ്രാപ്രദേശിലെ കുർണൂലാണെന്ന് ഓർത്തിരിക്കുക. ഗ്രീസിൽ നടന്ന രാജ്യാന്തര ജമ്പിംഗ് മീറ്റിൽ സ്വർണ്ണം നേടിയ മലയാളി താരമാണ് എം ശ്രീശങ്കറാണ്. ഗ്രീസിൽ നടന്ന രാജ്യാന്തര ജമ്പിംഗ് മീറ്റിൽ സ്വർണ്ണം നേടിയ മലയാളി താരം എം ശ്രീശങ്കർ. ഞാൻ പറയുന്ന ഓരോ പോയിന്റ് മനസ്സിൽ പറഞ്ഞ് പഠിച്ചു പോകണം കേട്ടോ. അപ്പോൾ ഗ്രീസിൽ നടന്ന രാജ്യാന്തര ജമ്പിംഗ് മീറ്റിംഗിൽ സ്വർണ്ണം നേടിയ മലയാളി താരം എം ശ്രീശങ്കർ. ഓക്കെ. കേരള സംഗീത നാടക അക്കാദമി ചെയർമാനാകുന്ന മേളം കലാകാരനാണ് മട്ടന്നൂർ ശങ്കരൻകുട്ടിയുടെ അപ്പം മേളമാണ്. കേരള സംഗീത നാടക അക്കാദമി ചെയർമാനാകുന്ന മേളം കലാകാരനാണ് മട്ടന്നൂർ ശങ്കരൻകുട്ടി. കേരള സംഗീത നാടക അക്കാദമി ചെയർമാൻ മട്ടന്നൂർ ശങ്കരൻകുട്ടി. ലോകാരോഗ്യ സംഘടനയുടെ ജനറലായി 2ാം വട്ടവും തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ് ടെഡ്രോസ് അഡ്നം ഗിബ്രൂസിസ് ആണ് ലോകാരോഗ്യ സംഘടനയുടെ 2ാം വട്ടവും ജനറലായി തിരഞ്ഞെടുക്കപ്പെട്ടത്. ലോകാരോഗ്യ സംഘടന, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ സെക്രട്ടറി ജനറൽ ടെഡ്രോസ് അഡ്നം ഗിബ്രൂസിസ്. നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് പ്രൊണൗൺസിയേഷനൊക്കെ മാറിപ്പോകും. ഇനി കാൻ ചലച്ചിത്രമേളയിലെ പ്രധാനപ്പെട്ട കുറച്ച് ഭാഗങ്ങളാണ് പറയാൻ പോകുന്നത്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇതുപോലുള്ള ചലച്ചിത്രമേളകളിലെ കാര്യങ്ങൾ PSC പരീക്ഷകളൊക്കെ ചോദിക്കാറുണ്ട്. മികച്ച ചിത്രത്തിനുള്ള പാംദിയോർ പുരസ്കാരം നേടിയ ചിത്രം ട്രയാങ്കിൾ ഓഫ് സാഡ്നസിനാണ് ക്യാൻ ചലച്ചിത്രമേളയിൽ മികച്ച ചിത്രത്തിനുള്ള പാംദിയോർ പുരസ്കാരം ലഭിച്ചത്. മികച്ച ചിത്രം ട്രയാങ്കിൾ ഓഫ് സാഡ്നസ്. ഒരു ക്യാനിനകത്തൊരു ട്രയാങ്കിൾ ഉണ്ടെന്ന് ഓർത്തേ. ചുമ്മാ എന്തെങ്കിലുമൊക്കെ ഇൻസിഡൻറ്റ് ഓർക്കുക. അപ്പോൾ ക്യാനിനകത്ത് ട്രയാങ്കിൾ ഉണ്ട്. ട്രയാങ്കിൾ ഓഫ് സാഡ്നസ്. ഓക്കെ. ട്രയാങ്കിൾ വലിപ്പത്തിലുള്ള ഒരു ക്യാനിനകത്ത് ഒരു ട്രയാങ്കിൾ വലിപ്പത്തിലുള്ള വേറൊരു ബോക്സ് ഉണ്ടെന്ന് ഇമാജിൻ ചെയ്യുക. നമ്മൾ ഈ തന്മാത്രയിലെ മോഹൻലാൽ പറയുന്ന രീതി പഠിച്ചു പോകാം. അപ്പോൾ ആദ്യത്തെ പോയിന്റ് ട്രയാങ്കിൾ ഓഫ് സാഡ്നസ്. മികച്ച ചിത്രം. മികച്ച സംവിധായകൻ പാർക്ക് ചാൻ വൂക്ക്
ചാൻ വൂക്ക്. ആ ട്രയാങ്കിളിനകത്തുള്ള ആ പെട്ടിക്കകത്ത് എന്തോ പലഹാരങ്ങളൊക്കെ ഉണ്ട്. അത് എടുത്തുകൊണ്ട് ഒരു പാർക്കിലേക്ക് പെട്ടിയായിട്ട് കുറേ പേര് വിനോദസഞ്ചാരത്തിന് പോയി. അപ്പോൾ അടുത്ത് പോയിട്ട് പാർക്ക്, മികച്ച സംവിധായകൻ പാർക്ക് ചാൻ വൂക്ക്. ദക്ഷിണ കൊറിയൻ സിനിമയ്ക്കാണ് അവാർഡ് കിട്ടിയത്. മികച്ച സംവിധായകൻ പാർക്ക് ചാൻ വൂക്ക്. ട്രയാങ്കിൾ ഓഫ് സാഡ്നസ് മികച്ച ചിത്രം, മികച്ച സംവിധായകൻ പാർക്ക് ചാൻ വൂക്ക്. മികച്ച നടൻ സോങ് കാങ് ഹോയാണ് മികച്ച നടൻ. അങ്ങനെ പാർക്കിൽ പോയിട്ട് അവർ നല്ലൊരു സോങ് ഒക്കെ വെച്ച് അങ്ങനെ ഹോയ് എന്നൊക്കെ പറഞ്ഞ് പാട്ട് പാടി നിർത്തി. സോങ് കാങ് ഹോ. അപ്പോൾ ട്രയാങ്കിൾ ഓഫ് സാഡ്നസ് പാർക്ക് ചാൻ വൂക്ക്, സോങ് കാങ് ഹോ. മികച്ച നടൻ സോങ് കാങ് ഹോ. ചിത്രം ബ്രോക്കർ, ദക്ഷിണ കൊറിയൻ താരമാണ്. ബ്രോക്കർ എന്ന ചിത്രത്തിനാണ് സോങ് കാങ് ഹോയ്ക്ക് മികച്ച നടനുള്ള പുരസ്കാരം ലഭിച്ചത്. മികച്ച നടി സഹറ അമീർ ഇബ്രാഹിമിക്കാണ് മികച്ച നടിക്കുള്ള പുരസ്കാരം ലഭിച്ചത്. ചിത്രം ഹോളി, ഇറാനിയൻ താരമാണ്. മികച്ച നടി സഹ്റ അമീർ ഇബ്രാഹിമി. സഹ്റ എന്ന് പറയുന്നത് ഒരു പെണ്ണ് വന്ന് അവർക്ക് കുറച്ച് അവരെ കുറേ പാട്ട് പാടാനൊക്കെ സഹായിച്ചു നോർത്തിയ പാർക്കിലിരുന്നവരെ. സഹ്റ അമീർ ഇബ്രാഹിമിയാണ് മികച്ച നടി. സഹ്റ അമീർ ഇബ്രാഹിമി. മികച്ച ഡോക്യുമെൻ്ററിക്കുള്ള ഗോൾഡൻ ഐ പുരസ്കാരം ലഭിച്ചത് ഓൾ ദാറ്റ് ബ്രീത്സിനാണ് മികച്ച ഡോക്യുമെൻ്ററിക്കുള്ള ഗോൾഡൻ ഐ പുരസ്കാരം ലഭിച്ചത്. ഡോക്യുമെൻ്ററി ഒന്നും അങ്ങനെ ചോദിക്കാൻ സാധ്യതയില്ല, എന്നാലും അതൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുക. ഓൾ ദാറ്റ് ബ്രീത്സിനാണ് മികച്ച ഡോക്യുമെൻ്ററിക്കുള്ള ഗോൾഡൻ ഐ പുരസ്കാരം ലഭിച്ചത്. ഷൗനൂക് സെന്നാണ് മികച്ച ഡോക്യുമെൻ്ററിയുടെ സംവിധായകൻ. ഓക്കെ, ഇനി ബുക്കർ ഇൻ്റർനാഷണൽ പുരസ്കാരം. വിവിധ ഭാഷകളിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയ മികച്ച നോവലിന് നൽകുന്ന പുരസ്കാരമാണ് ബുക്കർ ഇൻ്റർനാഷണൽ പുരസ്കാരം. ബുക്കർ പ്രൈസും ബുക്കർ ഇൻ്റർനാഷണൽ രണ്ടാണ്. ബുക്കർ ഇൻ്റർനാഷണൽ എന്ന് പറയുന്നത് വിവിധ ഭാഷകളിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയ മികച്ച നോവലിന് നൽകുന്ന പുരസ്കാരമാണ് ബുക്കർ ഇൻ്റർനാഷണൽ. ഓക്കെ, ബുക്കർ ഇൻ്റർനാഷണൽ പുരസ്കാരം നേടിയ ആദ്യ ഇന്ത്യൻ നോവലിസ്റ്റ് ഗീതാഞ്ജലി ശ്രീയാണ്. നോവൽ റേത്ത് സമാധി. ബുക്കർ ഇൻ്റർനാഷണൽ പുരസ്കാരം നേടിയ ആദ്യ ഇന്ത്യൻ നോവലിസ്റ്റ് ഗീതാഞ്ജലി ശ്രീയാണ്. നോവൽ റേത്ത് സമാധി. എന്നോട് പറയാം, ബുക്കർ ഇൻ്റർനാഷണൽ പുരസ്കാരം നേടിയ ആദ്യ ഇന്ത്യൻ നോവലിസ്റ്റ് ഗീതാഞ്ജലി ശ്രീ. നോവൽ റേത്ത് സമാധി. പരിഭാഷ ഡൂം ഓഫ് സാൻഡ് എന്ന കൃതിയാണ് പരിഭാഷ വിഭാഗത്തിൽ കിട്ടിയത് ഡെയ്സി റോക്ക്വെല്ലിൻ്റെയാണ്. ഡൂം ഓഫ് സാൻഡ്. പരിഭാഷ ഡൂം ഓഫ് സാൻഡ്. ബുക്കർ ഇൻ്റർനാഷണൽ പുരസ്കാരം നേടിയ ആദ്യ ഇന്ത്യൻ നോവലിസ്റ്റാണ് ഗീതാഞ്ജലി ശ്രീ. നോവൽ റേത്ത് സമാധി. ഈ വർഷത്തെ ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ പ്രമേയം, ജൂൺ 5 ലോക പരിസ്ഥിതി ദിനം. ഒൺലി വൺ എർത്ത് ആണ് ഈ വർഷത്തെ ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ പ്രമേയം. ഒൺലി വൺ എർത്ത് ആണ് ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ പ്രമേയം. IMFൻ്റെ ഏഷ്യ പസഫിക് വിഭാഗത്തിൻ്റെ ഡയറക്ടറായി നിയമിതനായ ഇന്ത്യൻ സാമ്പത്തിക വിദഗ്ധനാണ് കൃഷ്ണ ശ്രീനിവാസൻ. IMFൻ്റെ ഏഷ്യ പസഫിക് വിഭാഗം ഡയറക്ടറായി നിയമിതനായ ഇന്ത്യൻ സാമ്പത്തിക വിദഗ്ധനാണ് കൃഷ്ണ ശ്രീനിവാസൻ. ഓക്കെ, കൃഷ്ണ ശ്രീനിവാസൻ IMF. കൃഷ്ണ അനുഗ്രഹിച്ചാൽ ഒരുപാട് മോണിറ്ററി ഫണ്ടാണല്ലോ. കോഡ് വേണ്ട, ഡയറക്ടറായിട്ട് പഠിച്ചു. IMFൻ്റെ ഏഷ്യ പസഫിക് വിഭാഗം ഡയറക്ടറായി നിയമിതനായ ഇന്ത്യൻ സാമ്പത്തിക വിദഗ്ധൻ കൃഷ്ണ ശ്രീനിവാസൻ. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ SBIയുടെ പുതിയ മാനേജിംഗ് ഡയറക്ടർ ആലോക് കുമാർ ചൗധരി. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പുതിയ മാനേജിംഗ് ഡയറക്ടർ ആലോക് കുമാർ ചൗധരി. SBIയുടെ മാനേജിംഗ് ഡയറക്ടർ ആലോക് കുമാർ ചൗധരി. ഏത് ലോകത്താണെങ്കിലും ആ ലോകത്താണെങ്കിലും SBI നമ്മൾ പോയിരിക്കും. കാരണം അവർ പറയുന്നിടത്ത് പേപ്പറും കാര്യങ്ങളൊക്കെ കൊടുത്താൽ ലോണും കാര്യങ്ങളൊക്കെ കിട്ടത്തുള്ളൂ. അങ്ങനെ ഓർത്താൽ മതി. SBIയുടെ പുതിയ മാനേജിംഗ് ഡയറക്ടർ ആലോക് കുമാർ ചൗധരി. ഇൻസ്റ്റഗ്രാമിൽ 200 മില്യൺ ഫോളോവേഴ്സ് നേടിയ ആദ്യ ഇന്ത്യക്കാരനാണ് വിരാട് കോഹ്ലി. ഇൻസ്റ്റഗ്രാമിൽ 200 മില്യൺ ഫോളോവേഴ്സ് നേടിയ ആദ്യ ഇന്ത്യക്കാരൻ വിരാട് കോഹ്ലി. ഓർത്തിരിക്കുക, ഇൻസ്റ്റഗ്രാമിൽ 200 മില്യൺ ഫോളോവേഴ്സ് നേടിയ ആദ്യ ഇന്ത്യക്കാരൻ വിരാട് കോഹ്ലി. ഓക്കെ, അടുത്ത പോയിന്റ്. ഇന്ത്യൻ വ്യോമസേനയുടെ പൈതൃക കേന്ദ്രം നിലവിൽ വരുന്ന നഗരം ചണ്ഡീഗഡാണ്. ഇന്ത്യൻ വ്യോമസേനയുടെ പൈതൃക കേന്ദ്രം നിലവിൽ വരുന്ന നഗരം ചണ്ഡീഗഡ്. ഇന്ത്യൻ വ്യോമസേനയുടെ പൈതൃക കേന്ദ്രം ചണ്ഡീഗഡിലാണ് നിലവിൽ വരുന്നത്. ലോകത്ത് ആദ്യമായി ഫിഷിംഗ് ക്യാറ്റ് സെൻസസ് നടന്ന ആദ്യ നഗരം ചിൽക്കയാണ്. ലോകത്ത് ആദ്യമായി ഫിഷിംഗ് ക്യാറ്റ് സെൻസസ് നടന്ന ആദ്യ നഗരം ചിൽക്ക. കേരള മീഡിയ അക്കാദമിയുടെ വേൾഡ് പ്രസ് ഫോട്ടോഗ്രാഫി അവാർഡിന് അർഹനായ വ്യക്തി രഘു റായ് ആണ്. കേരള മീഡിയ അക്കാദമിയുടെ വേൾഡ് പ്രസ് ഫോട്ടോഗ്രാഫി അവാർഡിന് അർഹനായ വ്യക്തി രഘു റായ്. ഓർത്തിരിക്കുക, കേരള മീഡിയ അക്കാദമിയുടെ വേൾഡ് പ്രസ് ഫോട്ടോഗ്രാഫി അവാർഡിന് അർഹനായ വ്യക്തി രഘു റായ്. കേരളത്തിലെ ആദ്യ ഗോത്ര പൈതൃക ഗ്രാമം എന്നൂര് എവിടെയാണെന്ന് ചോദിച്ചാൽ വയനാട്ടിലെ പൂക്കോടാണ്. എന്നൂര്, വയനാട്, പൂക്കോട്. കേരളത്തിലെ ആദ്യത്തെ ഗോത്ര പൈതൃക ഗ്രാമമാണ് എന്നൂര്, അത് വയനാട്ടിലെ പൂക്കോടാണ്. കേരളത്തിലെ ആദ്യത്തെ ഗോത്ര പൈതൃക ഗ്രാമം എന്നൂര്, പൂക്കോട്, വയനാട്. കേരള സർക്കാരിൻ്റെ പരമോന്നത നൃത്ത ബഹുമതിയായ ഗുരു ഗോപിനാഥ് ദേശീയ നാട്യ പുരസ്കാരം നേടിയ വനിതയാണ് ഗുരു കുമുദിനി ലാഖിയ. കേരള സർക്കാരിൻ്റെ പരമോന്നത നൃത്ത ബഹുമതി. അപ്പോൾ കേരള സർക്കാരിൻ്റെ പരമോന്നത നൃത്ത ബഹുമതി ഏതാണ്? ഗുരു ഗോപിനാഥ് ദേശീയ നാട്യ പുരസ്കാരം. ആ ഗുരു ഗോപിനാഥ് ദേശീയ നാട്യ പുരസ്കാരം നേടിയ വനിതയാണ് ഗുരു കുമുദിനി ലാഖിയ. ഒന്നുകൂടെ പറയാം, കേരള സർക്കാരിൻ്റെ പരമോന്നത നൃത്ത ബഹുമതിയായ ഗുരു ഗോപിനാഥ് ദേശീയ നാട്യ പുരസ്കാരം നേടിയ വനിത ഗുരു കുമുദിനി ലാഖിയ. ഇൻഡോ പസഫിക് മേഖലയിലെ വ്യാപാര വാണിജ്യ ബന്ധം സുഗമമാക്കുന്നതിന് ഇന്ത്യയടക്കം 12 രാജ്യങ്ങളടങ്ങിയ വ്യാപാര സംഘത്തിൻ്റെ പ്രഖ്യാപനം നടത്തിയ രാഷ്ട്രത്തലവനാണ് ജോ ബൈഡൻ. ഇൻഡോ പസഫിക് മേഖലയിലെ വ്യാപാര വാണിജ്യ ബന്ധം സുഗമമാക്കുന്നതിന് ഇന്ത്യയടക്കം 12 രാജ്യങ്ങളടങ്ങിയ വ്യാപാര സംഘത്തിൻ്റെ പ്രഖ്യാപനം നടത്തിയ രാഷ്ട്രത്തലവൻ ആരെന്ന് ചോദിച്ചാൽ ജോ ബൈഡനാണ്. 12 രാജ്യങ്ങളുടെ ഒരു വ്യാപാര സംഘം ജോ ബൈഡൻ പ്രഖ്യാപിച്ചു. ഈ വർഷത്തെ ക്വാഡ് ഉച്ചകോടിക്ക് വേദിയായ നഗരം ടോക്കിയോ ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞു 2022 ടോക്കിയോ. ഓക്കെ, അടുത്ത പോയിന്റ്.
യുവേഫ ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോളിൽ ജേതാക്കളായ സ്പാനിഷ് ക്ലബ്ബ് റയൽ മാഡ്രിഡ് ആണ്. ഇതും പറഞ്ഞതാണ്. യുവേഫ ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോളിൽ ജേതാക്കളായ സ്പാനിഷ് ക്ലബ്ബ് റയൽ മാഡ്രിഡ്. യുവേഫ ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോൾ കിരീടം 4 തവണ നേടുന്ന ആദ്യ പരിശീലകൻ എന്ന നേട്ടം കുറിച്ച പരിശീലകൻ കാർലോ അഞ്ചലോട്ടി. യുവേഫ ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോൾ കിരീടം 4 തവണ നേടുന്ന ആദ്യ പരിശീലകൻ എന്ന നേട്ടം കുറിച്ച പരിശീലകൻ കാർലോ അഞ്ചലോട്ടി. ഓക്കെ. 2022 ഫോർമുല 1 മൊണോക്കോ ഗ്രാൻഡ് പ്രീ ജേതാവ് സെർജിയോ പെരസ് ആണ്. 2022 ഫോർമുല 1 മൊണോക്കോ ഗ്രാൻഡ് പ്രീ ജേതാവ് സെർജിയോ പെരസ്. ഇപ്പം പേരുകൾ മാറി വരുന്നുണ്ട്. പണ്ടൊക്കെ ലൂയി ഹാമിൽട്ടൺ മാത്രമുള്ളായിരുന്നു. ഇപ്പം മറ്റേ മാക്സ് വെർസ്റ്റാപ്പൻ, സെർജിയോ പെരസ്. 2022 ഫോർമുല 1 മൊണോക്കോ ഗ്രാൻഡ് പ്രീ ജേതാവ് സെർജിയോ പെരസ്. ഇന്ത്യൻ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിൻ്റെ 15ാം പതിപ്പിലെ ജേതാക്കൾ ഗുജറാത്ത് ടൈറ്റൻസ് ആണ്. 15ാമത് ഗുജറാത്ത്. ഇന്ത്യൻ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിൻ്റെ IPLൻ്റെ 15ാം പതിപ്പിലെ ജേതാക്കൾ ഗുജറാത്ത് ടൈറ്റൻസ്. IPL ജേതാക്കളായ ഗുജറാത്ത് ടൈറ്റൻസിൻ്റെ ക്യാപ്റ്റൻ ഹർദിക് പാണ്ഡ്യയാണ്. IPL ജേതാക്കളായ ഗുജറാത്ത് ടൈറ്റൻസിൻ്റെ ക്യാപ്റ്റൻ ഹർദിക് പാണ്ഡ്യ. അപ്പോൾ 15ാം പതിപ്പിൽ ജേതാക്കളാരാണ്? ഗുജറാത്ത് ടൈറ്റൻസ്, ക്യാപ്റ്റൻ ഹർദിക് പാണ്ഡ്യ. IPL ക്രിക്കറ്റിൻ്റെ ഫൈനലിൽ കിടക്കുന്ന ആദ്യ മലയാളി നായകൻ നമുക്കറിയാം, സഞ്ജു സാംസൺ. എല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കുന്നു. രാജസ്ഥാൻ റോയൽസ്. IPL ക്രിക്കറ്റിൻ്റെ ഫൈനലിൽ കിടക്കുന്ന ആദ്യ മലയാളി നായകൻ സഞ്ജു സാംസൺ, ടീം രാജസ്ഥാൻ റോയൽസ്. ഓക്കെ. IPL ക്രിക്കറ്റിൻ്റെ 15ാം പതിപ്പിലെ വിലയേറിയ താരമായ ഇംഗ്ലീഷ് താരമാണ് ജോസ് ബട്ട്ലർ. IPL ക്രിക്കറ്റിൻ്റെ 15ാം പതിപ്പിലെ വിലയേറിയ താരമായ ഇംഗ്ലീഷ് താരമാണ് ജോസ് ബട്ട്ലർ എന്ന് അറിഞ്ഞിരിക്കുക. അതുപോലെ ഇന്ത്യയിലെ IT കമ്പനി മേധാവികളിൽ ഏറ്റവും ഉയർന്ന ശമ്പളം വാങ്ങുന്ന വ്യക്തി സലിൽ പരേഖാണ്. ഇന്ത്യയിലെ IT കമ്പനി മേധാവികളിൽ ഏറ്റവും ഉയർന്ന ശമ്പളം വാങ്ങുന്ന വ്യക്തി ഇൻഫോസിസിൻ്റെ സലിൽ പരേഖാണ്. ഇന്ത്യയിലെ IT കമ്പനി മേധാവികളിൽ ഏറ്റവും ഉയർന്ന ശമ്പളം സലിൽ പരേഖ്, ഇൻഫോസിസ്. ലോകാരോഗ്യ സംഘടനയുടെ ഈ വർഷത്തെ ലോക പുകയില വിരുദ്ധ ദിന പുരസ്കാരം ലഭിച്ച സംസ്ഥാനം ജാർഖണ്ഡാണ്. എല്ലാ പുകയിലയും കൂടെ ജാറിനകത്ത് അടച്ചു വെക്കും, ആർക്കും കൊടുക്കത്തില്ല. അപ്പോൾ ജാർഖണ്ഡ്. ലോകാരോഗ്യ സംഘടനയുടെ ഈ വർഷത്തെ ലോക പുകയില വിരുദ്ധ ദിന പുരസ്കാരം ലഭിച്ചത് ജാർഖണ്ഡിനാണ്. കരസേനയുടെ ഏവിയേഷൻ കോറിലെ ആക്രമണ വിഭാഗത്തിൽ പൈലറ്റാകുന്ന ആദ്യ വനിത ക്യാപ്റ്റൻ അഭിലാഷ് ബറാക്കാണ്. ഓക്കെ. ക്യാപ്റ്റൻ അഭിലാഷ് ബറാക്ക്. കരസേനയുടെ ഏവിയേഷൻ കോറിലെ ആക്രമണ വിഭാഗത്തിൽ പൈലറ്റാകുന്ന ആദ്യ വനിത അഭിലാഷ് ബറാക്ക്. 2021 സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങളാണ് ഇനി പറയാൻ പോകുന്നത്. മികച്ച ചിത്രമായ ആവാസ വ്യൂഹത്തിൻ്റെ സംവിധായകൻ RK കൃഷാന്താണ് മികച്ച ചിത്രമായ ആവാസ വ്യൂഹത്തിൻ്റെ സംവിധായകൻ RK കൃഷാന്ത്. മികച്ച സംവിധായകൻ ദിലീഷ് പോത്തൻ. മികച്ച ചിത്രം ആവാസ വ്യൂഹമാണ്. അതിൻ്റെ സംവിധായകൻ RK കൃഷാന്താണ്. മികച്ച ചിത്രം ആവാസ വ്യൂഹം. മികച്ച സംവിധായകൻ ദിലീഷ് പോത്തനാണ്. ജോജിയാണ് സിനിമ. മികച്ച നടൻ ബിജു മേനോനും ജോജു ജോർജുമാണ്. മികച്ച നടൻ ബിജു മേനോനും ജോജു ജോർജും. ഓക്കെ. മികച്ച നടി രേവതി. ഈ അടുത്തിടെ ഉള്ളതാണ്. അപ്പം മികച്ച ചിത്രമായ ആവാസ വ്യൂഹത്തിൻ്റെ സംവിധായകൻ RK കൃഷാന്ത്, മികച്ച സംവിധായകൻ ദിലീഷ് പോത്തൻ, മികച്ച നടൻ ബിജു മേനോനും ജോജു ജോർജും, മികച്ച നടി രേവതിയാണ്. ഓക്കെ. അടുത്ത പോയിന്റ്, ജനപ്രീതിയും കലാമേന്മയുമുള്ള ചിത്രം ഹൃദയമാണ്. നവംബറിൽ നിലവിൽ വരുന്ന സംസ്ഥാന സാംസ്കാരിക വകുപ്പിൻ്റെ OTT പ്ലാറ്റ്ഫോം നമ്മൾ ഓൾറെഡി പറഞ്ഞു, സി സ്പേസ് ആണ്. തുർക്കി രാജ്യത്തിൻ്റെ പുതിയ പേര് എന്തെന്ന് ചോദിച്ചാൽ തുർക്കിയാണ്. തുർക്കിയെ. ഫ്രഞ്ച് ഓപ്പണിൽ ഏറ്റവും കൂടുതൽ കിരീടം നേടുന്ന പുരുഷ താരം റാഫേൽ നദാലാണ്. ഫ്രഞ്ച് ഓപ്പൺ എന്ന് പറഞ്ഞാൽ ക്ലേക്കോട്ട് എന്ന് പറഞ്ഞാൽ നദാലിൻ്റെ ഒരു കളിത്തട്ടാണല്ലോ. അപ്പോൾ ഫ്രഞ്ച് ഓപ്പണിൽ ഏറ്റവും കൂടുതൽ കിരീടം നേടുന്ന പുരുഷ താരം റാഫേൽ നദാൽ. ഈ വർഷത്തെ ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസ് വനിതാ സിംഗിൾസ് കിരീടം നേടിയത് ഇഗ സ്യാംതെക് ആണ്. ഈ വർഷത്തെ ഫ്രഞ്ച് ഓപ്പൺ വനിതാ സിംഗിൾസ് കിരീടം നേടിയത് ഇഗ സ്യാംതെക്. സീസണിൽ പരാജയമറിയാതെ 35 മത്സരങ്ങൾ പൂർത്തിയാക്കി റെക്കോർഡ് നേട്ടം കൈവരിച്ച വനിതാ ടെന്നീസ് താരമാണ് ഇഗ സ്യാംതെക്. അപ്പോൾ ഓർത്തിരിക്കുക, ഈ വർഷത്തെ ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസ് വനിതാ സിംഗിൾ കിരീടം നേടിയത് ഇഗ സ്യാംതെക് ആണ്. സീസണിൽ പരാജയമറിയാതെ 35 മത്സരങ്ങൾ പൂർത്തിയാക്കി റെക്കോർഡ് നേട്ടം കൈവരിച്ച വനിതാ ടെന്നീസ് താരമാണ് ഇഗ സ്യാംതെക്. ഓക്കെ. ഖത്തർ ഫിഫ ലോകകപ്പിന് യോഗ്യത നേടിയ 32ാമത്തെ രാജ്യമാണ് കോസ്റ്ററിക്ക. ഖത്തർ ലോകകപ്പിന് യോഗ്യത നേടിയ 32ാമത്തെ രാജ്യം കോസ്റ്ററിക്കയാണെന്ന് ഓർത്തിരിക്കുക. ഈ വർഷത്തെ ഫിഫ ലോകകപ്പിൻ്റെ ഔദ്യോഗിക പോസ്റ്റർ ഡിസൈൻ ചെയ്ത ഖത്തർ ചിത്രകാരിയാണ് ബുത്തൈന അൽ മുഫ്ത. ഓർത്തിരിക്കുക, ബുത്തൈന അൽ മുഫ്ത. ഖത്തർ ലോകകപ്പിൻ്റെ ഔദ്യോഗിക പോസ്റ്റർ ബുത്തൈന അൽ മുഫ്ത. ഖത്തർ ലോകകപ്പിൻ്റെ ഔദ്യോഗിക പോസ്റ്റർ ഡിസൈൻ ചെയ്ത ചിത്രകാരി ബുത്തൈന അൽ മുഫ്ത. ബുദ്ധിയുള്ള ഒരു ആൾക്ക് അത്രയും ഭംഗിയുള്ള പോസ്റ്റർ ഡിസൈൻ ചെയ്യാൻ പറ്റുമെന്നൊക്കെ ഓർത്ത് ബുത്തൈന അൽ മുഫ്ത. വനിതാ ഏകദിന ക്രിക്കറ്റിൽ ഏറ്റവും അധികം റൺസ് 7805 നേടിയ താരം മിത്താലി രാജാണ്. ആ പേര് ഏറ്റവും കൂടുതൽ കളിച്ച എന്തായാലും നിങ്ങൾക്ക് അവർക്ക് മത്സരങ്ങൾ കളിച്ച അവരായിരിക്കുമെന്ന് എന്തായാലും ആ ചോദ്യം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഉത്തരം മനസ്സിലേക്ക് വരുമല്ലോ. വനിതാ ഏകദിന ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയ താരം 7805 റൺസ് നേടിയത് മിത്താലി രാജാണ്. അമരാവതി അഗോള പാതയുടെ നിർമ്മാണം 105 മണിക്കൂർ 33 മിനിറ്റ് കൊണ്ട് പൂർത്തിയാക്കി റെക്കോർഡ് സൃഷ്ടിച്ച സ്ഥാപനം ഏതെന്ന് ചോദിക്കാം.
നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ അമരാവതി ആഗോള പാതയുടെ നിർമ്മാണം 105 മണിക്കൂർ 33 മിനിറ്റ് കൊണ്ട് പൂർത്തിയാക്കി റെക്കോർഡ് സൃഷ്ടിച്ച സ്ഥാപനം നാഷണൽ ഹൈവേ ഓഫ് ഇന്ത്യ. സമയം ഒന്ന് ഓർത്തിരിക്കുക, 105 മണിക്കൂർ 33 മിനിറ്റും. അമരാവതി ആഗോള പാത, സ്ഥലവും ഓർത്തിരിക്കണം. അമരാവതി ആഗോള പാത നിർമ്മാണം 105 മണിക്കൂർ 33 മിനിറ്റ് പൂർത്തിയാക്കിയത് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ. ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിലെ ഏറ്റവും വലിയ റൺ മാർജിനിലുള്ള ജയം എന്ന റെക്കോർഡ് 725 റൺസ് ജയം എന്ന റെക്കോർഡ് നേടിയ ടീം മുംബൈയാണ്. ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിലെ ഏറ്റവും വലിയ റൺ മാർജിനിലുള്ള ജയം എന്ന റെക്കോർഡ് 725 റൺസാണ്. അത് നേടിയ ടീം മുംബൈ ആണെന്ന് ഓർത്തിരിക്കുക. മുംബൈ ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിലെ ഏറ്റവും ഉയർന്ന റൺ മാർജിനിലുള്ള വിജയം നേടി മുംബൈയാണ് 725 റൺസിൻ്റെ വിജയം. ഇന്ത്യയിൽ ഇപ്പോൾ നിലവിലുള്ള റെപ്പോ നിരക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട് 4.9, പക്ഷേ ഇന്ന് മാറി, ഞാൻ നേരത്തെ പറഞ്ഞാൽ ഇന്ന് മാറിയിട്ടുണ്ട്, അതൊന്ന് നോക്കിക്കൊള്ളുക. പ്രസ് കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ അധ്യക്ഷനായി നിയമിതയായ വനിത ജസ്റ്റിസ് രഞ്ജന പ്രകാശ് ദേശായി. പ്രസ് കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ അധ്യക്ഷൻ രഞ്ജന പ്രകാശ് ദേശായി. പ്രസ് കൗൺസിൽ ഓഫ് ഇന്ത്യ രഞ്ജന പ്രകാശ് ദേശായി, അതിൻ്റെ ചെയർമാൻ. ഓക്കെ, അധ്യക്ഷനായി നിയമിതയായ വനിതയാണ്. ഫിൻലാൻഡിൽ നടന്ന പാവോ നോർമെ ഗെയിംസിൽ പുതിയ ദേശീയ റെക്കോർഡ് സൃഷ്ടിച്ച ഇന്ത്യൻ ജാവലിൻ ത്രോ താരം നീരജ് ചോപ്രയാണ്. 89.30 മീറ്റർ. ഫിൻലാൻഡിൽ നടന്ന പാവോ നോർമെ ഗെയിംസിൽ പുതിയ ദേശീയ റെക്കോർഡ് സൃഷ്ടിച്ച ഇന്ത്യൻ ജാവലിൻ ത്രോ താരം നീരജ് ചോപ്ര 89.30 മീറ്റർ. ICC എലൈറ്റ് പാനൽ അമ്പയർമാരുടെ പട്ടികയിൽ ഉൾപ്പെട്ട മലയാളി അമ്പയറാണ് നിതിൻ മേനോൻ. ICC അമ്പയർമാരുടെ എലൈറ്റ് പാനൽ അമ്പയർമാരുടെ പട്ടികയിൽ ഉൾപ്പെട്ട മലയാളി അമ്പയർ നിതിൻ മേനോൻ. അദ്ദേഹത്തിന് മലയാളിക്ക് ഒരു നിധി കിട്ടിയ പോലെ ആയെന്ന് നിതിൻ മേനോൻ അമ്പയർമാരുടെ പട്ടികയിൽ ഉൾപ്പെട്ടപ്പോൾ. ICC എലൈറ്റ് പാനൽ അമ്പയർമാരുടെ പട്ടികയിൽ ഉൾപ്പെട്ട മലയാളി അമ്പയറാണ് നിതിൻ മേനോൻ. രാജ്യാന്തര ഗോൾ നേട്ടത്തിൽ ഹംഗറിയുടെ ഇതിഹാസ താരം ഫ്രാങ്ക് പുഷ്കാസിന് ഒപ്പമെത്തിയ ഇന്ത്യൻ താരമാണ് സുനിൽ ഛേത്രി. രാജ്യാന്തര ഗോൾ നേട്ടത്തിൽ ഹംഗറിയുടെ ഇതിഹാസ താരം ഫ്രാങ്ക് പുഷ്കാസിനൊപ്പം എത്തിയ ഇന്ത്യൻ താരമാണ്. 84 ഗോളുകളോടെ അദ്ദേഹത്തിനൊപ്പമെത്തിയ ഇന്ത്യൻ താരമാണ് സുനിൽ ഛേത്രി. റബ്ബർ ഇ ട്രേഡിങ്ങിനായി റബ്ബർ ബോർഡ് തയ്യാറാക്കിയ ഓൺലൈൻ പ്ലാറ്റ്ഫോമാണ് എംറൂബ്. എന്നത് റബ്ബർ ഇ ട്രേഡിങ്ങിനായി റബ്ബർ ബോർഡ് തയ്യാറാക്കിയ ഓൺലൈൻ പ്ലാറ്റ്ഫോമാണ്. സംസ്ഥാനത്തിന് പുതിയ ചീഫ് വൈൽഡ് ലൈഫ് വാർഡനായി നിയമിതനായ വ്യക്തി ഗംഗാ സിംഗ് ആണ് സംസ്ഥാനത്തിൻ്റെ പുതിയ ചീഫ് വൈൽഡ് ലൈഫ് വാർഡനായി നിയമിതനായ വ്യക്തി ഗംഗാ സിംഗ് ആണ്. വാഹനങ്ങളിലെ കൂളിംഗ് ഫിലിം പരിശോധനയ്ക്ക് മോട്ടോർ വാഹന വകുപ്പ് തുടങ്ങിയ ദൗത്യമാണ് ഓപ്പറേഷൻ സുതാര്യം. എല്ലാം സുതാര്യമായിട്ട് കാണണം അല്ലേ? കൂളിംഗ് ഫിലിം കണക്ട് ചെയ്യാലോ. വാഹനങ്ങളിലെ കൂളിംഗ് ഫിലിം പരിശോധനയ്ക്ക് മോട്ടോർ വാഹന വകുപ്പ് തുടങ്ങിയ ദൗത്യമാണ് ഓപ്പറേഷൻ സുതാര്യം. റഷ്യയിലെ അർഖാങ്കിൽസ്ക് നോർത്തേൺ സ്റ്റേറ്റ് മെഡിക്കൽ സർവകലാശാലയുടെ ഓണററി ഡോക്ടറേറ്റ് നേടിയ മലയാളി ഫുട്ബോൾ താരമാണ് IM വിജയൻ. അപ്പോൾ റഷ്യയിലെ സർവകലാശാലയുടെ ഡോക്ടറേറ്റ് IM വിജയന് ലഭിച്ചു എന്ന് ഓർത്താൽ മതി. അറിയിക്കുന്ന IM വിജയന് ലഭിച്ചു എന്ന് ഓർത്താൽ മതി. അപ്പോൾ അർഹാങ്കിക്ക് പേരോടെ കിട്ടിക്കോളും. അടുത്ത പോയിന്റ്, വനിതാ രാഷ്ട്രങ്ങളല്ല, വികസിത രാഷ്ട്രങ്ങൾ. പറഞ്ഞപ്പം സ്പീഡിൽ ഒരുപാട് പോയിന്റുകൾ പറയുമ്പോൾ തെറ്റ് വരുന്നതാണ്, നിങ്ങൾ ക്ഷമിക്കണം. വികസിത രാഷ്ട്രങ്ങളുടെ കൂട്ടായ്മയുടെ G7 ഈ വർഷത്തെ ഉച്ചകോടിക്ക് വേദിയായ ജർമ്മൻ നഗരമാണ് എൽമോ. G7 2022 ഉച്ചകോടിക്ക് വേദിയായ ജർമ്മൻ നഗരം എൽമോ. രാജ്യം ജർമ്മനിയാണ്. ജർമ്മൻ നഗരം എൽമോയിലാണ് G7 ഉച്ചകോടി നടന്നത്. വികസിത രാഷ്ട്രങ്ങളുടെ കൂട്ടായ്മയായ G7 ഈ വർഷത്തെ ഉച്ചകോടിക്ക് വേദിയായ ജർമ്മൻ നഗരം എൽമോയാണ്. കൊറോണ വൈറസിൻ്റെ നിലവിലെ എല്ലാ വകഭേദങ്ങളെയും തിരിച്ചറിയുന്നതിനായി US വികസിപ്പിച്ച സംവിധാനമാണ് കോവാർസ്കാൻ. കൊറോണ വൈറസിൻ്റെ എല്ലാ വകഭേദങ്ങളെയും തിരിച്ചറിയാൻ വേണ്ടി US വികസിപ്പിച്ച സംവിധാനമാണ് കോവാർസ്കാൻ. കൊറോണ പിന്നെ വാർസ്കാൻ എന്ന് ഓർത്താൽ മതി. സ്കാൻ ചെയ്യുക, കോവാർസ്കാൻ. പുരുഷ വനിതാ ക്രിക്കറ്റ് താരങ്ങൾക്ക് തുല്യ പ്രതിഫലം നൽകാൻ തീരുമാനിച്ച രാജ്യം ന്യൂസിലൻഡാണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നല്ലൊരു കാര്യമാണ്. പുരുഷ വനിതാ ക്രിക്കറ്റ് താരങ്ങൾക്ക് തുല്യ പ്രതിഫലം നൽകാൻ തീരുമാനിച്ച രാജ്യം ന്യൂസിലൻഡാണ്. ലോകത്ത് ഇതുവരെ കണ്ടെത്തിയതിൽ ഏറ്റവും വലിയ ശുദ്ധജല മത്സ്യമാണ് ബൊറാമി തിരണ്ടിയാണ് ലോകത്ത് ഇതുവരെ കണ്ടെത്തിയതിൽ ഏറ്റവും വലിയ ശുദ്ധജല മത്സ്യം. ബൊറാമി തിരണ്ടിയാണ് ലോകത്ത് ഇതുവരെ കണ്ടെത്തിയതിൽ ഏറ്റവും വലിയ ശുദ്ധജല മത്സ്യം ബൊറാമി തിരണ്ടി. ലോകാരോഗ്യ സംഘടനയുടെ സ്ഥിരീകരണം ലഭിച്ച ഒമിയോണിൻ്റെ പുതിയ ഇന്ത്യൻ വകഭേദമാണ് BA.2.75. ഓക്കെ, ആ പോയിന്റ് ഞാനൊന്ന് നോക്കിയിട്ട് കമൻ്റ് ഇടാം. അടുത്ത പോയിന്റ്, ദക്ഷിണ സുഡാനിലെ UN സമാധാന സേനയുടെ തലവനായ ഇന്ത്യക്കാരനാണ് ജനറൽ മോഹൻ സുബ്രഹ്മണ്യൻ. ദക്ഷിണ സുഡാനിലെ UN സമാധാന സേനയുടെ തലവനായ ഇന്ത്യക്കാരനാണ് ലഫ്റ്റനന്റ് ജനറൽ മോഹൻ സുബ്രഹ്മണ്യൻ. ഓക്കെ, അടുത്ത പോയിന്റ്, G20 രാജ്യങ്ങളുടെ കൂട്ടായ്മയിൽ ഇന്ത്യയുടെ ഷെർപ്പയായി നിയമിതനായത് അമിതാഭ് കാന്ത് ആണ്. G20 രാജ്യങ്ങളുടെ കൂട്ടായ്മയിൽ ഇന്ത്യയുടെ ഷെർപ്പയായി നിയമിതനായത് അമിതാഭ് കാന്ത്. G20 രാജ്യങ്ങളുടെ കൂട്ടായ്മയിൽ ഇന്ത്യയുടെ ഷെർപ്പ അമിതാഭ് കാന്ത്.
ഡയമണ്ട് ലീഗ് അത്ലറ്റിക്സിൽ മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ താരമാണ് നീരജ് ചോപ്ര. ഡയമണ്ട് ലീഗ് അത്ലറ്റിക്സിൽ മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ താരം നീരജ് ചോപ്രയാണെന്ന് ഓർത്തിരിക്കുക. കേന്ദ്ര മന്ത്രിസഭയിൽ നിന്ന് അടുത്തിടെ രാജിവെച്ച ന്യൂനപക്ഷകാര്യ വകുപ്പ് മന്ത്രിയാണ് മുക്താർ അബ്ബാസ് നഖ്വി. ന്യൂനപക്ഷകാര്യ വകുപ്പ് മന്ത്രിയാണ്. കേന്ദ്ര മന്ത്രിസഭയിൽ നിന്ന് അടുത്തിടെ രാജിവെച്ചു. മുക്താർ അബ്ബാസ് നഖ്വി രാജിവെച്ചു. ഓക്കെ. കേന്ദ്ര ന്യൂനപക്ഷകാര്യ മന്ത്രാലയത്തിന്റെ അധിക ചുമതല ഏറ്റെടുത്ത മന്ത്രി സ്മൃതി ഇറാനിയാണ്. ന്യൂനപക്ഷകാര്യ മന്ത്രാലയത്തിന്റെ അധിക ചുമതല ഏറ്റെടുത്തത് സ്മൃതി ഇറാനിയാണ്. മഹാരാഷ്ട്രയുടെ പുതിയ മുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെയാണ്. അവിടെ നമ്മുടെ ആരാണ്, പേര് മറന്നുപോയല്ലോ, ഉദ്ധവ് താക്കറയുടെ ഗവൺമെൻറ് പുറത്തോട്ട് പോയതൊക്കെ നിങ്ങൾ അറിഞ്ഞില്ലേ? അവിടെ അവിശ്വാസ പ്രമേയം വരികയും അങ്ങനെ കുറേ കാര്യങ്ങൾ, അവിശ്വാസ പ്രമേയം അല്ല, ഇവർ കൂറുമാറും അങ്ങനെ കുറേ സംഭവമൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഉദ്ധവ് താക്കറെയാണ് പുറത്തു പോയത്. ഏക്നാഥ് ഷിൻഡെ പുതിയ മുഖ്യമന്ത്രിയായി മഹാരാഷ്ട്രയുടെ പുതിയ ഉപമുഖ്യമന്ത്രിയായ മുൻ മുഖ്യമന്ത്രിയാണ് ദേവേന്ദ്ര ഫഡ്നാവിസ്. ഇദ്ദേഹമായിരുന്നു മുൻ മുഖ്യമന്ത്രി, ഇപ്പോൾ ഉപമുഖ്യമന്ത്രിയാണ്. ദേവേന്ദ്ര ഫഡ്നാവിസ് മുൻ മുഖ്യമന്ത്രി. ഓക്കെ. ഇപ്പോഴത്തെ ഉപമുഖ്യമന്ത്രി. റിലയൻസ് ജിയോ ഇൻഫോകോമിൻ്റെ പുതിയ ചെയർമാനാണ് ആകാശ് അംബാനി. 2021-22 സീസണിലെ രഞ്ജി ട്രോഫി ക്രിക്കറ്റ് കിരീടം നേടിയ ടീം മധ്യപ്രദേശാണ്. 2021-22 സീസണിലെ രഞ്ജി ട്രോഫി ക്രിക്കറ്റ് കിരീടം നേടിയ ടീം മധ്യപ്രദേശാണെന്ന് അറിഞ്ഞിരിക്കുക. സ്വാതന്ത്ര്യ സമര സേനാനി അല്ലൂരി സീതാരാമ രാജുവിൻ്റെ 30 അടി ഉയരമുള്ള വെങ്കല പ്രതിമ അനാച്ഛാദനം ചെയ്ത സ്ഥലം ഭീമാവാരം, ആന്ധ്രാപ്രദേശ്. ഈ വർഷത്തെ ഡിജിറ്റൽ ഇന്ത്യ വീക്ക് ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ച സ്ഥലം ഗാന്ധിനഗറാണ്. മഹാശ്വേത ദേവിയുടെ ഓപ്പറേഷൻ ഭാഷായി ടുഡു എന്ന ബംഗാളി നോവലിൻ്റെ മലയാള പരിഭാഷയ്ക്ക് 2021 വിവർത്തനത്തിനുള്ള കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം നേടിയത് സുനിൽ ഞാളിയത്ത്. മഹാശ്വേതാദേവിയുടെ ഓപ്പറേഷൻ ഭാഷായി ടുഡു എന്ന ബംഗാളി നോവലിൻ്റെ മലയാള പരിഭാഷയ്ക്കാണ് 2021 വിവർത്തനത്തിലുള്ള കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം സുനിൽ ഞാളിയത്തിന് ലഭിച്ചത്. അപ്പം വിവർത്തനത്തിനുള്ള കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം സുനിൽ ഞാളിയത്ത്. മഹാശ്വേതാദേവിയുടെ ഓപ്പറേഷൻ ഭാഷായി ടുഡു എന്ന ബംഗാളി നോവലിനാണ് ലഭിച്ചത്. ഓക്കെ. UFO പ്രതിഭാസങ്ങൾ അന്വേഷിക്കാൻ വിദഗ്ധ സംഘം രൂപീകരിക്കാൻ തീരുമാനിച്ച സ്പേസ് റിസർച്ച് ഏജൻസി. നിസ്സംശയം നമുക്ക് നാസയാണെന്ന് ഉറപ്പിക്കാം. കാരണം UFOയുമായി ബന്ധപ്പെട്ട എപ്പോഴും നാസ എന്ന് പറഞ്ഞാലുള്ള വീഡിയോ കാണുന്നത്. ഓൺലൈൻ ഉള്ളടക്കം സംബന്ധിച്ച് ഗൂഗിളുമായുള്ള കോപ്പിറൈറ്റ് തർക്കം പരിഹരിക്കാൻ കരാറിലെത്തിയ രാജ്യം ഫ്രാൻസാണ്. ഓൺലൈൻ ഉള്ളടക്കം സംബന്ധിച്ച് ഗൂഗിളുമായുള്ള കോപ്പിറൈറ്റ് തർക്കം പരിഹരിക്കാൻ കരാറിലെത്തിയ രാജ്യം ഫ്രാൻസ്. ഓക്കെ. ലാറ്റിൻ അമേരിക്കൻ രാജ്യമായ കൊളംബിയയുടെ പുതിയ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട മുൻ ഗൊറില്ല നേതാവാണ് ഗുസ്താവോ പെദ്രോ. കൊളംബോയുടെ പുതിയ പ്രസിഡന്റ് ഗുസ്താവോ പെദ്രോ. ലാറ്റിൻ അമേരിക്കൻ രാജ്യമായ കൊളംബോയുടെ പുതിയ പ്രസിഡന്റ് ഗുസ്താവോ പെദ്രോ. ഫ്രാൻസിലെ ലൂയി 14 കഴിഞ്ഞാൽ സിംഹാസനത്തിൽ ഏറ്റവും അധികം കാലം വരുന്ന ഭരണാധികാരി എന്ന റെക്കോർഡ് അർഹയായ ബ്രിട്ടീഷ് രാജ്ഞിയാണ് എലിസബത്ത് രാജ്ഞിയെന്നും അറിഞ്ഞിരിക്കുക. ഫോർമുല 1 കാർ റേസിംഗിലെ കനേഡിയൻ ഗ്രാൻഡ് പ്രിയിൽ ജയം നേടിയ താരം മാക്സ് വെർസ്റ്റാപ്പനാണ്. നമ്മൾ പറഞ്ഞായിരുന്നു. ബ്രിക്സ് രാജ്യങ്ങളുടെ 14ാമത് വെർച്വൽ സമ്മിറ്റിന് ആതിഥേയത്വം വഹിച്ച രാജ്യം ചൈനയാണ്. 14ാമത് ചൈന. ബ്രിക്സ് 14ാമത് നടന്നത് ചൈനയാണ്. ബ്രിക്സ് 14ാമത്തെ ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിച്ചത് ചൈനയാണ്. ഇന്ത്യ, ഇസ്രായേൽ, UAE, US എന്നീ രാജ്യങ്ങൾ ചേർന്ന് രൂപവൽക്കരിക്കുന്ന പുതിയ രാജ്യാന്തര കൂട്ടായ്മയാണ് I2U2. ഓർത്തിരിക്കുക. ഇന്ത്യ, ഇസ്രായേൽ, UAE, US. അപ്പോൾ 2 I വെച്ചുള്ള രാജ്യങ്ങൾ I2, പിന്നെ UAE, US, U വെച്ചുള്ള 2 രാജ്യങ്ങൾ I2U2. ഇന്ത്യ, ഇസ്രായേൽ, UAE, US. ഓക്കെ. I2U2. വേൾഡ് ഗോൾഡ് കൗൺസിൽ റിപ്പോർട്ട് പ്രകാരം സ്വർണം റീസൈക്കിൾ ചെയ്യുന്ന കാര്യത്തിൽ ലോകരാജ്യങ്ങളിൽ ഇന്ത്യയുടെ സ്ഥാനം 4ാം സ്ഥാനമാണ്. നേരത്തെ ബിസിനസ് തുടങ്ങാനും 4ാം സ്ഥാനത്തുള്ള ഒരു സംഭവം ഞാൻ പറഞ്ഞല്ലോ. ഇവിടെ സ്വർണം റീസൈക്കിൾ ചെയ്യാനും ഇന്ത്യ 4ാം സ്ഥാനമാണ്. രാജ്യാന്തര ഏകദിന ക്രിക്കറ്റിലെ ഏറ്റവും ഉയർന്ന സ്കോർ കുറിച്ച രാജ്യം ഇംഗ്ലണ്ടാണ്. 4 വിക്കറ്റിന് നഷ്ടത്തിൽ 498 റൺസ്. രാജ്യാന്തര ഏകദിന ക്രിക്കറ്റിലെ ഏറ്റവും ഉയർന്ന സ്കോർ ഇംഗ്ലണ്ടാണ് കുറിച്ചത്. 4 വിക്കറ്റ് നഷ്ടത്തിൽ 498 റൺസ്. 498 ഇംഗ്ലണ്ട്. ഓക്കെ. അടുത്ത പോയിന്റ്, ബാൻഡ് എന്ന നിലയിൽ ദീർഘമായ ഇടവേള പ്രഖ്യാപിച്ച് വേർപിരിഞ്ഞ കൊറിയൻ പോപ്പ് സംഗീത സംഘമാണ് BTS. അത് പെൺകുട്ടികൾക്കൊക്കെ പൊതുവെ അറിയാമെന്ന് വിശ്വസിക്കുന്നു. BTS ഈയിടെ വേർപിരിഞ്ഞു, വലിയൊരു ഇടവേളയൊക്കെ പ്രഖ്യാപിച്ചു. ഓക്കെ. ഐക്യരാഷ്ട്ര സംഘടനയിലെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധിയായി നിയമിതയായ വനിതയാണ് രുചിര കമ്പോജ്. ഐക്യരാഷ്ട്ര സംഘടനയിലെ UNലെ പുതിയ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധിയായി നിയമിതയായ വനിതയാണ് രുചിര കമ്പോജ്. അമേരിക്കയിലെ നാഷണൽ ഫുട്ബോൾ ലീഗ് NFL കഴിഞ്ഞ ലോകത്തെ ഏറ്റവും ഉയർന്ന മൂല്യമുള്ള ടൂർണമെൻറ്റായി മാറിയ ക്രിക്കറ്റ് ലീഗാണ് IPL. അമേരിക്കയിലെ നാഷണൽ ഫുട്ബോൾ ലീഗ് കഴിഞ്ഞാൽ ലോകത്തെ ഏറ്റവും ഉയർന്ന മൂല്യമുള്ള ടൂർണമെൻറ്റായി മാറിയത് IPL ആണെന്ന് ഓർത്തിരിക്കുക. അപ്പോൾ അത്രയും വിലയായി IPLന്. മൃഗങ്ങൾക്ക് കോവിഡ് ബാധിക്കുന്നത് പ്രതിരോധിക്കുന്നതിനായി ഇന്ത്യ വികസിപ്പിച്ച ആദ്യ തദ്ദേശീയ വാക്സിനാണ് അനോകോവാക്സ്. മൃഗങ്ങൾക്ക് കോവിഡ് ബാധിക്കുന്നത് പ്രതിരോധിക്കുന്നതിനായി ഇന്ത്യ വികസിപ്പിച്ച ആദ്യ വാക്സിനാണ് അനോകോവാക്സ്. ഓക്കെ. അടുത്ത പോയിന്റ്,
ഇന്ത്യയിൽ ക്രിപ്റ്റോ കറൻസി അടക്കം എല്ലാത്തരം ഡിജിറ്റൽ വെർച്വൽ ആസ്തികൾക്കും 1% TDS ബാധകമാക്കുന്നത് പ്രാബല്യത്തിൽ വരുന്ന തീയതി 2022 ജൂലൈ 1 മുതലാണ്. അപ്പോൾ ക്രിപ്റ്റോ കറൻസിക്കും എല്ലാത്തിനും 1% TDS 1% TDS ബാധകമാക്കുന്നത് പ്രാബല്യത്തിൽ വരുന്ന തീയതി 2022 ജൂലൈ 1 മുതൽ. ബൈക്ക് റേസിംഗ് സംഘങ്ങളെ പിടികൂടാൻ സംസ്ഥാന മോട്ടോർ വാഹന വകുപ്പ് തുടങ്ങിയ ദൗത്യമാണ് ഓപ്പറേഷൻ റേസ്. ബൈക്ക് റേസിംഗ് ഓപ്പറേഷൻ റേസ് കണക്ട് ചെയ്യാവുന്ന സിമ്പിളാണ്. കൊൽക്കത്ത ക്ലബ്ബ് ATK മോഹൻ ബഗാനിൽ ചേർന്ന മലയാളി ഫുട്ബോൾ താരമാണ് ആഷിഖ് കരുണിയൻ. ATK മോഹൻ ബഗാനിൽ ആഷിഖ് കരുണിയൻ ചേർന്നു. കൊൽക്കത്ത ക്ലബ്ബായ ATK മോഹൻ ബഗാനിൽ ചേർന്ന മലയാളി ഫുട്ബോൾ താരമാണ് ആഷിഖ് കരുണിയൻ. US പുറമെ വാണിജ്യ സ്പേസ് സെൻറ്ററിൽ നിന്ന് നാസയുടെ ആദ്യ വിക്ഷേപണം നടന്ന സ്ഥലമാണ് ആർനെയിം, ഓസ്ട്രേലിയ. യുഎസിന് പുറമെ US എന്നല്ലാതെ വാണിജ്യ സ്പേസ് സെൻറ്ററിൽ നിന്ന് നാസയുടെ ആദ്യ വിക്ഷേപണം നടന്ന സ്ഥലമാണ് ആർനെയിം, ഓസ്ട്രേലിയയിലെ ആർനെയിമിൽ നിന്ന്. അപ്പോൾ അടുത്ത പോയിന്റ് 2022 കോമൺവെൽത്തിൽ അംഗങ്ങളായ പുതിയ രാജ്യങ്ങളാണ് ഗാബോണും ടോഗോയും. 2022 കോമൺവെൽത്തിൽ അംഗങ്ങളായ രാജ്യങ്ങളാണ് ഗാബോണും ടോഗോയും. US സുപ്രീം കോടതി ജഡ്ജിയായി നിയമിതയായ ആദ്യ കറുത്ത വർഗ്ഗക്കാരിയാണ് കെറ്റാഞ്ചി ബൗൺ ജാക്സൺ ആണ് US സുപ്രീം കോടതി ജഡ്ജിയായി നിയമിതയായ ആദ്യ കറുത്ത വർഗ്ഗക്കാരി. അടുത്ത പോയിന്റ് ഉക്രൈൻ യുദ്ധത്തിൽ അഭയാർത്ഥികളായ കുട്ടികളുടെ പുനരധിവാസത്തിനായി നോബൽ സമാധാന മെഡൽ റെക്കോർഡ് തുകയ്ക്ക് ലേലം ചെയ്ത വ്യക്തിയാണ് ദിമിത്രി മുറഡോവ്. അപ്പോൾ നോബൽ സമ്മാനം റെക്കോർഡ് തുകയ്ക്ക് ലേലം ചെയ്തു. ഉക്രൈൻ യുദ്ധത്തിൽ അഭയാർത്ഥികളായ കുട്ടികൾക്ക് വേണ്ടി അത് ലേലം ചെയ്ത ആരാണ്? ദിമിത്രി മുറഡോവ്. വളരെ വലിയൊരു കാര്യമാണത്. പലർക്കും മാതൃകയാക്കാൻ പറ്റുന്ന ഒരു സംഭവം തന്നെയാണ്. കാരണം അങ്ങനെയുള്ളവരാണ് വേണ്ടത്. ഉക്രൈൻ യുദ്ധത്തിൽ അഭയാർത്ഥികളായ കുട്ടികളുടെ പുനരധിവാസത്തിനായി നോബൽ സമാധാന മെഡൽ റെക്കോർഡ് തുകയ്ക്കാൻ ലേലം ചെയ്ത വ്യക്തിയാണ് ദിമിത്രി മുറഡോവ്. ഓക്കെ, ജനങ്ങൾക്ക് തോക്ക് ലഭ്യമാക്കുന്നത് നിയന്ത്രിക്കാൻ ലക്ഷ്യമിട്ട് അടുത്തിടെ ബൈപാർട്ടിസൺ സേഫർ കമ്മ്യൂണിറ്റീസ് ആക്ട് നിലവിൽ വന്ന രാജ്യം US ആണ്. US ഈയിടെ ഒരുപാട് തോക്ക് വെച്ച് സ്കൂളിലൊക്കെ വെടിവെപ്പൊക്കെ ഉണ്ടായല്ലോ. അപ്പോൾ അത് US ആണെന്ന് ഓർത്തിരിക്കുക. രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷ സഖ്യത്തിൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന മുൻ കേന്ദ്രമന്ത്രിയാണ് യശ്വന്ത് സിൻഹ. അപ്പം രാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. അതിൽ ജയിച്ചത് ദ്രൗപദി മുർമുവാണ്. അതിൽ പ്രതിപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിച്ചത് യശ്വന്ത് സിൻഹയാണ്. 2022 മിസ് ഇന്ത്യ വേൾഡ് വൈഡ് പുരസ്കാരം നേടിയ വനിത ഖുഷി പട്ടേലാണ്. 2022 മിസ് ഇന്ത്യ വേൾഡ് വൈഡ് പുരസ്കാരം ഖുഷി പട്ടേൽ, UK. 2022 മിസ് ഇന്ത്യ വേൾഡ് വൈഡ് പുരസ്കാരം ഖുഷി പട്ടേലാണ്. നീതി ആയോഗിൻ്റെ പുതിയ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായി നിയമിതനായ മലയാളിയാണ് പരമേശ്വരൻ അയ്യർ. നീതി ആയോഗിൻ്റെ പുതിയ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായി നിയമിതനായ മലയാളിയാണ് പരമേശ്വരൻ അയ്യർ. അടുത്ത പോയിന്റ് നാഷണൽ ഇൻവെസ്റ്റിഗേറ്റീവ് ഏജൻസിയുടെ പുതിയ ഡയറക്ടർ ജനറൽ ദിനകർ ഗുപ്ത. നാഷണൽ ഇൻവെസ്റ്റിഗേറ്റീവ് ഏജൻസിയുടെ പുതിയ ഡയറക്ടർ ജനറൽ ദിനകർ ഗുപ്ത. ISROയുടെ ഡിമാൻഡ് ഡ്രിവൺ പദ്ധതിയുടെ ഭാഗമായി വിക്ഷേപിച്ച ആദ്യ ഉപഗ്രഹമാണ് GSAT-24. ISROയുടെ ഡിമാൻഡ് ഡ്രിവൺ പദ്ധതിയുടെ ഭാഗമായി വിക്ഷേപിച്ച ആദ്യ ഉപഗ്രഹം GSAT-24. ഇന്ത്യൻ റെയിൽവേയുടെ ഭാരത് ഗൗരവ് ട്രെയിൻ പദ്ധതിയിൽ സർവീസസ് ആരംഭിച്ച ആദ്യ സ്വകാര്യ ട്രെയിനാണ് സായ് സദൻ എക്സ്പ്രസ്. അപ്പോൾ ഇന്ത്യൻ റെയിൽവേയുടെ ഭാരത് ഗൗരവ് ട്രെയിൻ പദ്ധതിയിൽ സർവീസ് ആരംഭിച്ച ആദ്യ സ്വകാര്യ ട്രെയിൻ ഏതെന്ന് ചോദിച്ചാൽ സായ് സദൻ എക്സ്പ്രസ് ആണെന്ന് ഓർത്തിരിക്കുക. കൊച്ചി ദക്ഷിണ നാവിക കമാൻഡിൻ്റെ പുതിയ ചീഫ് ഓഫ് സ്റ്റാഫാണ് റിയൽ അഡ്മിറൽ J. സിംഗ്. കൊച്ചി ദക്ഷിണ നാവിക കമാൻഡിൻ്റെ പുതിയ ചീഫ് ഓഫ് സ്റ്റാഫാണ് റിയൽ അഡ്മിറൽ J. സിംഗ്. നാക് റീ അക്രഡീഷൻ A++ ഗ്രേഡ് നേടുന്ന കേരളത്തിൽ നിന്നുള്ള ആദ്യ സർവകലാശാല കേരള സർവകലാശാലയാണ്. കേരള സർവകലാശാലയിൽ പഠിച്ചവരെ കുറേ പേര് അന്ന് സ്റ്റാറ്റസൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. നാക് അക്രഡീഷൻ A+ ഗ്രേഡ് നേടുന്ന കേരളത്തിൽ നിന്നുള്ള ആദ്യ സർവകലാശാല കേരള സർവകലാശാല. ഒട്ടാവ ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച ചിത്രത്തിനുള്ള പുരസ്കാരം നേടിയ KSFDC നിർമ്മിച്ച ആദ്യ സിനിമയാണ് നിഷിദോ. ഒട്ടാവ ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച ചിത്രം നിഷിദോ. ഓക്കെ, അടുത്ത പോയിന്റ് മുന്നാക്ക വിഭാഗങ്ങളിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്കുള്ള സംസ്ഥാന കമ്മീഷൻ അധ്യക്ഷനാണ് ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ. മുന്നാക്ക വിഭാഗങ്ങളിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്കുള്ള സംസ്ഥാന കമ്മീഷൻ അധ്യക്ഷൻ രാമചന്ദ്രൻ നായരാണ്. CN രാമചന്ദ്രൻ നായർ. കേരളത്തിലെ ആദ്യ ശിശു സൗഹൃദ പോക്സോ കോടതി നിലവിൽ വന്നത് കൊച്ചിയിലാണ്. കേരളത്തിലെ ആദ്യത്തെ ശിശു സൗഹൃദ പോക്സോ കോടതി നിലവിൽ വന്നത് കൊച്ചിയിലാണെന്ന് ഓർത്തിരിക്കുക. 2022 ജനുവരി ഫെബ്രുവരി മാസങ്ങളിലെ കറണ്ട് അഫേഴ്സിലെ കുറച്ച് ഭാഗങ്ങൾ മറ്റൊരു വീഡിയോയിലാണ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ആ വീഡിയോ കൂടെ നിങ്ങളൊന്ന് കണ്ടു നോക്കുക. ജനുവരി ഫെബ്രുവരി മാസങ്ങളിലെ കുറച്ചേറെ കറണ്ട് അഫേഴ്സ് അതിനകത്തുണ്ട് 2022. ഓക്കെ, അപ്പോൾ അതുകൂടെ കണ്ടുപിടിച്ചാൽ 2022 ജൂലൈ വരെയുള്ളത് കംപ്ലീറ്റ് ആയിട്ട് സെറ്റ് ആവുന്നതാണ്. ഓക്കെ, താങ്ക് യു.